എനിക്ക് അവസാനം 15 മിനിറ്റ്സ് ഓക്സിജൻ ഇല്ലാതെ മരിക്കാൻ കിടന്നൊരവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതും കഴിഞ്ഞ് വീണ്ടും ഞാൻ മേളിലേക്ക് പോകാൻ നൈറ്റിൽ തന്നെ. അപ്പോൾ എൻ്റെ ബോഡി ഭയങ്കരമായിട്ടും സ്ട്രഗിൾ ചെയ്തു ഓക്സിജൻ ഇല്ലാതെ. ആ സമയത്ത് ഇങ്ങനെ അവതാറിലെ പക്ഷികളെ പോലത്തെ പക്ഷികൾ, ആ പക്ഷികൾ ഇങ്ങനെ താഴ്വരയിൽ കൂടെ പറന്നു പോകുന്നു. നമുക്ക് റിയൽ ആയിട്ട് കാണുക ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ അന്നപൂർണയില് 3 ആള് പോയാൽ അതിൽ 2 പേരെ അത് സബ്മിറ്റ് ചെയ്യുള്ളൂ. ഒരാൾ മരിക്കുന്നു. അങ്ങനെയാണ് അതിന്റെ റൈറ്റ്സ്. അയാളുടെ ഓക്സിജൻ കുറവാണ്. ഓക്സിജൻ കുറവ് മൂലം നമ്മുടെ ഡിസിഷൻ മേക്കിംഗ് കപ്പാസിറ്റി കുറയും. അവിടെയാണ് നമ്മളെ തിരിച്ചറിയേണ്ടത്. സാധാരണ പറയും ഒരാളെ മനസ്സിലാക്കാൻ ഏറ്റവും നല്ലൊരു യാത്ര കൂടെ പോവാന്നുള്ളതാണ്. യാത്ര പോകുന്ന പോലെ അല്ല ഇത് അതിന്റെ ഒരു വേറൊരു പീക്ക് ലെവലാണ്. എന്റെ കമ്പനി ഞാൻ തിരിച്ചു വരുത്തില്ലെന്ന് തന്നെ പറഞ്ഞ ബേസ് ക്യാമ്പിൽ നിന്ന് ഞാൻ വണ്ണ് എത്തണേ ചിലപ്പോൾ 12 to 14 മണിക്കൂറൊക്കെ നടക്കണം. എന്റെ ശരീരത്തിൽ തുള്ളി എനർജി പോലും ഇല്ല. നമുക്ക് ഹെൽത്ത് ഓക്കെ ആണെങ്കിൽ എങ്ങനെങ്കിലും ഒക്കെ നമുക്ക് നിരങ്ങിയാൽ നീങ്ങാം. ഹെൽത്ത് വയ്യാങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ടും മെന്റലി ഭയങ്കര സ്ട്രഗിൾ ആവും. നിങ്ങൾ എന്തിനാ യാത്ര ചെയ്യുന്നത്? എന്തിനാണ് ഇത്ര കഷ്ടപ്പെടുന്നത്? ഇതൊരിക്കലും ഒരു ഫണ്ണല്ലല്ലോ. ഭയങ്കര പെയിൻഫുൾ, ജീവിതം മുഴുവൻ പ്രയാസം ഏറ്റെടുത്താണല്ലോ പോകുന്നത്. എന്തിനാണിത് ചൂസ് ചെയ്യുന്നത്? ഈ EBC എത്താൻ എത്ര ചെലവ് വരുന്നത്? എല്ലാം കൂടെ ഏകദേശം ഒരുപാട് പാക്കേജുകളുണ്ട്. സേഫ്റ്റി നോക്കി നമ്മുടെ പാക്കേജിൽ 1.19 വരും, ഇൻക്ലൂഡിങ് ഇൻഷുറൻസ്, ഹെലികോപ്റ്റർ റെസ്ക്യൂ ഇൻഷുറൻസ് വരും. നമുക്ക് അസുഖം വരുമല്ലോ, അപകടം ഉണ്ടാവാം, കാല് ട്വിസ്റ്റ് ആവാം. 10,000-12,000 രൂപയ്ക്കുള്ള ഇൻഷുറൻസ് ഉണ്ട്. അപ്പൊ പിന്നെ ആ സമയത്താണെങ്കിൽ അതിന് $5,000 ഒക്കെ ആവും. ഹെലികോപ്റ്റർ വിളിക്കാൻ ആ സ്പോട്ടിൽ വിളിക്കണേ. അപ്പൊ ഇത് ഇൻഷുറൻസ് കമ്പനീസ് വേറെ നമ്മള് നമുക്കൊരു ട്രക്കിംഗ് ആണ് നമുക്ക് ആകെ അറിയുന്ന ഒരു ഏരിയ. നമ്മൾ മാക്സിമം പോവുകയാണെങ്കിൽ ഒരു പോകുന്ന ഒരു ഏരിയ. ലാസ്റ്റ് പോയത് ചന്ദ്രശില, ചെറിയ ട്രക്ക്. അപ്പൊ ഞാനിവിടെ സത്യം പറയാം 2015 വരുന്ന സമയത്ത് ട്രക്കിംഗ് അത്ര ഇവിടെ ഫേമസ് ആണ്. 2020 ഒരു കോവിഡ് കഴിഞ്ഞിട്ടാണ് ട്രക്കിംഗ്. അപ്പൊ ഞങ്ങള് പോയിരുന്നത് സാധാരണ വാലി ഓഫ് ഫ്ലവർ, അന്ന് ട്രക്കിംഗ് ആയിട്ട് പോവല്ലോ, അങ്ങ് ടൂർ പോകുന്നതിന്റെ കൂടെ അങ്ങ് പോവുക. ബാക്കി എല്ലാ സ്ഥലത്തും ഞാൻ പോയിട്ടുണ്ട്. ഇവിടെ 6 വർഷം ഉണ്ടായിരുന്നല്ലോ. എല്ലാ വെള്ളിയാഴ്ച ആയിട്ട് ഞങ്ങൾ കാർ എടുത്ത് പോകും. തിങ്കളാഴ്ച ചൊവ്വാഴ്ച ആയിരിക്കും വരുന്നത്. രാത്രി കൊണ്ട് 500-600 കിലോമീറ്റർ കവർ ചെയ്ത് എവിടെയെങ്കിലും എത്തും. എന്നിട്ട് പിന്നെ അവിടെ എല്ലാം കാണും. അതാണ് മെയിൻ പരിപാടി. അങ്ങനെ പോയത് എവിടെ? ഞങ്ങൾ പോയത് വാലി ഓഫ് ഫ്ലവർ, പിന്നെ ഹേംകുണ്ട് സാഹിബ് അതിന്റെ മേളിൽ തന്നെ. പിന്നെ ധർമ്മശാലയിൽ ഒരു ട്രക്ക് ഉണ്ടായിരുന്നു, ധർമ്മശാലയിൽ. പിന്നെ ഖീർഗംഗ ട്രക്കിങ്, നമ്മളെ ചെക്കന്മാരൊക്കെ നടത്തുന്ന പാക്കേജുകൾ തന്നെ ഉണ്ട്. ഇപ്പൊ നമ്മള് പോയ സമയത്തൊക്കെ ഭയങ്കര ഒറ്റയ്ക്ക് പോവല്ലേ, പോയിട്ട് മേളിൽ പോയി താമസിക്കാൻ പറ്റുമെങ്കിൽ താമസിക്കും. അങ്ങനെ വരുമായിരുന്നു. അവിടുന്ന് എപ്പോഴാണ് ഈ ഷിഫ്റ്റ് വരുന്നത്? അതെങ്ങനെ അവിടേക്ക് എങ്ങനെ എത്തുന്നത്? അത് ഡാർജിലിംഗ് ഇങ്ങനെ പോയ സമയത്താണ് മൗണ്ടനറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് കണ്ടിട്ട് അവിടെ എന്നാ ചേരാന്ന് വെച്ചിട്ട്. ഇപ്പൊ ഞാൻ ഒരുപാട് ഇൻസ്പയർ ചെയ്തിട്ട് മൗണ്ടനറിംഗ് പഠിക്കാൻ വേണ്ടി വിടുന്നുണ്ട്. ഇപ്പം 10 പേര് മലയാളികള് മൗണ്ടനറിംഗിന്റെ കോഴ്സ് മിനിഞ്ഞാന്ന് കഴിഞ്ഞിട്ടുണ്ട്. ബേസിക് മൗണ്ടനറിംഗ് കോഴ്സ്. എത്ര ദിവസമല്ലേ? 28 ദിവസത്തെ കോഴ്സ്. ഞാൻ റീലിട്ട് അവരെല്ലാം ജോയിൻ ചെയ്തു. അറിയത്തില്ലല്ലോ, ഭയങ്കര ത്രില്ലായിട്ടിരിക്കുക. ഭയങ്കര റിഗറസ് കോഴ്സാ. നമ്മളെ പൊളിച്ച് അടുക്കുന്ന ഒരു കോഴ്സാണ്. എങ്ങനെയൊക്കെ അതിന്റെ സിസ്റ്റം ഉണ്ടാവുക? സിസ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം റോക്ക് ക്രാഫ്റ്റ് 10 ദിവസം, പിന്നെ ഐസ് ക്രാഫ്റ്റ്, സ്നോ ക്രാഫ്റ്റ്. ഐസ് ക്രാഫ്റ്റ്, സ്നോ ക്രാഫ്റ്റിന് വേണ്ടിയിട്ട് ഇവർ നമ്മളെ ഗ്ലേഷ്യറിലേക്ക് കൊണ്ടുപോകും. ഫുൾ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആണ് കൈകാര്യം ചെയ്തത്. ഇന്ത്യൻ ആർമി അല്ലെങ്കിൽ ഇന്ത്യൻ എയർഫോഴ്സ് കൈകാര്യം. എക്സ്പെൻസ് ഒക്കെ എല്ലാവരും 30,000 നമ്മൾ കൊടുക്കണം. ഫീസ് ഉണ്ട്. ഞാൻ അന്ന് 22,000, ഇപ്പൊ 30,000 കൂട്ടി. ആ 30,000 രൂപയ്ക്ക് 30 ദിവസത്തെ ഭക്ഷണം, താമസം, എക്യുപ്മെന്റ്സ് എന്തായാലും നമുക്ക് നമ്മൾ മുതലാകും. ഭക്ഷണം കഴിച്ചാൽ നമ്മൾ മുതലാകും. പിന്നെ നമുക്ക് ഈ ആർമിയുടെ ട്രെയിനിങ് നമുക്ക് കിട്ടാനുള്ള അവസരമൊന്നും ഇല്ലല്ലോ. അതുപോലെ ഉള്ള ട്രെയിനിങ് നമുക്ക് കിട്ടും. ഡിസിപ്ലിൻ ഉണ്ടാവും. മൗണ്ടനിയറിംഗിനെക്കാളും നമ്മുടെ സ്വന്തം ഒരു ഡിസിപ്ലിൻ ആയിരിക്കും വേണ്ടത്. അല്ലാതെ മൗണ്ടനിയറിംഗ് എന്ന സാധനം ഇല്ല. നമ്മൾ ഡിസിപ്ലിൻ ആണ് ഈ മൗണ്ടനിയറിംഗിന്റെ ഇമ്പോർട്ടന്റ് ആണല്ലോ. സ്പീഡിൽ നമ്മളെങ്ങും കയറുന്നില്ലല്ലോ. അപ്പൊ ഈ കോഴ്സ് ചെയ്തു അതിന് ശേഷമാണോ ഈ മൗണ്ട് എവറസ്റ്റ്? എവറസ്റ്റ് പ്ലാനിട്ട് അങ്ങനെ അതിനൊരു കാര്യമുണ്ട്. അങ്ങനെയാണ് അത് എവറസ്റ്റ് കയറാമെന്ന് വിചാരിക്കുകയും പിന്നെ അതിനുവേണ്ടിയുള്ള പ്ലാനിങ്ങും അതിനുശേഷം 7 സമ്മിറ്റിന്റെ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തു. അപ്പൊ എവറസ്റ്റ് കയറുന്നതിന് മുമ്പല്ലേ കിളിമഞ്ചാരോ കയറി? അത് എവറസ്റ്റ് കയറുന്നതിന് ഒരു മുന്നൊരുക്കം എന്നുള്ള രീതിയിൽ. അപ്പൊ ബേസിക്കലി നമുക്ക് തുടങ്ങുമ്പോ എന്താണ് ഈ 7 സമ്മിറ്റ് ആണല്ലോ, ഇതിന്റെ 7 കൊടുമുടികൾ കീഴടക്കി കയറി ഇറങ്ങിയ ഒരാള് എന്നുള്ള ആൾക്കാണല്ലോ നമ്മള്
ഇപ്പൊ നിങ്ങൾ ഈ പോഡ്കാസ്റ്റിൽ ഇവിടെ സീറ്റിലിരിക്കുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ ഈ 7 സമ്മിറ്റ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ നമുക്കൊക്കെ അറിയുന്ന ഒരു സാധനം കൂടിപ്പോയ മൗണ്ട് എവറസ്റ്റ്, കിളിമഞ്ചാരോ, ഡനീലി, ഇങ്ങനെ കുറച്ച് സ്ഥലങ്ങളാണ്. പക്ഷെ 7 ഉണ്ട് എന്നുള്ളത് ഇപ്പോൾ നിങ്ങൾ എന്താ പോയപ്പോഴാണ് നമ്മൾ ഈ ആ സ്ഥലങ്ങളൊക്കെ കേൾക്കുന്നത്. അപ്പോൾ നമ്മളൊരു ഓഡിയൻസിന് ഇത് അറിയാത്ത ഒരാൾക്ക് ഈ 7 ഏതൊക്കെയാണ്, അതിൻ്റെ ഒരു ടെറൈൻസ് എന്തൊക്കെയാണ്, ഡിഫറൻസ്, അതൊക്കെ ഒന്ന് പറഞ്ഞു തരാൻ കഴിയുമോ? അങ്ങനെ മൗണ്ട് എവറസ്റ്റ് ആണ് ഏഷ്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. അത് കഴിഞ്ഞിട്ട് മൗണ്ട് എവറസ്റ്റ് കയറാൻ വേണ്ടിയിട്ട് ഒരുപാട് പ്രീ റിക്വസിറ്റ്സ് ഉണ്ട്. നമ്മൾ ഒരു 5000 മീറ്ററുള്ള ഒരു പർവ്വതം കയറണം. ട്രക്കിംഗ് അല്ല, ക്ലൈംബിംഗ് തന്നെ. ഈ ലൈസൻസ് കിട്ടാനുള്ളതോ? ലൈസൻസ് കിട്ടുക എന്ന് പറയുന്നത് ഇപ്പൊ 2026 7000 മീറ്റർ ഉള്ള ഒരു പീക്ക് മിനിമം കയറിയാലേ എവറസ്റ്റ് കയറാനുള്ള അനുമതി ഗവൺമെന്റ് ഓഫ് നേപ്പാൾ തരത്തുള്ളൂ. 7000 മീറ്റർ പീക്കുള്ള നേപ്പാളിലെ കൊടുമുടി വീണമെന്നൊരു നിയമം ഉണ്ടെന്ന് തോന്നുന്നു. ഞങ്ങൾ കയറിയപ്പോൾ അങ്ങനെ ഇല്ലായിരുന്നു. ഞാൻ ആകെ കിളിമഞ്ചാരോ കയറിയിരിക്കുന്നത് 5900 ആയിരുന്നു. അത് കഴിഞ്ഞ് 7000 ഇന്ത്യയിലെ 7000 കയറിയിട്ടുണ്ട്, നേപ്പാളിലെ കയറിയിട്ടില്ല. ഇന്ത്യയിലെ 7000 സത്തോപ്പൻ എന്ന് പറഞ്ഞിട്ടുള്ള പീക്കുണ്ട് ഉത്തരാഖണ്ഡിൽ. അപ്പം എവറസ്റ്റ് കയറണമെങ്കിൽ ഒരു 5000 മീറ്റർ പീക്ക് കയറി നമ്മൾ പ്രൂവ് ചെയ്യണം. പിന്നെ 6000 മീറ്റർ കയറി നമ്മുടെ ബോഡി എങ്ങനെ ഈ ഒരു ആൾട്ടിറ്റ്യൂഡിന് അക്ലമറ്റൈസ് ചെയ്യുന്നു അനുസരിച്ചാണ് ഇതിനകത്ത് മുന്നോട്ട് പോകുന്നത്. ബോഡി അക്ലമറ്റ്, ചില ആൾക്കാർക്ക് 7000 മീറ്റർ വരെ പോകാൻ പറ്റത്തുള്ളൂ, അവർക്ക് ശാരീരികമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. ഈ ഓക്സിജന്റെ കുറവുകൊണ്ടാണോ? ഓക്സിജന്റെ കുറവുകൊണ്ട് നമ്മുടെ ശാരീരികമായിട്ടും നമ്മുടെ കാലങ്ങളായിട്ടുള്ള നമ്മുടെ ജനറ്റിക്കൽ റീസൺ കൊണ്ട് നമുക്ക് മേളിലോട്ട് പോകാൻ പറ്റത്തില്ല. ഭയങ്കര ഡിസീനസും അസുഖങ്ങളും വരും. അപ്പോൾ അങ്ങനെയുള്ളവർ ഇത് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ ആൾട്ടിറ്റ്യൂഡ് എത്ര വരെ പോകാൻ പറ്റും. എവറസ്റ്റ് പോകണമെങ്കിൽ ഒരു 50 to 60 ലക്ഷം രൂപ ചിലവുണ്ട് ഇപ്പം. അപ്പോൾ അത്രയും രൂപ മുടക്കുന്നതിന് മുമ്പ് മാത്രമല്ല, ഈ മുടക്കി നമ്മൾ മുകളിലൊരു തിരിച്ചിറങ്ങാൻ പറ്റാത്തൊരു ആൾട്ടിറ്റ്യൂഡിലെത്തി അസുഖം വന്നു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ മരണം സംഭവിക്കും. ബേസിക്കലി ഇതിൻ്റെയൊക്കെ ഇമ്പോർട്ടൻ്റ് കാര്യം എന്ന് വെച്ചാൽ നമ്മൾ പോകുന്ന ആരോഗ്യത്തോട് തിരിച്ചു വരണമെന്നുള്ളതാണ് ഈ യഥാർത്ഥ ഒരു പർവ്വതാരോഹകൻ്റെ ലക്ഷ്യം. പർവ്വതങ്ങൾ എപ്പോഴും അവിടെ തന്നെ കാണും, മൗണ്ടൻസ് അവിടെ തന്നെ കാണും. പക്ഷെ നമ്മൾ ലൈഫ് ത്രട്ടണിങ് ഏരിയയിലൂടെ തന്നെ പോയി തിരിച്ച് സുരക്ഷിതമായിട്ട് വരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ബോഡി ഇതിന് ഓക്കെ ആണോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പല ഹൈറ്റുകൾ കയറുന്നത്. അങ്ങനെ 8000 മീറ്റർ വരെ പീക്ക് കയറിയിട്ടാണ് നമ്മൾ 8848 അറ്റംപ്റ്റ് ചെയ്യേണ്ടത്. മനസ്സിലായില്ലേ? പക്ഷെ ഇന്ത്യയിലുള്ള പലരും അത് ചെയ്യത്തില്ല. 8000 ചെയ്യണേ വീണ്ടും ഒരു 12-15 ലക്ഷം രൂപ ചിലവാണ്. മനസ്സിലായില്ലേ? അപ്പം വിദേശത്തുള്ളവരൊക്കെ കൃത്യമായിട്ട് അവർ വരുന്നത്. അപ്പോൾ അവർക്ക് 8000 മീറ്റർ പീക്ക് സബ്മിറ്റ് ചെയ്തെങ്കിൽ അവരുടെ ബോഡി 8000 മീറ്റർ വരെ പെർഫെക്റ്റ് ആണെന്നുള്ളതിന് തെളിവായി. ഈ പെർഫെക്ഷൻ എന്ന് പറയുമ്പോൾ അത് സർട്ടിഫിക്കറ്റ് ആവുകയാണോ അതോ നമ്മൾ കംപ്ലീറ്റ്ലി ഫുൾ ചെക്കപ്പ്? സർട്ടിഫിക്കറ്റ് കിട്ടും, ചെക്കപ്പ് ഒന്നും, എല്ലാം നമ്മുടെ ഒരു ധൈര്യമാണ്. അതിപ്പോ എനിക്ക് ലിഗമെന്റ് പ്രശ്നം ഉണ്ടെന്ന് വിചാരിച്ചോളൂ. അപ്പോൾ ACL ഇഞ്ചറി ഉണ്ട്, അപ്പൊ ഞാനത് കവർ ചെയ്യുന്നുണ്ടെങ്കിലും എനിക്ക് മുന്നോട്ട് പോകാന്നാണോ അതോ? അല്ല, ACLന്റെ ഇഞ്ചറി ഒക്കെ നമുക്ക് അറിയാമല്ലോ. ചെറിയ ടെസ്റ്റിംഗ് ഒക്കെ ചെയ്യുമ്പോൾ ഏത് ഇതിലാണ് പുഷ് ചെയ്യുമ്പോഴാണ് നമുക്ക് വേദന വരുന്നതെന്ന് അറിയാമല്ലോ. മറ്റേന്ന് വെച്ചാൽ ഇതൊന്നും അല്ല, ഇഞ്ചറി ഒന്നും അല്ല ഉദ്ദേശിച്ചത്. ഹൈറ്റിലെത്തുമ്പോൾ നമ്മളുടെ ബോഡിയിൽ ആൾട്ടിറ്റ്യൂഡ് സിക്നസ് ഉണ്ടാവും, ഹൈ ആൾട്ടിറ്റ്യൂഡ് സിക്നസ്സുകൾ ഉണ്ടാവും. അതിൻ്റെ മേളിലും ഒരുപാട് അസുഖങ്ങളുണ്ട്. ഹൈ ആൾട്ടിറ്റ്യൂഡ് പൾമിനറി എഡീമ, ഹൈ ആൾട്ടിറ്റ്യൂഡ് സെറിബ്രൽ എഡീമ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ തലച്ചോറിനകത്ത് വെള്ളം കെട്ടും, നമ്മുടെ ലങ്സിനകത്ത് വെള്ളം കെട്ടും. ഇതൊക്കെ ഭയങ്കര അസുഖങ്ങളാണ്. നമുക്ക് മാത്രമേ AMS മാത്രമേ അറിയുള്ളൂ. AMS മരണകാരണമാകാം, പക്ഷെ നിങ്ങൾ പെട്ടെന്ന് ഡിസെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വലിയ പ്രശ്നമില്ല. ഈ ബാക്കിയുള്ള ഇതിനൊക്കെ എന്താണ് സിംറ്റംസ് വന്നു കഴിഞ്ഞാൽ എന്താണ് അതിന് റെമഡീസ്? ഒന്നും ഹൈ ആൾട്ടിറ്റ്യൂഡ് സെറിബ്രൽ എഡീമ എന്ന് പറഞ്ഞാൽ തലച്ചോറ് വികസിക്കാൻ തുടങ്ങും ഈ ഓക്സിജൻ കുറയുമ്പോൾ. അപ്പം അങ്ങനെ നിങ്ങളുടെ കാഴ്ചശക്തി നഷ്ടപ്പെടുകയും പിന്നെ വീണ്ടും മേളിലോട്ട് കയറാൻ പോയി കഴിഞ്ഞാൽ പെർമനന്റ് ഡാമേജ് ഉണ്ടാവുകയും മരണത്തിലേക്ക് നയിക്കുകയും ചെയ്യും. കിളിമഞ്ചാരോയിലെ ഒരു വീഡിയോയില് ലാസ്റ്റ് ഞങ്ങൾ 2022 നമ്മുടെ കമ്പനിയുടെ കിളിമഞ്ചാരോയിൽ പോയ സമയത്ത് അഞ്ജു എന്നാ പുള്ളിക്കാരുടെ പേര്. പുള്ളിക്കാരി UK വന്നപ്പം കിളിമഞ്ചാരോ 5900 മീറ്ററേ ഉള്ളൂ. 5900 എന്ന് പറഞ്ഞാൽ എബോവ് 4000 മീറ്റർ ഹൈ ആൾട്ടിറ്റ്യൂഡ് നമുക്ക് പറയാൻ പറ്റും. അപ്പം കിളിമഞ്ചാരോയിൽ ഞങ്ങൾ സമ്മിറ്റ് ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറൗണ്ട് ഒരു 1000 മീറ്റർ നമ്മൾ ക്ലൈംബ് ചെയ്യണം. അത് ഡിഫിക്കൽട്ടാ. ഒരു ദിവസം തന്നെ 1000 മീറ്റർ ആൾട്ടിറ്റ്യൂഡ് ഗെയിൻ ചെയ്യാന്ന് പറയുന്നത്. അപ്പം അങ്ങനെ ഞങ്ങളെല്ലാം പോയി. പുള്ളിക്കാരി നമ്മുടെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഗൈഡ്, 2 ലേഡീസ് ഉണ്ടായിരുന്നു, അവർ ഒരുമിച്ച് വന്നു. ആ പുള്ളിക്കാരി ഇങ്ങനെ രാത്രി നമ്മൾ ക്ലൈംബ് ചെയ്യുന്നത്, രാത്രിയാണ് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എനിക്ക് കാണുന്നില്ല, എനിക്ക് മങ്ങലാന്നൊക്കെ പറഞ്ഞു. അപ്പം ഈ ചിലപ്പോൾ നമ്മൾ ഈ ശ്വാസം ശ്വസിക്കുമ്പോഴേ നമ്മുടെ വേപ്പർ മൂലം നമ്മുടെ കണ്ണാടിയിലൊക്കെ ഈ മൂടലുണ്ടാവാറുണ്ട്. അപ്പോൾ ഗൈഡ് പറഞ്ഞു കുഴപ്പമില്ല വരാൻ പറഞ്ഞു. പുള്ളിക്കാരൻ ഇല്ലില്ല എനിക്ക് കാണുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഗൈഡിന് കുറച്ച് മനസ്സിലായി ഇതാ സംഭവം. വളരെ റെയറായിട്ട് കിളിമഞ്ചാരോ സംഭവിക്കാറുണ്ട്.
അത് ഹെയ്സ്. ഹെയ്സ്. ഹൈ ആൾട്ടിറ്റ്യൂഡ് സെറിബ്രൽ എഡീമ. അപ്പൊ അതിന്റെ ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജാണ് കിളിമഞ്ചാരോയിൽ വന്നത്. എന്നിട്ട് പുള്ളിക്കാരി കിളിമഞ്ചാരോയുടെ ഏറ്റവും ടോപ്പിൽ പറയുന്ന പേര് ഉഹുറു പീക്ക് എന്നാ പറയുന്നത്. അതിന്റെ തൊട്ട് താഴെ സ്റ്റെല്ല പോയിന്റ് എന്ന് പറഞ്ഞ ഒരു പോയിന്റ് ഉണ്ട്, ഒരു 100 മീറ്റർ താഴെ. പക്ഷെ ആ 100 മീറ്റർ ആൾട്ടിറ്റ്യൂഡ് ഉള്ളെങ്കിൽ ആ 100 മീറ്റർ പോണേ 1 മണിക്കൂർ നടക്കണം മിനിമം. അപ്പൊ ഈ സ്റ്റെല്ല പോയിന്റിൽ പുള്ളിക്കാരി എത്തിയപ്പോൾ അതും ഒരു സമ്മിറ്റാ. പുള്ളിക്കാരി കാഴ്ച പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടു. പിന്നെ പുള്ളിക്കാരി വന്നതുകൊണ്ട് അവിടെ വരെ എത്തി ഫോട്ടോ എടുത്ത് ആ സമ്മിറ്റിന്റെ എടുത്തിട്ട് ഗൈഡ് ഒരു കാഴ്ചയില്ലാതെ പുള്ളിക്കാരിയെ താഴോട്ട് കൊണ്ടുവന്നു. അപ്പോൾ പുള്ളിക്കാരി പറഞ്ഞില്ല, ഈ പ്രശ്നം ഉണ്ടായാൽ നമുക്ക് കൃത്യമായി ഡിസിഷൻ എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഗൈഡ് പുള്ളിക്കാരിയെ കൃത്യമാണോ കൃത്യമായ വഴിക്കാണോ കൊണ്ടുപോകുന്നത് അതോ വേറെ എങ്ങോട്ടേലും കൊണ്ടുപോകാന്നോ ഒക്കെ ഒരു വല്ലാത്തൊരു പേടി. അത് ആ ഒരു അസുഖത്തിന്റെ ഭാഗമായിട്ട് വരുന്ന ഡിസിഷൻ എടുക്കാൻ പറ്റാത്ത അങ്ങനെ വന്ന് ഗൈഡിനെ തെള്ളി മാറ്റുകയൊക്കെ ചെയ്തു. പിന്നെ അവസാനം ഗൈഡ് വളരെ ആഫ്രിക്കക്കാരനാണ്, ഭയങ്കര സ്നേഹമുള്ളവരായതുകൊണ്ടും വളരെ കെയറിങ് ആയതുകൊണ്ടും ഗൈഡിന് ചീത്ത വിളിച്ചൊന്നും ഗൈഡിന് പ്രശ്നമില്ല, ഗൈഡിന് അറിയാം. അദ്ദേഹം ആ ഒരു ഇത് മൈൻഡ് സെറ്റ് പോകാതെ പുള്ളിക്കാരിയെ തിരിച്ചു കൊണ്ടുവന്നു. എവിടെ ബേസ് ക്യാമ്പിൽ, നമ്മൾ സമ്മിറ്റ് ക്യാമ്പിൽ. എന്നിട്ട് ഒരു 5-6 മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് ശരിക്കും ഒന്ന് കാഴ്ചയൊക്കെ കിട്ടിയത്. അത് വെറും കിളിമഞ്ചാരോയിലെ കാര്യമാണ്. കിളിമഞ്ചാരോ പറഞ്ഞപ്പോ ഈ സമ്മിറ്റിൽ ഏറ്റവും ചെറിയ പീക്ക് അല്ലേ? 7 സമ്മിറ്റിലെ ഏറ്റവും ചെറിയ പീക്ക് കോസിയോസ്കോ എന്ന് പറഞ്ഞ ഓസ്ട്രേലിയയിലെ പീക്കാണ്. അപ്പൊ ഈ കിളിമഞ്ചാരോ വളരെ പോപ്പുലർ ആണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇന്ത്യയിൽ നമുക്ക് പോകാൻ കുറച്ച് എളുപ്പമാണ്. ടാൻസാനിയാണ്, ഫ്ലൈറ്റ് റേറ്റ് 60,000 രൂപയ്ക്കേ ഉള്ളൂ. ബാക്കിയെല്ലാം പോകണമെങ്കിൽ ഫ്ലൈറ്റ് റേറ്റ് തന്നെയാവും 4-5 ലക്ഷം. നമ്മൾ എന്തുകൊണ്ടാണ് ഇപ്പൊ നേപ്പാള് കുട്ടികൾ നമ്മുടെ പുതിയ പിള്ളേരുടെ ഇടയ്ക്ക് ട്രെൻഡിങ് ആണെന്ന് വെച്ചാൽ നേപ്പാളിൽ വിസ വേണ്ട. നേപ്പാൾ സത്യം പറഞ്ഞാൽ 20,000 രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നേപ്പാളിൽ പോയി 10 ദിവസം താമസിച്ച് ട്രക്ക് ചെയ്തിട്ട് വരാം. ട്രെയിൻ കയറി ലോക്കൽ ട്രെയിൻ കയറുക, ഗോരഖ്പൂരിലെത്തുക, അവിടുന്ന് ക്രോസ് ചെയ്ത് ഇവിടെ വന്ന് കാത്മണ്ഡു പൊഖാറ വന്നിട്ട് ട്രക്കിങ്. പറയുന്ന എവറസ്റ്റ് ബേസ് ക്യാമ്പ് ആയാലും അന്നപൂർണ്ണ ആണെങ്കിലും വേറെ വലിയ പാസിന് വലിയ റേറ്റ് ഒന്നുമില്ല. പക്ഷെ മനാസിൽ പോലെയുള്ള ട്രക്ക് അത് കുറച്ചും കൂടെ ചൈനീസ് ബോർഡർ ആയതുകൊണ്ട് അതിന് വേറെ പെർമിറ്റ് ഉണ്ട്, എത്രയോ $ഉണ്ട്. അപ്പോൾ അതാണ് കുറച്ച് ആൾക്കാർ അങ്ങോട്ട് പോകത്തുള്ളൂ. എവറസ്റ്റ് ബേസ് ക്യാമ്പും അന്നപൂർണ്ണ ബേസ് ക്യാമ്പും ഒക്കെ അത്യാവശ്യം റിസർച്ച് ചെയ്തിട്ടുള്ള, എല്ലാവർക്കും ഇന്റർനെറ്റ് ഉണ്ടല്ലോ, അത്യാവശ്യം റിസർച്ച് ചെയ്ത് നാട്ടിൽ കുറച്ച് ട്രക്കിംഗ് ഒക്കെ ചെയ്ത ട്രക്കിംഗ് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് സത്യം പറഞ്ഞാൽ തന്നെത്താനെ ചെയ്യാനുള്ളതേ ഉള്ളൂ. ഞാൻ പറഞ്ഞ വളരെ എഫിഷ്യന്റും പവർഫുള്ളും ആയിട്ടുള്ള യൂത്തിന്റെ കാര്യമാണ് പറഞ്ഞത്. കാരണം നമ്മുടെ ലഗേജ് നമ്മൾ തന്നെ ചുമക്കണം. ഈ പൈസ കുറയുമ്പം പോട്ടർമാരെ നമുക്ക് എടുക്കാൻ പറ്റത്തില്ലല്ലോ. നമ്മൾ 15 കിലോ കൊണ്ടുപോയി 15 കിലോ നമ്മുടെ ബാഗ് നമ്മൾ ചുമന്ന് എവരിഡേ പോകണം. ടെന്റ് അടിക്കാൻ പറ്റത്തില്ല. അവിടെ ഓരോ ദിവസവും താമസിക്കാം പോകുന്ന വഴിക്ക്. ഏറ്റവും റേറ്റ് കുറഞ്ഞുള്ള ഈ അറ്റാച്ച്ഡ് ബാത്റൂം ഒന്നും ഇല്ലാത്ത സ്ഥലങ്ങളാണെങ്കിൽ റേറ്റ് കുറവായിരിക്കും. അവിടെ താമസിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. അപ്പൊ ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എത്ര ഉറുപ്പ്യൊക്കെ അവർക്കൊക്കെ പോകാൻ കഴിയാ? അത് ഓരോരുത്തരുടെ ഇതുപോലെ ഇരിക്കും. മിനിമം ഫുഡ് കഴിക്കണമല്ലോ. പല ആൾക്കാരും ഫുഡ് കുക്ക് ചെയ്യാനുള്ള സാധനമൊക്കെ കൊണ്ടുവരും. എന്നിട്ട് അപ്പോൾ ആ റേറ്റൂടെ ലാഭിക്കാന്ന് പറഞ്ഞു. കാരണം അവിടെ ഫുഡിനും വെള്ളത്തിനും ഏറ്റവും റേറ്റ് ഈ പറയുന്ന ഹൈ ആൾട്ടിറ്റ്യൂഡ് പോകുമ്പോഴേ. അപ്പോൾ അത് ലാഭിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ചെയ്യുന്നത്. കാരണം ഇത് നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല. ഈ പറയുന്ന ട്രക്കിംഗ് ഏരിയയിലൊന്നും വണ്ടിയൊന്നും പോകുന്ന സ്ഥലങ്ങളല്ല. ഗ്യാസ് ഉൾപ്പെടെ കുക്കിംഗ് യൂട്ടൻസിൽ എല്ലാം ഇവർ താഴേന്ന് കൊണ്ടുവരണം, ചുമന്നുകൊണ്ട് വരണം. 2 വർഷം മുമ്പ് ഒരു ഗ്യാസ് കുറ്റിയുടെ വില അന്വേഷിച്ചപ്പോൾ 15,000 രൂപയാണ് അവർ ഗ്യാസ് കുറ്റിക്ക് പറഞ്ഞത്. ഇത് യാക്കിന്റെ പുറത്ത് കയറ്റി കൊണ്ടുവരണം. ആ യാക്കിന്റെ പുറത്ത് കയറ്റി കൊണ്ടുവരുന്ന കുറ്റി തിരിച്ചു കൊണ്ടുപോകണേ 2,000 രൂപ കൊടുക്കണം. അപ്പം നമ്മുടെ അവിടെ കിട്ടുന്ന ഇതല്ല ഇവിടെ. അതുകൊണ്ട് ഒരു ഓംലെറ്റിന് 300 രൂപയും ഒരു മുട്ട പുഴുങ്ങിയതിന് 800 രൂപയൊക്കെ വരുന്നത് ആൾട്ടിറ്റ്യൂഡിലോട്ട് പോകുമ്പോഴേ. നമുക്കിവിടെ യുദ്ധമായപ്പോ ഗ്യാസിന്റെ വില കൂടിയപ്പോ നമുക്ക് ആകെ ഭയങ്കര ബേജാറായിരുന്നു. ചായക്ക് പൈസ കൂടിയപ്പോ, ഓംലെറ്റിന് പൈസ കൂടിയപ്പോ ഇതൊരു മിനിമം എക്സ്പെൻസ് എന്തായാലും അതൊരു ഹൈ ആയിട്ടുള്ള എക്സ്പെൻസ് തന്നെ ഉണ്ടാവും. മിനിമം എക്സ്പെൻസ് എന്തായാലും എല്ലാത്തിനും ഉണ്ടാവും. പിന്നെ നമ്മൾ എത്രത്തോളം ബജറ്റിൽ നമ്മൾ ചെയ്യുന്നതനുസരിച്ചിരിക്കും. ഞാൻ പറഞ്ഞു ബജറ്റ് നിങ്ങൾ ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. പക്ഷെ അതിനെക്കുറിച്ച് പഠിച്ചിട്ട് പോകണം. ഒരു 2-3 ദിവസം നിങ്ങൾ കൃത്യമായിട്ടിരുന്ന വീഡിയോസ് കാണുകയും പ്രോബ്ലംസിനെ കുറിച്ച് പഠിക്കുകയും ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോകാൻ പറ്റും. പിന്നെ പറ്റുമെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ ബേസിക് മൗണ്ടനിയറിംഗ് കോഴ്സ് ചേരുക. അതെല്ലാവരും പഠിച്ചിരിക്കേണ്ട ഒരു കോഴ്സാണ്. അതെല്ലാവർക്കും ലൈഫിൽ ആവശ്യമുള്ള ഒരു കോഴ്സാണ്. മല കയറാൻ വേണ്ടി മാത്രമല്ല, മല കയറാൻ വേണ്ടിയിട്ടുള്ള കോഴ്സ് അല്ലത്. അത് പഠിച്ചു കഴിയുമ്പോൾ അത് മനസ്സിലാകത്തില്ല എത്രത്തോളം നിങ്ങൾ കോൺഫിഡന്റ് ആകുന്നത്. ഇപ്പം നിങ്ങൾ സിനിമയ്ക്ക് താല്പര്യമുള്ള ആളാണല്ലേ പറഞ്ഞു. അപ്പോൾ അതിന് നിങ്ങൾക്ക് കോൺഫിഡൻസ് വരുന്നത് വേറെ ലെവലിലായിരിക്കും. നമുക്ക് തോൽവിയൊന്നും നമുക്കൊരു പ്രശ്നമല്ലാതാവും. കാരണം നമ്മളവിടെ പട്ടാളക്കാരാണല്ലോ നമ്മളെ പഠിപ്പിക്കുന്നത്. അവർ നമ്മളെ ചീത്ത പറഞ്ഞ് ഇല്ലാതാക്കും. ചെറിയ തെറ്റുകളൊക്കെ ചെയ്യുമ്പോഴേ ഉള്ളിൽ കുറച്ച് ഈഗോ ഈഗോ ഒക്കെ പൊട്ടി പൊളിഞ്ഞു പോകും. 1 മിനിറ്റ് താമസിച്ച് നോക്കണം. പിന്നെ നമ്മൾ ഒരു കാലത്ത് 1 മിനിറ്റ് സമയത്തിന്റെ വിലയൊക്കെ മനസ്സിലാവും. അപ്പൊ അതുകൊണ്ട് കേരളത്തിലെ എല്ലാ യൂത്തും, പക്ഷെ ഭയങ്കര സീറ്റ് കുറവാണ്. നമ്മുടെ മലയാളികൾ ഇപ്പൊ അപ്ലൈ ചെയ്ത് വരുന്നതേ ഉള്ളൂ.
ബേസിക് മൗണ്ടനറിംഗ് കോഴ്സിൽ നിന്ന് കിടക്കുന്നുണ്ട് ആരും പോകാത്തത്. ബേസിക് ലൈഫ് കോഴ്സ് കിട്ടാൻ ചിലപ്പോൾ എല്ലാവരും പോകാമെന്ന് എനിക്ക് തോന്നുന്നു. എവിടേക്കാണ് ഇപ്പൊ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കോഴ്സുകൾ? മെയിൻ ആയിട്ടുള്ള നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ നെഹ്റു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മൗണ്ടനറിംഗ് ഉത്തരകാശി, പിന്നെ ഡാർജിലിംഗിൽ ഒരു ഹിമാലയൻ മൗണ്ടനറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്, പിന്നെ ദിറാങ്ങിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, പിന്നെ മണാലിയിൽ ഒരെണ്ണമുണ്ട്, പിന്നെ ഉള്ളത് ഒരെണ്ണം കാശ്മീരിൽ ശ്രീനഗറിൽ ഒരെണ്ണമുണ്ട്. ഇതാണ് മെയിൻ ആയിട്ടുള്ള 5 ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ. ഇവിടേക്ക് ഈ ഇപ്പൊ നിങ്ങൾ 3 കോഴ്സ് ചെയ്തല്ലോ, ബേസിക്, അഡ്വാൻസ്ഡ്, പിന്നെ സേഫ്റ്റി, സെർച്ച് ആൻഡ് റെസ്ക്യൂ. ഓക്കെ, ഈ 3 അതിന്റെ ഈ ലെവൽ അനുസരിച്ചാണോ അത് കഴിഞ്ഞത്? ബേസിക് മൗണ്ടനറിംഗ് കോഴ്സ് എ ഗ്രേഡ് പാസ് ആയാലും നിങ്ങൾക്ക് അഡ്വാൻസ് മൗണ്ടനറിംഗ് കോഴ്സിന് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അഡ്വാൻസ് മൗണ്ടനറിംഗ് കോഴ്സ് എ ഗ്രേഡ് പാസ് ആയാൽ മാത്രമേ നിങ്ങൾക്ക് സെർച്ച് ആൻഡ് റെസ്ക്യൂന് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. മേളിൽ താഴോട്ട് വരാൻ പറ്റത്തില്ല, താഴെ മേളിലേക്ക് പോകാം. ഇതിന്റെ ലെവൽ എന്തൊക്കെയാണ്? ഇതിൽ എന്തൊക്കെയാണ് വരിക? ഇപ്പൊ ഇതില് സ്നോ റാഫ്റ്റിംഗ്, ഇത് ഐസ്, പിന്നെ ബേസിക് മൗണ്ടനറിംഗ് കോഴ്സ് എന്ന് പറഞ്ഞാൽ 28 ഡേയ്സിന്റെ കോഴ്സാണ്. അതിനകത്ത് റോക്ക് ക്രാഫ്റ്റ്, ഐസ് ക്രാഫ്റ്റ്, സ്നോ ക്രാഫ്റ്റ്, ഇത് 3 മെയിൻ ആയിട്ടുള്ളത്. അതിന്റെ കൂടെ തന്നെ നമുക്ക് റോപ്പിന്റെ പല റോപ്പ് ടെക്നിക്സ്, റോപ്പ് നോട്ട്സ്, പിന്നെ സ്പീഡ് ക്ലൈംബിങ്, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കും. അപ്പൊ ആദ്യത്തെ ഒരു 6-7 ദിവസം നമുക്ക് ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ അടുത്ത് തന്നെ ഏതെങ്കിലും റോക്കി ഏരിയ ആണ്, ഇവരുടെ തന്നെ റോക്കി ഏരിയ, അവിടെ കൊണ്ടുപോയിട്ട് റോക്കിൽ ക്ലൈംബ് ചെയ്യാനും റോക്കിൽ ഡിസെൻഡ് ചെയ്യാനും റാപ്പല് ചെയ്യാനും. റാപ്പലിംഗ് എന്താണെന്ന് അറിയാലോ, ഒരു കയറ് വെച്ചിട്ട് മേളിൽ താഴോട്ട് ഇറങ്ങി വരാൻ പറ്റും. പിന്നെ എങ്ങനെയാണ് ആങ്കർ ഉണ്ടാക്കേണ്ടത്. ഇപ്പോഴും നിങ്ങൾക്ക് ഇപ്പോൾ ഒരു വെള്ളപ്പൊക്കം വരിക, നിങ്ങൾ ഒരാളെ, നിങ്ങളുടെ ഒരു കയറുണ്ട്, നിങ്ങൾ ആ കയർ എങ്ങനെ ഒരു മരത്തിൽ കെട്ടുന്നത്? നമ്മൾ കെട്ടി വരുമ്പോൾ അത് കുരുങ്ങും. പക്ഷേ കറക്റ്റ് ടെക്നിക്ക് അറിയാമെങ്കിൽ ഒറ്റ കെട്ടിന് ആ കെട്ട് അഴിക്കാൻ പറ്റാത്ത കെട്ടാവും. എന്നാൽ നമുക്ക് അഴിക്കണം തോന്നുമ്പോൾ സിമ്പിളായിട്ട് അഴിക്കുകയും ചെയ്യും. അതാണ് റോപ്പിന്റെ ടെക്നിക്കിന്റെ പ്രത്യേകത. നമുക്ക് കെട്ടി മുറുക്കാം, പക്ഷെ അത് പിന്നെ അഴിക്കാൻ പറ്റത്തില്ല, നമുക്ക് കടുംകെട്ടാന്ന് പറയും. പക്ഷെ ഡ്രോപ്പ് ടെക്നിക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കെട്ടും മുറുകും, അതേപോലെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് അഴിക്കുകയും ചെയ്യാം. അപ്പോൾ അതെല്ലാമാണ് ഈ റോക്ക് ക്രാഫ്റ്റ് ഫസ്റ്റ് 7 ഡേയ്സ് പഠിപ്പിക്കുന്നത്. പിന്നെയുള്ള ബാക്കി 20 ഡേയ്സ് നമ്മളെ ട്രെയിനിങ് അങ്ങ് ഹൈ ആൾട്ടിറ്റ്യൂഡ്. ഇവർക്കൊരു ഗ്ലേഷ്യർ കാണും. ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ സ്ഥാപനം ആയതുകൊണ്ട് ഇവർക്ക് ഗ്ലേഷ്യറിനകത്ത് പെർമിറ്റ് ഒന്നും ആവശ്യമില്ല. ആർക്കും പോകാൻ പറ്റാത്ത ഗ്ലേഷ്യർ ഇവർക്ക് കാണും. അവിടെ നമ്മുടെ ഈ ഫുൾ ടീം, സാറുമാരും പിള്ളേരും കുക്കുമാരും എല്ലാവരും കൂടെ യാത്ര ചെയ്ത് ഇവിടെ പോയി താമസിക്കും. അവിടെ ഇൻസ്റ്റിറ്റ്യൂട്ടായിട്ട് മാറും. സ്ഥലമൊന്നുമില്ല, എല്ലാം ടെൻറ്റാ. ഇൻസ്റ്റിറ്റ്യൂട്ട് വിട്ട് കഴിഞ്ഞാൽ ടെൻറ്റ് മാത്രമേ ഉള്ളൂ. പോകുന്ന വഴിക്ക് ഇവർ ഫുഡ് കുക്ക് ചെയ്ത് തരും, ഇതുപോലെ കാട്ടിനകത്ത് ചായ ഉണ്ടാക്കി തരും ഉദ്യോഗസ്ഥർ, അല്ലെങ്കിൽ അവിടുത്തെ സ്റ്റാഫ്. നമ്മളത് കുടിക്കും, വീണ്ടും ട്രക്ക് ചെയ്യും. അങ്ങനെ നമ്മൾ ബേസ് ക്യാമ്പിലെത്തും. അവിടുന്ന് സ്നോ ക്രാഫ്റ്റ്, ഐസ് ക്രാഫ്റ്റ്, സ്നോയിൽ എങ്ങനെ ക്ലൈംബ് ചെയ്യണം, സ്നോയിൽ എങ്ങനെ ഡിസെൻഡ് ചെയ്യണം, സ്നോയിൽ എങ്ങനെ റാപ്പൽ ചെയ്യണം, അതുപോലെ ഐസിൽ എന്ത് ചെയ്യണം എന്നുള്ള കാര്യങ്ങളും, ഐസിൽ എങ്ങനെ ക്ലൈംബ് ചെയ്യണം, ഫസ്റ്റ് ക്ലൈംബ് ചെയ്യുന്നവർ എങ്ങനെ ലീഡ് ക്ലൈംബ് ചെയ്യുന്നത്, എങ്ങനെയാണ് നമുക്കൊരു റൂട്ട് ഓപ്പൺ ആക്കുന്നത്, ഇതൊക്കെയാണ്. ലീഡ് ക്ലൈംബ് ചെയ്യാൻ പറയുമ്പോൾ ഈ കയറിട്ട് കൊടുക്കുന്ന ലീഡ് ക്ലൈംബ് ചെയ്യുന്നത് നമുക്ക് ശരിക്കും മൗണ്ടൻ നമുക്ക് എന്താ പറയാ, മുകളിലോട്ട് പോകണമെങ്കിൽ നമുക്ക് സേഫ്റ്റി വേണം. സേഫ്റ്റി റോപ്പാണ്. റോപ്പ് എങ്ങനെ ഫിക്സ് ചെയ്യും? നമ്മൾ റോക്കിലാണെങ്കിൽ നമ്മൾ ഓരോ എന്താ പറയാ, നമുക്ക് റോക്കിന്റെ ഇടയിലൊക്കെ അടിച്ചു കയറ്റാൻ പറ്റിയ സാധനങ്ങളൊക്കെ ഉണ്ട്. റോപ്പ് ഇടാതെ ഒരിക്കലും മുന്നോട്ട് പോകാൻ കഴിയില്ല. ക്ലൈംബിങ്ങിന് റോപ്പ് മസ്റ്റാ. മീൻസ് നമുക്ക് ഡേഞ്ചറസ് ആയിട്ടുള്ള പ്ലേസിൽ കൂടെ സേഫ്റ്റി വേണമല്ലോ, തിരിച്ചു പറഞ്ഞല്ലോ. അപ്പം ആ ഒരു സ്ഥലത്ത് നമുക്ക് ആങ്കറിങ് വേണം. അപ്പം അതിന് വേണ്ടിയിട്ട് ഹാമറൊക്കെ യൂസ് ചെയ്ത് പല സ്ഥലങ്ങളും റോക്കിനകത്ത് നമുക്ക് വിടവൊക്കെ ഉണ്ടെങ്കിൽ അവിടെയൊക്കെ നമ്മളിത് ഫിക്സ് ചെയ്യും. സ്ക്രൂ ഒക്കെ നമ്മൾ ടൈറ്റ് ചെയ്ത് വെക്കും. അത് അവിടെ നമ്മൾ എന്തെങ്കിലും ഒരു ചെറിയ ഒരു ക്യാരാബിനർ പോലെ സാധനം ഇട്ട് വെക്കും. അടുത്ത ആൾക്ക് വീണ്ടും കയറുമ്പോൾ അത് കുഴിച്ചുണ്ടാക്കേണ്ട ആവശ്യമില്ല, റോപ്പ് അതിനകത്ത് കയറ്റിയാൽ മതി. അപ്പൊ അതുപോലെ ഐസിൽ എങ്ങനെ ഉണ്ടാക്കും? ഐസ് തുറന്ന് ഇതുപോലെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ സാധനങ്ങളുണ്ട്. അപ്പൊ അതൊക്കെ ആ എക്യുപ്മെന്റ്സിന് ഭയങ്കര വിലയാണ്. ഇന്റർനാഷണൽ ക്ലൈംബേഴ്സ് എല്ലാം യൂസ് ചെയ്യുന്നത്. അപ്പൊ അതൊക്കെ നമുക്ക് യൂസ് ചെയ്യാനും നമുക്ക് മനസ്സിലാക്കാനുള്ള സാഹചര്യം കിട്ടും. പിന്നെ മേളിൽ പോയി ഇടുന്ന നോട്ട്സ് ഉണ്ട്, പിന്നെ എടുക്കേണ്ട നോട്ട്സ് ഉണ്ട്. നമ്മൾ ചിലപ്പം ക്ലൈംബ് ചെയ്ത് മുകളിലോട്ട് പോകുമ്പം നമ്മൾ മേളിൽ നമ്മളൊരു കുടുക്കിട്ടിട്ടായിരിക്കും താഴേക്ക് ഇറങ്ങി വരുന്നത്. നമ്മൾ ഒറ്റയ്ക്കേ കാണത്തുള്ളൂ. അപ്പോൾ കുടുക്ക് എങ്ങനെ അടിക്കും? റോപ്പ് വേണ്ടേ? അപ്പം അങ്ങനത്തെ കുടുക്കഴിക്കുന്ന ടെക്നിക്കുകളുണ്ട്. താഴെ നിന്ന് വലിയ വലിക്കുമ്പോൾ ആ കുടുക്കിങ് കഴിച്ച് വരും. അപ്പം നമുക്ക് ആ റോപ്പും കിട്ടും, നമുക്ക് വീണ്ടും താഴേക്ക് പോകാം. അപ്പോൾ ആ ലീഡ് ക്ലൈംബിംഗ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് റൂട്ട് ഓപ്പൺ ചെയ്ത് പോകുന്ന ആൾ എങ്ങനെ ക്ലൈംബ് ചെയ്യുന്നത്, അയാളാണ് ഇതെല്ലാം ഫിക്സ് ചെയ്ത് പോകുന്നത്. അപ്പോൾ അത് നമ്മളെ പഠിപ്പിക്കും. ഫസ്റ്റ് ടൈം പോകുമ്പോൾ നമുക്കും പേടിയാണ്. കാരണം വലിയൊരു ഗ്ലേഷ്യറിന്റെ ഫേസിൽ നമ്മളിതൊക്കെ ചെയ്യുന്നത്. നമ്മൾ കുറച്ച് ടൈറ്റ് ആണ്. ഇതാണ് ബേസിക്. അഡ്വാൻസ് വെച്ചാൽ കുറച്ച് അഡ്വാൻസ് ടെക്നിക്സ് ഉണ്ട്. നമ്മൾ എങ്ങനെയാണ് നമ്മൾ ക്രിബാസ് പോലെ വലിയ കുഴിയിലൊക്കെ വീണ് കഴിഞ്ഞാൽ എങ്ങനെയാണ് അവിടുന്ന് രക്ഷപ്പെടുത്തുന്നത്, അതിനെങ്ങനെയാണ് പുള്ളി സിസ്റ്റംസ് ഒക്കെ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, പിന്നെ ഇതിൻ്റെ തന്നെ അഡ്വാൻസ്ഡ് ക്ലൈംബിംഗ് ടെക്നിക്സും അഡ്വാൻസ്ഡ് എക്യുപ്മെന്റ്സും, ബേസിക്കലി കാണിക്കാത്ത എക്യുപ്മെന്റ്സ് ഒക്കെ അവർ അഡ്വാൻസ് നമ്മളെ പരിചയപ്പെടുത്തും. ഇന്നലെ ഒരു സിനിമ അങ്ങനെ കണ്ടു. അപ്പം അതിലിങ്ങനെ ഈ മൗണ്ടനിൽ ഈ സ്നോ വരുമ്പോൾ പെട്ടെന്ന് നമ്മൾ
ഈ മൗണ്ടൈനായിട്ട് ഒട്ടി നിൽക്കണം എന്നിങ്ങനെ ആ സിനിമയിൽ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ നമുക്കിത് പൊതുവെ ഇത് പഠിക്കാത്ത ഒരാളാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ അവലാഞ്ച് വരുമ്പോൾ പെട്ടെന്ന് ആ സ്നോ ഫാള് വരുമ്പോ അതിലെ ഒട്ടി നിന്നിട്ടില്ലെങ്കിൽ നമ്മളെ മേത്തേക്ക് വീഴുമല്ലോ. അവലാഞ്ച് എന്നായിരിക്കും ഉദ്ദേശിച്ചത്. അവലാഞ്ച് എന്ന 2 തരത്തിലുണ്ട്. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അവലാഞ്ച് പ്രോൺ ഏരിയാസ് ഉണ്ട്. അവലാഞ്ച് ഒരു പർട്ടിക്കുലർ ഡിഗ്രി ഓഫ് സ്ലാൻഡിങ് ഉള്ള ഐസിൽ മാത്രമേ അവലാഞ്ച് വരത്തുള്ളൂ. എവറസ്റ്റിനേക്കാളും അന്നപൂർണ്ണ എന്തുകൊണ്ടാണ് ഡേഞ്ചർ എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അന്നപൂർണ്ണയിൽ കൂടുതൽ ഏരിയയും അവലാഞ്ച് പ്രോൺ ഏരിയയാണ്. നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ നമ്മളെ കാരണം കൊണ്ടല്ലാതെ നമ്മൾ കാരണമേ ആയിരിക്കത്തില്ല, അതിങ്ങ് വരും. നമുക്ക് പിന്നെ ചെയ്യാൻ പറ്റുന്നത് മരിച്ചവരെ കണ്ടെത്തുക എന്നേ ഉള്ളൂ. നമ്മളതും പഠിപ്പിക്കുന്നുണ്ട്, എങ്ങനെയാണ് ഈ ബോഡീസ് കണ്ടെത്തുക എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഇതിന്റെ റെസ്ക്യൂവിൽ തന്നെ എന്തായാലും കണ്ടെത്തിയിട്ടേ പോകുന്നുള്ള പോളിസി ഉണ്ടാവില്ല? അങ്ങനെയല്ല. അതുകൊണ്ടാണ് ഈ അന്നപൂർണയില് 3 ആള് പോയാൽ അതിൽ 2 പേരെ അത് സബ്മിറ്റ് ചെയ്യുള്ളൂ. ഒരാൾ മരിക്കുന്നു, അങ്ങനെയാണ് അതിന്റെ റൈറ്റ്സ്. കാരണം കൂടുതൽ അവലാഞ്ച് പ്രോൺ ഏരിയ ആണ്. പിന്നെ എവറസ്റ്റിന്റെ അത്രയും കൊമേഴ്ഷ്യലിസ്റ്റ് അല്ലാത്തതുകൊണ്ട് അവിടെ നിന്നുള്ള റെസ്ക്യൂ ഓപ്പറേഷൻസ് ഒക്കെ വളരെ കുറവാണ്. പക്ഷെ ഏറ്റവും കൂടുതൽ മരിക്കുന്ന മൗണ്ട് എവറസ്റ്റിൽ തന്നെയല്ലേ ആൾക്കാര്? അല്ല, വേറെ ഒരുപാട് മൗണ്ടൻസ് ഉണ്ട്. കാരണം മൗണ്ട് എവറസ്റ്റ് കൂടുതൽ ആൾക്കാർ പോകുന്നുണ്ട്, ഒരുപാട് ക്ലൈംബേഴ്സ് കൂടുതലാണ്. അവിടുത്തെ ഡെത്ത് റേറ്റും മറ്റേനെ കമ്പയർ ചെയ്യുമ്പോൾ കുറവാണ്. കാരണം അവിടുന്ന് രക്ഷപ്പെടുത്താനുള്ള സംവിധാനങ്ങൾ കൂടുതലാണ്. ഇത്രയും ആൾക്കാർ പോവല്ലേ, ആരെങ്കിലും ഒക്കെ മരിക്കാൻ കിടക്കുന്ന ആൾക്കാരെ രക്ഷപ്പെടുത്താൻ വരും. മറ്റേ മൗണ്ടനിൽ വളരെ കുറച്ച് ടീമുകളെ പോകത്തുള്ളൂ. അതുകൊണ്ട് കമ്പയർ ചെയ്യുമ്പോൾ റേറ്റ് ഭയങ്കര കൂടുതലായിരിക്കും, ഡെത്ത് റേറ്റ്. അപ്പൊ അങ്ങനെ അവലാഞ്ച് വന്നു കഴിഞ്ഞാൽ രക്ഷപ്പെടാൻ നമുക്ക് കുറച്ച് എക്യുപ്മെന്റ്സ് ഒക്കെ ഉണ്ട്. പക്ഷെ അതുമായിട്ടൊന്നും ആയിരിക്കത്തില്ല നമ്മൾ അവലാഞ്ചുള്ള സ്ഥലത്ത് പോകുന്നത്, മനസ്സിലായില്ലേ? ഈ അവലാഞ്ചി പെട്ടവരെ രക്ഷപ്പെടുത്താൻ പോകുന്നവർ വീണ്ടും അവലാഞ്ചി പെടാറുണ്ട്. അവര് ഈ റെസ്ക്യൂവേഴ്സ് ഏതെങ്കിലും എക്യുപ്മെന്റ്സുമായിട്ട് പോകും, വീണ്ടും അവലാഞ്ചി വന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്. ഇതില് ഇപ്പൊ നേരത്തെ അങ്ങനെ പറഞ്ഞല്ലോ, നമ്മള് ഒരു ടീം ലീഡ് നേരെ മുമ്പിൽ പോകും, എന്നിട്ട് റോപ്പിടും, ബാക്കിയുള്ളവർ കയറും. ഇത് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടിയല്ല, ഇതൊരു ടീം സ്പോർട്ട് തന്നെയാണ് ഈ മൗണ്ടനിയറിംഗ് എന്ന് പറയുന്നത്. മൗണ്ടനിയറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടീം സ്പോർട്ട് തന്നെയാണ്. പക്ഷെ ഒറ്റയ്ക്ക് പോകാൻ പറ്റത്തില്ലോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോവാം. കാരണം അത് ഭയങ്കര ഡേഞ്ചറാണ്. അതിസാഹസികന്മാര് മാത്രമേ അങ്ങനെ ചെയ്യാറുള്ളൂ. ലൈസൻസിങ്ങിന്റെ പ്രശ്നമല്ല, ഇന്ത്യയിലെ കാര്യമല്ല പറയുന്നത്. ഇന്ത്യയിൽ നമുക്ക് IMF ആണ് നമുക്ക് ലൈസൻസ് തരേണ്ടത്, ഇന്ത്യൻ മൗണ്ടനിയറിംഗ് ഫൗണ്ടേഷൻ ആണ് തരേണ്ടത്. പക്ഷെ അവര് ടീമായിട്ടാണ് തരത്തുള്ളൂ. കൂടെ AMC BMC ഒക്കെ പഠിച്ച ആൾക്കാർ വേണമെന്നുള്ള നിബന്ധനയുണ്ട്. വിദേശ രാജ്യത്തെ ആൾക്കാർ വിദേശ മൗണ്ടനിൽ പോകുമ്പോൾ അവർക്ക് ഏത് ലെവലിലും അഡ്വഞ്ചറസ് ആവും. അവർ ഒറ്റയ്ക്ക് പോയിട്ട് ലീഡ് ക്ലൈംബ് ചെയ്ത് വരുന്നവരൊക്കെ ഉണ്ട്. പക്ഷെ അത് വളരെ റെയറാണ്. അത് മൗണ്ടനിയറിംഗ് പറയാൻ പറ്റത്തില്ല. ശരിക്കും മൗണ്ടനിയറിംഗ് എന്ന് പറയുന്നത് ടീം ഗെയിമാണ്, ടീം സ്പോർട്ടാണ്. ടീമിൽ എല്ലാവരെയും കെയർ ചെയ്യുക, ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടായിരിക്കണം, ലീഡർ ഉണ്ടായിരിക്കണം, ആ ടീമിന് കൃത്യമായ സമയത്ത് ഡിസിഷൻസ് എടുക്കാൻ പറ്റണം. അതൊക്കെയാണ് മൗണ്ടനിയറിംഗിന്റെ. പിന്നെ ഈ ഫിസിക്കലായിട്ടുള്ള ഫിറ്റ്നസിനേക്കാളും ഉപരി മെന്റൽ ഫിറ്റ്നസ് വേണം. മെന്റലായിട്ടാണ് നമ്മൾ ശരിക്കും തീരുമാനങ്ങൾ എടുക്കുന്നത്. കാരണം ഹൈ ആൾട്ടിറ്റ്യൂഡ് ഇടുമ്പോൾ ഓക്സിജൻ കുറവാണ്. ഓക്സിജൻ കുറവ് മൂലം നമ്മുടെ ഡിസിഷൻ മേക്കിംഗ് കപ്പാസിറ്റി കുറയും, മനസ്സിലായോ? അപ്പം അവിടെയാണ് നമ്മളെ തിരിച്ചറിയേണ്ടത്. ഇപ്പോൾ നമ്മൾ 3 പേരും പോകാന്ന് വെച്ചോ, നമ്മൾ ജോലിയായിട്ടായിരിക്കും പോകുന്നത്. അവിടെ ചെല്ലുമ്പോൾ നമ്മുടെ ഡിസിഷൻ മേക്കിംഗ് തെറ്റുമ്പോൾ നമ്മൾ വഴക്കുണ്ടാവും. ഡിസിഷൻ നിങ്ങൾ പറയും മുകളിലേക്ക് പോകുന്നു, ഞാൻ പറയും താഴേക്ക് പോകുന്നു പറയും. അങ്ങനെ പ്രശ്നങ്ങളുണ്ടാവും. സാധാരണ പറയും ഒരാളെ മനസ്സിലാക്കാൻ ഏറ്റവും നല്ലൊരു യാത്ര പോവാ, കൂടെ പോവാന്നുള്ളതാണ്. യാത്ര പോകുന്ന പോലെ അല്ല ഇത്. നമ്മുടെ ഓക്സിജൻ വേറൊരു പീക്ക് ലെവലാണ്. ഓക്സിജൻ ആണ് ബേസിക്കലി പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പൊ ഇതില് ഈ നമ്മൾ ഇതിന്റെ ഒരു പോയിന്റ് കഴിഞ്ഞ് കഴിഞ്ഞാല് നമ്മൾ പല ഇതിൽ പോയ ആൾക്കാർ ടെസ്റ്റിമോണിയൽസ് ആയിട്ട് പറയണില്ലേ, ഈ പലതിനെയും കണ്ടു, പല വലിയ ഭീകരരൂപങ്ങളെ കണ്ടു, ഹാലൂസിനേഷൻസ് വന്നു. അപ്പൊ ഇതൊക്കെ ഈ ഒരു ഇതിന്റെ പാർട്ടായിട്ട് വന്ന ഈ ഡിസിഷൻ മേക്കിങ്ങിന് ഉണ്ടാവുന്ന പ്രയാസങ്ങളാണോ അതിന്റെ പാർട്ടായിട്ട് വരുന്നതാണോ? നമ്മുടെ ഒരു ഫിസിക്കലി നമ്മൾ ഡ്രെയിൻ ആയി കഴിയുമ്പോൾ, മെന്റലി നമ്മൾ വളരെ എന്താ പറയാ ഡ്രെയിൻ ആയി കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഇതെല്ലാം സെറ്റ് ആണെങ്കിൽ നിങ്ങൾ മേളിൽ പോകുമ്പോൾ ഓക്സിജന്റെ കുറവ് മൂലം നിങ്ങളുടെ ബോഡി കുറച്ച് മാറ്റങ്ങളൊക്കെ വരും. ഞാൻ പറഞ്ഞ പോലെ ബ്രെയിനിന് നമ്മൾ കൃത്യമായ രീതിയിൽ ഓക്സിജൻ ഫുഡ് കിട്ടുന്നില്ലല്ലോ, അയാൾ എന്തെങ്കിലുമൊക്കെ കാണിക്കും, അയാൾക്ക് ഭ്രാന്താവുന്ന ഒരു അവസ്ഥ വരും ബ്രെയിനിന്. അപ്പം ബേസിക്കലി നമ്മൾ ശരിക്കും ഒരു മനുഷ്യനെ കാണുന്നത് എങ്ങനെയാ? നിങ്ങളുടെ ദേഹത്ത് പ്രകാശം വീണിട്ട് എൻ്റെ കണ്ണിനകത്ത് ആ പ്രകാശം വന്നിട്ട് അത് ഡിജിറ്റലായിട്ട് തലച്ചോറിൽ പോയിട്ട് അത് ഒരു പല രൂപങ്ങളുമായിട്ട് കമ്പയർ ചെയ്തിട്ടാണല്ലോ ഞാൻ നിങ്ങളെ കാണുന്നത്. അപ്പം ഇങ്ങനെ ഒരു അവസ്ഥ വരുമ്പോൾ ഓക്സിജന്റെ കുറവ് മൂലം, അല്ലാതെ നമ്മളൊരു പർട്ടിക്കുലർ സ്റ്റേജിൽ നമ്മൾ എത്തിക്കഴിയുമ്പോൾ, നമ്മൾ മെഡിറ്റേറ്റീവ് സ്റ്റേജിൽ എത്തിക്കഴിയുമ്പോൾ നമ്മുടെ ഈ പുറത്തുനിന്നുള്ള കാഴ്ച ബ്രെയിൻ അങ്ങ് കട്ട് ചെയ്യും. ഇയാൾ എന്ത് ചെയ്യും? ഇയാൾ ഇതിനകത്ത് തന്നെ ഒരു ലോകം അങ്ങ് സൃഷ്ടിക്കും. നമ്മൾ സ്വപ്ന ലോകത്ത് നമ്മൾ റിയലായിട്ട് കാണും,
മനസ്സിലാകുന്നത്. ഏതാണ് ശരി ഏതാ തെറ്റൊന്നും മനസ്സിലാവില്ല. ശരിയും തെറ്റും ജീവിതത്തിൽ ഇല്ലല്ലോ. അപ്പൊ ഇതിനകത്ത് നമുക്ക് പുറത്തുനിന്ന് കാണും. ഇപ്പം ഡയറക്റ്റായിട്ട് ഞാൻ നിങ്ങളെ കാണുന്നതിന് പകരം ഞാൻ സ്വപ്നത്തിലായിരിക്കും നിങ്ങളെ കാണുന്നത്. അപ്പം പക്ഷെ ഞാൻ റിയലായിട്ട് നിങ്ങളെ കാണും, നിങ്ങളെ റിയലായിട്ട് ഞാൻ ഫീൽ ചെയ്യും. അങ്ങനെ അവസ്ഥകൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. സമ്മിറ്റ് എവറസ്റ്റ് പോയ സമയത്ത് അപ്പൊ നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയായിരിക്കും, പക്ഷെ നമ്മൾ കണ്ണടച്ചായിരിക്കും ചിലപ്പോൾ നടക്കുന്നത്. നമ്മൾക്ക് പക്ഷെ ഫ്രണ്ടിലെ സാധനങ്ങളൊക്കെ കാണാൻ പറ്റുന്നത് നമുക്ക് കാണാൻ പറ്റുന്നില്ല ബേസിക്കലി. പക്ഷെ അതിങ്ങനെ മറ്റേ CCTV ഓടുന്നത് പോലെ, റെക്കോർഡിങ് ഓടുന്നത് പോലെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. കൊക്കയിൽ പോയി വീഴുമ്പോഴായിരിക്കും ചിലപ്പോൾ നമ്മൾ മനസ്സിലാവുന്നത് കൊക്കയിൽ വീണു. അതായത് നമ്മളെ കൂടെയുള്ള ആൾക്ക് നോട്ടീസ് ചെയ്യും. അതായത് പലർക്കും അറിയാൻ പറ്റും. ഷെർപ്പന്മാർ കണ്ടുപിടിക്കും. ഷെർപ്പന്മാർ വന്നിട്ട് നമ്മുടെ അടുത്ത് ചോദിക്കും ഇതെത്ര എന്നൊക്കെ ചോദിക്കും. ഡിസിഷൻ അറിയാൻ പറ്റും. ചിലർക്ക് പറയാൻ പറ്റത്തില്ല. അപ്പോഴാണ് ചിലപ്പോൾ നമ്മൾ ഉണരുന്നത്. രാത്രി കാറൊക്കെ ഓടിച്ചു പോകുമ്പോൾ നമ്മൾ കണ്ണടച്ചിങ്ങനെ ഓടിച്ചു പോകുന്ന അവസ്ഥ ഉണ്ടാകാറുണ്ടല്ലോ. നിങ്ങൾക്ക് അങ്ങനെ എന്ത് അനുഭവം ഉണ്ടായത്? ഞാനിങ്ങനെ 8000 മീറ്റർ പോയ സമയത്ത് ഓക്സിജൻ കുറഞ്ഞ് എനിക്ക് അവസാനം 15 മിനിറ്റ്സ് ഓക്സിജൻ ഇല്ലാതെ മരിക്കാൻ കിടന്നൊരവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതും കഴിഞ്ഞ് വീണ്ടും ഞാൻ മുകളിലേക്ക് പോകാൻ നൈറ്റിൽ തന്നെ. അപ്പം എൻ്റെ ബോഡി ഭയങ്കരമായിട്ടും സ്ട്രഗിൾ ചെയ്തു ഓക്സിജൻ ഇല്ലാതെ. ആ സമയത്ത് ഇങ്ങനെ അവതാറിലെ പക്ഷികളെ പോലത്തെ പക്ഷികൾ, അവതാർ റിലീസായ സമയം ആ പക്ഷികൾ ഇങ്ങനെ താഴ്വരയിൽ കൂടെ പറന്നു പോകുന്നു. നമ്മൾ ആ ഹൈറ്റിൽ നിൽക്കുമ്പോ 8000 മീറ്റർ ഡെഡ് സോണിലെത്തി. നിൽക്കുമ്പോൾ താഴെ ഒരു നല്ല വലിയ ഒരു 2000 മീറ്റർ ഡീപ്പാണ്. കാണാൻ പറ്റും, താഴെ മൊത്തം കാണാൻ പറ്റും. നമുക്ക് റിയൽ ആയിട്ട് കാണുക ചെയ്യുന്നത്. അതാണ് അതിന്റെ പ്രത്യേകത. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാവണം. നമ്മളത് സ്വപ്നം കാണുവാന്ന് നമുക്ക് തോന്നത്തില്ല. നമ്മളത് ഫീൽ ചെയ്യും, അതിന്റെ കരച്ചിൽ കേൾക്കും. അത് നമ്മളുടെ ബോഡിയിലെ മൈൻഡിലേക്ക് നമ്മളങ്ങ് സ്വീകരിക്കുക, റിയൽ ആയിട്ട് കണ്ടു എന്നുള്ളത്. മനസ്സിലായില്ലേ? താഴെ ഇറങ്ങി വന്നപ്പോഴാണ് പറഞ്ഞത് അങ്ങനത്തെ പക്ഷികളൊന്നും അവിടെ ഇല്ല, ജീവികളെ ഇല്ല അവിടെ. നമ്മൾ അതുവരെ അത് റിയലാണ് നമ്മൾ വിചാരിക്കും. അതാണ് മനുഷ്യന്റെ ടെക്നിക്ക്. മനുഷ്യന്റെ എല്ലാം ഈ ഒരു സമയത്ത് ഉണ്ടാകുന്നത്. അപ്പം ഞാൻ ഇതുമായിട്ട് കണക്ട് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മെഡിറ്റേഷന്റെ ഒക്കെ ഡീപ്പ് സ്റ്റേറ്റിൽ പോകുമ്പോൾ ഉണ്ടല്ലോ, നമ്മൾ ഇവർ കണ്ണടച്ചിരിക്കുകയാണല്ലോ. നമുക്ക് കണ്ണടച്ചിരിക്കുമ്പോൾ നമുക്ക് എല്ലാ ലോകങ്ങളും നമുക്ക് കാണാൻ പറ്റും. മനസ്സിലായില്ലേ? അപ്പം അങ്ങനെ ഈ നമ്മൾ ദൈവം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിനകത്ത് രൂപങ്ങളാണല്ലോ നമ്മുടെ ലോകത്തുള്ള ഏത് ജാതിയായാലും മതമാണെങ്കിലും. അപ്പോൾ അതിനകത്ത് നമ്മളൊരു ദൈവത്തിൻ്റെ ഒരു പർട്ടിക്കുലർ രൂപം നമ്മൾ മനസ്സിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ദൈവം നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടും. എന്നിട്ട് നിങ്ങളെ കെട്ടിപ്പിടിക്കും, നിങ്ങൾക്ക് ഉമ്മ തരും, നിങ്ങളെ അനുഗ്രഹിക്കും. ഏത് തരത്തിലാണോ നിങ്ങളെ ദൈവം നിങ്ങളെ ട്രീറ്റ് ചെയ്യണം നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ രൂപത്തിൽ തന്നെ വരും. കാരണം പിന്നെ നിങ്ങളെ ഉള്ളിൽ പ്രോസസ്സ് ചെയ്യുന്ന ആരാ? നിങ്ങളുടെ ഒരു സബ് കോൺഷ്യസ് മൈൻഡാണ് പ്രോസസ്സ് ചെയ്യുന്നത്. അതിന് നിങ്ങൾക്ക് ഏത് ലെവലിൽ വരെ വേണമെങ്കിലും കൊണ്ടുപോകാം. മനസ്സിലായില്ലേ? അങ്ങനെ യതി എന്നൊക്കെ പറഞ്ഞ കൺസെപ്റ്റ് പറയുന്നുണ്ട്. അപ്പൊ യതിയൊക്കെ കണ്ട് എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അപ്പൊ യതി എന്നൊരു ഭീകര സത്വം, ഭീകര രൂപം ഉണ്ടെന്നുള്ള കാര്യം പറഞ്ഞങ്ങ് മനസ്സിലാക്കിപ്പിച്ചിരിക്കുക നമ്മളെ. അപ്പൊ നമ്മൾ എന്തായാലും കാണും. നമ്മൾ മനസ്സിൽ യതിക്ക് രൂപം നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇതുപോലുള്ളൊരു സ്റ്റേജില്, നമ്മൾ ഇതുപോലുള്ളൊരു എന്താ പറയുക സ്ട്രെസ്ഫുൾ ഓക്സിജൻ ഇല്ലാത്തൊരു സ്റ്റേജിൽ പോകുമ്പോൾ നമ്മുടെ ആ യതിയുടെ ഒരു പേടിയും കൂടെ വരികയാണെങ്കിൽ യതി ഉറപ്പായിട്ട് മുന്നിൽ വരും. യതി വരും. നിങ്ങളെ ചില മനുഷ്യനായിരിക്കും വരുന്നത്, നമുക്ക് യതിയായിട്ടായിരിക്കും തോന്നുന്നതല്ല, റിയൽ യതി വന്ന് നിങ്ങളെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് പോകും. അപ്പൊ അങ്ങനെ തന്നെ ആയിരിക്കും ഈ ദൈവങ്ങൾ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നതെന്ന് ഞാൻ വിചാരിക്കുക. അപ്പം നമ്മളിപ്പോൾ ദൈവത്തിന്റെ പല രൂപങ്ങളെന്ന് പറയത്തില്ലേ, ആ രൂപം നിങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് അനുഗ്രഹിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അത്രത്തോളം ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ട്. സബ് കോൺഷ്യസ് മൈൻഡ് അത് കാണാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. ചിലപ്പോൾ ഞാൻ സ്വപ്നത്തിൽ കാണുന്ന ഏതെങ്കിലും മൗണ്ടൻ ക്ലൈംബ് ചെയ്യുന്നതായിരിക്കും. എന്റെ മനസ്സിലതാ കിടക്കുന്നത്. ഇത് ഉറക്കത്തിലല്ല നമ്മൾ ചെയ്യുന്നത്, ഉണർന്നിരിക്കുമ്പോഴാണ് ചെയ്യുന്നത്. മനസ്സിലാവും. കണ്ണ് തുറന്ന് നമ്മൾ ആക്ടിവിറ്റി ചെയ്യുന്നതിനിടയ്ക്ക് നമ്മൾ കാണുന്നത് എല്ലാം ഈ ഓക്സിജന്റെ കുറവുമായിട്ട് ബന്ധപ്പെട്ട്. ഈ ഒരു സെൻസിൽ പറഞ്ഞാൽ നമുക്ക് ഫിസിക്കൽ സ്ട്രെങ്ത് ആണ് മൗണ്ടനിയറിംഗിന്റെ ബേസ്. പക്ഷെ ഈ ഒരു സെൻസിൽ നമ്മൾ ആലോചിക്കുമ്പോൾ ഫിസിക്കൽ സ്ട്രെങ്ത്തിന്റെ ഒപ്പം അതിനേക്കാൾ ചിലപ്പോൾ നമുക്ക് മെന്റൽ കപ്പാസിറ്റി അത്രയും ഫിസിക്കൽ സ്ട്രെങ്ത് ഉണ്ടെങ്കിൽ നമുക്കൊരു 30% ആവത്തുള്ളൂ. ബാക്കി ഒരു 60% അല്ലെങ്കിൽ ഒരു 50% മെന്റൽ സ്ട്രെങ്ത് അല്ല, മെന്റൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു സിറ്റുവേഷനെ കൈകാര്യം ചെയ്യാൻ പറ്റുന്നതെന്നുള്ളൊരു സ്റ്റെബിലിറ്റി. മനസ്സിലായില്ലേ? ബാക്കിയുള്ള പെർസെൻറ്റേജ് ലക്കാണ്. നമുക്ക് ലൈഫിലും ലക്കുണ്ടല്ലോ, അതുകൊണ്ടേ നമുക്ക് കയറാൻ പറ്റത്തുള്ളൂ. നമ്മൾ എത്ര കപ്പാസിറ്റി, എത്ര മെന്റൽ ഫിസിക്കൽ സ്ട്രെങ്ത് ഉള്ള ആളാന്ന് പറഞ്ഞാൽ പിന്നെ അവലാഞ്ച് വന്നാൽ പിന്നെ നമ്മൾ തിരിഞ്ഞു നോക്കണ്ടല്ലോ. അവലാഞ്ച് വരുന്നതിന്റെ അല്ല, നമ്മൾ ഇത്ര എഫേർട്ട് എടുത്ത് പോകുന്നത് എന്തിനാ? ഇതിന്റെ മുകളിൽ എത്താൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. സമ്മിറ്റിൽ എത്താൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ശ്രമിക്കുന്നത്. അപ്പൊ പോകുമ്പോൾ നമുക്കിത് സമ്മിറ്റ് എത്തിയില്ലേ നമുക്ക് തിരിച്ചു വരുമ്പോൾ ഭയങ്കരമായിട്ട് നിരാശ ഉണ്ടാവും, എല്ലാവർക്കും ഉണ്ടാവും. അപ്പോൾ ഇതിനെ ഒരുപാട് ഘടകങ്ങൾ ബാധിക്കും. കാരണം കാലാവസ്ഥ, നിങ്ങളുടെ ഹെൽത്തിന്റെ പ്രശ്നങ്ങൾ, ആ സീസണിലുള്ള ഡിസാസ്റ്റേഴ്സിന്റെ പലതരത്തിലുള്ള ഡിസാസ്റ്ററുകൾ മെയിനായിട്ടും ബാധിക്കുന്നത് ഈ കാലാവസ്ഥ തന്നെയാണ്. നിങ്ങളൊരു 10 days അല്ലെ 5 days ഗ്യാപ്പിലായിരിക്കും ഇത് ക്ലൈംബ് ചെയ്യാൻ തീരുമാനിക്കുന്നത്. ആ 5 days ചിലപ്പോൾ ബാഡ് വെതർ ആയിരിക്കും.
പിന്നെ നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്തില്ല, നിങ്ങൾ താഴെ ഇറങ്ങും. ഒരുപാട് നാൾ നിങ്ങൾക്ക് മൗണ്ടൻ്റെ മുകളിൽ താമസിക്കാൻ പറ്റത്തില്ല. ലക്ക് എന്നൊരു ഫാക്ടറുണ്ട്. ഞാൻ എവറസ്റ്റ് 2022 പോയപ്പം 10 വർഷത്തിലെ ഏറ്റവും നല്ല വെതർ ആ സമയത്തായിരുന്നു. മുകളിലെത്തിയപ്പോൾ ഒരു വലിയ കാറ്റൊന്നുമില്ല, വളരെ നിശ്ചലമായി നിൽക്കുകയായിരുന്നു. പക്ഷെ അവിടെ തന്നെ 2023 എത്രയോ നാളത്തെ വേഴ്സ്റ്റ് ആയിട്ടുള്ള വെതറായിരുന്നു. ഞാൻ പോയില്ല, 2 പ്രാവശ്യം പോയി. 23 നെക്സ്റ്റ് ഇയർ ആൾക്കാർ പോയല്ലോ. അങ്ങനെ വന്ന് ഒരുപാട് ഫ്രോസ്റ്റ് ബൈറ്റുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായി. സെയിം സ്ഥലം തന്നെ. ആ ലക്കിന്റെ ഒക്കെ ഒരു ഫാക്ടർ വ്യത്യാസം വരും. ഒരു ഫിസിക്കൽ മെന്റൽ ലക്ക് എന്നുള്ള രീതിയിൽ വെതർ വിൻഡോ കിട്ടിക്കഴിഞ്ഞാൽ വെതർ വിൻഡോ കിട്ടണം. ആ സമയത്ത് ആ വെതർ വിൻഡോ കിട്ടുക എന്നുള്ളത് 20%. ആ സമയത്ത് നമ്മൾ ഫിസിക്കലി ഫിറ്റ് ആയിരിക്കണം. കാരണം 60 days ആണല്ലോ എവറസ്റ്റ് പോലെയുള്ള 8000 മീറ്റർ ക്ലൈംബ് ചെയ്യാൻ എടുക്കുന്നത്. 60 days എടുക്കും. ഇപ്പൊ K2 ആണെങ്കിലും അന്നപൂർണ്ണ ആണെങ്കിലും ധൗളാഗിരി ആണെങ്കിലും 50 to 60 days എടുക്കും നമ്മൾ അക്ലമറ്റൈസ് ചെയ്ത് കയറാൻ വേണ്ടിയിട്ട്. ആ 60 days നമ്മൾ ഫിറ്റ്നസ് 60 days നമ്മൾ തിരിച്ച് താഴെ ബേസ് ക്യാമ്പിൽ വരുന്നവരെ നമ്മൾ ഫിറ്റ് ആയിരിക്കണം. അതാണ് ഭയങ്കര ഡിഫിക്കൽട്ടി ആയിട്ടുള്ള പ്രശ്നം. നമുക്ക് ഭക്ഷണം ഇഷ്ടപ്പെടത്തില്ല, രുചി കാണത്തില്ല, നമുക്ക് AMS വരും. ചിലപ്പോൾ എന്തെങ്കിലും ഒരു ചെറിയ നിസ്സാരമായിട്ട് ഒരു രാത്രി നമ്മൾ തല മറയ്ക്കാതെ കിടന്നുറങ്ങുമ്പോഴായിരിക്കും നമുക്ക് അസുഖം വരുന്നത്. അത് ഒറ്റ ചെയ്താൽ മതി. തല മറച്ച് നമ്മൾ രാത്രി കിടന്നുറങ്ങുന്നത്. നല്ല വൂളൻ ക്യാപ്പ്, ആ ക്യാപ്പ് ഊരി പോവാ നമ്മൾ ഉറക്കത്തിൽ നിന്ന് വെച്ചു, അടുത്ത ദിവസം രാവിലെ തലവേദനയായിരിക്കും. തീർന്നു നിങ്ങളുടെ പരിപാടി. അപ്പോൾ ആ ഫിസിക്കൽ സ്ട്രെങ്ത് പോകുമ്പോൾ എന്ത് പറ്റും, നിങ്ങളുടെ മെന്റൽ സ്ട്രെങ്തും കുറയും. ഇപ്പൊ നിങ്ങൾക്ക് അങ്ങനെ നിങ്ങളെ മൗണ്ട് എവറസ്റ്റിൽ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായല്ലോ. നിങ്ങൾക്ക് ഈ HAP അല്ലേ നിങ്ങൾക്ക് വന്നത്, ഹീപ്പ് ന്യൂമോണിയ ബാധിച്ചിട്ട്. അപ്പൊ ആ സമയത്ത് പിന്നെ എങ്ങനെയാണ് ആ സ്ട്രെങ്ത് റീബിൽഡ് ചെയ്യാൻ കഴിഞ്ഞത്, തിരിച്ച് കയറാൻ കഴിഞ്ഞ ഒരു? അത് വലിയൊരു സ്റ്റോറിയാണ്. കാരണം വെച്ചാൽ ഞാൻ ഏകദേശം ഒരു 50 to 60 lakhs rupees ഒക്കെ കടമെടുത്തിട്ടാണ് പോകുന്നത്. 50 lakhs എടുത്തിട്ടാണ് പോകുന്നത്. അത് പല രീതിയിലാണ് സ്വരൂപിച്ചെടുത്ത്, കൂട്ടുകാരുടെ നിന്നും ലോണൊക്കെ എടുത്തിട്ടാണ് പോകുന്നത്. മാത്രമല്ല 2022 ഇന്ത്യയിലെ 75th year ഓഫ് ഇന്ത്യസ് ഇൻഡിപെൻഡൻസ് ആണ്. അതിന് ആസാദി കാ അമൃത് മഹോത്സവം എന്ന് പറഞ്ഞായിരുന്നല്ലോ ഇവിടെ ആഘോഷിച്ചത്. അതിന് ലോകത്തിലെ ഏറ്റവും വലിയ ദേശീയ പതാക, ഇതുവരെ എവറസ്റ്റിന്റെ മുകളിൽ കൊണ്ടുപോയിട്ടുള്ള ഏറ്റവും വലിയ പതാക, ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയിൽ എത്തിക്കണമെന്നുള്ളൊരു പ്രൊജക്റ്റാണ് ഞാൻ ഏറ്റെടുത്തത്. ആരും പറയുന്ന പ്രൊജക്റ്റ്, നമ്മൾ തന്നെ ലൈഫിൽ ലക്ഷ്യങ്ങൾ വെക്കുകയാണല്ലോ. ആരും പറഞ്ഞിട്ടില്ലല്ലോ നിങ്ങൾ പറഞ്ഞ് പഠിക്കാൻ പറ്റും. നമ്മൾ തന്നെ അതുപോലെ സാർ എന്തെങ്കിലും ചെയ്യട്ടെ ലൈഫിൽ. ടീമായിട്ടാണോ ഒറ്റക്കെടുക്കുന്ന ഡിസിഷൻ ആണോ? ഒറ്റക്കെടുക്കുന്ന ഡിസിഷൻ തന്നെയാണ്. പിന്നെ നമുക്കൊരു ഗ്രൂപ്പ് ഉണ്ട്, ഇതുപോലെ സെക്രട്ടേറിയറ്റിലേക്ക് നമ്മൾ ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. അവരെല്ലാം കൂടെ ഇരുന്ന് സംസാരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഉയർന്നു വരും. ലൈഫിൽ മുന്നോട്ട് പോകണമെങ്കിൽ നമുക്ക് പുതിയ പുതിയ ലക്ഷ്യങ്ങൾ വേണം, ഈസി ആയിട്ടുള്ള ലക്ഷ്യങ്ങൾ വേണം. നിങ്ങളിപ്പോ സംസാരിക്കുമ്പോൾ തന്നെ മരണത്തെ നേരിൽ കണ്ടു, അതേപോലെ ഫ്രോസ്റ്റ് ബൈറ്റ്, ഇതൊക്കെ പറയുമ്പോൾ ഇതിനൊരു അഡ്രിനാലിൻ റഷ് വരണല്ലോ സ്വാഭാവികമായിട്ട് കയറണമെങ്കിൽ. അഡ്രിനാലിൻ റഷ് മാത്രം പോരാ, അത് ചിലപ്പോൾ ആ റഷിന്റെ ഒരു കംപ്ലീഷൻ ചിലപ്പോൾ തീർന്നു പോകും. ഇത് നമുക്ക് വേണ്ടത് ഒരു കോൺസ്റ്റന്റ് ആയിട്ടൊരു ലക്ഷ്യമാണ് വേണ്ടത്. ആ ലക്ഷ്യം വളരെ സ്ട്രോങ് ആയിരിക്കണം. അങ്ങനെ ലക്ഷ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പുതിയ 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 കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാനും പറ്റും. അത് നിൽക്കാത്ത ലക്ഷ്യമായിരിക്കണം. മീൻസ് ഇതിന് അവസാനം ഇൻഫിനിറ്റ് ആയിട്ടുള്ള ലക്ഷ്യമായിരിക്കണം. ആ ഇൻഫിനിറ്റിയിലാണ് ഇതിനകത്ത് കളി മുഴുവൻ ഇരിക്കുന്നത്. സമ്മിറ്റ് അല്ല, ഒരു സമ്മിറ്റും അല്ല. നിങ്ങൾക്ക് അതിലും മേളിലുള്ള ലക്ഷ്യം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളൊരു എവറസ്റ്റ് ക്ലൈംബ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ ലക്ഷ്യം തീരും, നിങ്ങളുടെ പരിപാടി കഴിഞ്ഞു. വീണ്ടും നിങ്ങൾ സെക്രട്ടേറിയറ്റിലെ സാധാ ഉദ്യോഗസ്ഥനായിട്ട് പോയിരിക്കും. എവറസ്റ്റ് ക്ലൈംബ് ചെയ്ത സെക്രട്ടേറിയറ്റിലെ ഉദ്യോഗസ്ഥൻ അല്ലേ, മതി. എനിക്ക് ലൈഫ് മുഴുവൻ പാടി പോയിട്ട് കിടക്കാതെ മതി. പക്ഷെ അതല്ല, എനിക്ക് അതിന്റെ മേളിൽ ലക്ഷ്യങ്ങളുണ്ട്. അത് ലോകം കീഴടക്കുക എന്നുള്ളതൊന്നും അല്ല. പക്ഷെ അങ്ങനെയുള്ളൊരു ഫയർ നമ്മുടെ മനസ്സിലുള്ളത് കൊണ്ടാണ് നമുക്ക് ഇതുപോലെയുള്ള അഡ്വഞ്ചറുകൾ ചെയ്യാൻ പറ്റുന്നത്. അത് അഡ്രിനാലിൻ മാത്രമല്ല. അത് അഡ്രിനാലിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും മിസ്കൺസെപ്ഷൻ ഉണ്ടാകും, പല തെറ്റിദ്ധാരണ ഉണ്ടാകുന്ന കാര്യമാണ്. അത് ചിലർക്ക് എന്തെങ്കിലും ഒന്ന് നേടിയെടുക്കുന്നവരോടായിരിക്കും. ചിലപ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് സാധനം നേടിയെടുക്കുന്നതായിരിക്കും. അത് ചെറിയ കാലത്തേക്ക് കാണത്തും. അത് പലതിനെയും നമ്മുടെ ഇപ്പോഴത്തെ ഹെൽത്തിനെ കമ്പയർ ചെയ്തായിരിക്കും, ചിലപ്പോൾ അല്ലെങ്കിൽ മെന്റൽ ഹെൽത്തിനെ ആയിരിക്കും. ഇതൊക്കെ ഡീറ്റീരിയേറ്റ് ചെയ്യുന്ന ഒരു സമയത്ത് പിന്നെ നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. ലൈഫിൽ വേണ്ടത് മരണം വരെ ഗോളുകളാണ് വേണ്ടത്, മരണം വരെ ലക്ഷ്യങ്ങൾ വേണം. ഇല്ലെങ്കിൽ നമുക്കൊരു അർത്ഥമില്ലാതായി പോകും. നമ്മളെ യൂത്തിന്റെ ഇടയിലുള്ള ഒരു സംഗതി അതാണ്. അതായത് ഈ ഒരു സമ്മിറ്റ് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ് അൾട്ടിമേറ്റ്ലി. പല ജോലികൾക്കിടയിൽ, പല പരിപാടികൾക്കിടയിൽ ഒരു 5 ദിവസം ബ്രേക്ക് എടുത്തിട്ട് ഇന്നൊരു പാസ് കംപ്ലീറ്റ് ചെയ്യുക, ഇന്നൊരു സമ്മിറ്റ് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ള ഒരു ട്രെൻഡിലേക്ക് ഇത് കംപ്ലീറ്റ് പോകുന്നുണ്ട്. അത് നല്ലതാണ്. കാരണം അങ്ങനെ ചെറിയ ചെറിയ ലക്ഷ്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യുമ്പോഴാണ് നമുക്കൊരു വലിയ ലക്ഷ്യം നമ്മുടെ മുന്നിൽ തുറന്നു വരുന്നത്. ആദ്യമേ നമുക്ക് ഒരു വലിയ സംവിധാനം നമ്മുടെ മുന്നിൽ തുറന്നു വരത്തില്ല. സക്കർബർഗും പറഞ്ഞിട്ടുണ്ട്, ഫേസ്ബുക്ക് അയാൾ ഉണ്ടാക്കിയത് അയാളുടെ കോളേജിലേക്ക് വേണ്ടിയുള്ള ഒരു ചെറിയ സംവിധാനമായിട്ടാണ് ഉണ്ടാക്കിയത്. പക്ഷെ അത് അൾട്ടിമേറ്റ്ലി വളർന്ന് ലോകം മുഴുവൻ പന്തലിച്ചു. അപ്പൊ അന്ന് പുള്ളിക്കാരൻ ഒരിക്കലും വിചാരിച്ചില്ല ഇത്രയും വലുതാവുന്നു. അതിന് ചെറിയ ചെറിയ സാധനങ്ങൾ ഉണ്ടാക്കണം. അപ്പൊ പിള്ളേർ, നമ്മുടെ കുട്ടികൾ, ഈ പറയുന്ന പുതിയ തലമുറ അല്ലെങ്കിൽ പഴയ ആൾക്കാർ ഇപ്പൊ കൂടിയിട്ടുണ്ട്. ഇത് തന്നെ ചെയ്തു തുടങ്ങും. ഇങ്ങനെ തന്നെയാണ് പോകേണ്ടത്. ആദ്യം വേറൊരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ പറയുമെങ്കിലും നിങ്ങളെല്ലാം പഠിച്ചിട്ട് പോകണമെന്നൊക്കെ പറയുമെങ്കിലും എല്ലാം പഠിച്ചിട്ട് പോകുന്നവർ ചിലപ്പോൾ അത് ചെയ്യത്തില്ല.
കാരണം ഇതിനെക്കുറിച്ച് എല്ലാ പ്രശ്നങ്ങളും മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഡേഞ്ചറുകളെ കുറിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ മുന്നോട്ട് പോകാൻ പറ്റും. നെഗറ്റീവ് എനർജി കൂടുതലാണ്. കൂടും. കാരണം നമ്മള് പോകുമ്പോ ഇന്ന സമയത്ത് ഇന്നാള് മരിച്ചിട്ടുണ്ടായിരുന്നു, അല്ല ഇന്ന തൊണ്ടയ്ക്ക് വേദന വന്നു കഴിഞ്ഞാൽ അത് ഇന്നതിലേക്ക് പോകും, ഗൂഗിള് പറയും അത് തീർന്നു പറയും. നമ്മൾ ഇതിനെക്കുറിച്ച് വലിയ അവെയർ അല്ലെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ പേടിയില്ലാതെ ക്ലൈം ചെയ്യാൻ പറ്റും. ഈ പറയുന്ന നമ്മുടെ യൂത്തിന് ആ ഒരു എനർജി ഉണ്ടല്ലോ, ഒന്ന് വീണാലും തിരിച്ച് റീബൗണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഇത് പ്രായമാണല്ലോ നമ്മുടെ ഒരു യൂത്ത് ഏജ് എന്ന് പറയുന്നത്. ആ സമയത്ത് കുറച്ച് ഇതാണ് അഡ്വഞ്ചർ, അറിയാത്ത കാര്യങ്ങൾ ചെയ്യാന്നാണ്. പക്ഷെ അവിടെ പോകുമ്പോൾ പലയിടത്തും കുടുങ്ങും നമ്മള്. അതിന്റെ ബേസിക്കായുള്ള കാര്യങ്ങൾ മനസ്സിലാവണം, എങ്ങനെ രക്ഷപ്പെട്ട് വരണം. ഒരു പൂച്ചക്കുട്ടിയെ നമ്മളിപ്പം വീട്ടിൽ നിന്ന് കൊണ്ട് കളയുകയാണെങ്കിൽ അവൻ എങ്ങനെയും തിരിച്ച് വീട് കണ്ടുപിടിച്ച് വരും. ആ ബേസിക് ബുദ്ധി നമ്മുടെ ഉണ്ടായിരിക്കണം. അതില്ലാത്തതിന്റെ അവസ്ഥ പരിതാപകരം തന്നെ. ഇപ്പൊ ഈ എക്സ്പെഡീഷന്റെ ഇടയിൽ ഇപ്പൊ സ്വാഭാവികമായിട്ടും ഇപ്പൊ നമ്മൾ കേൾക്കുമ്പോൾ ഇങ്ങനത്തെ ദുരന്തകഥകൾ ഒരുപാട്, ഇപ്പൊ ഇതൊരു ടൈംലി പ്രോസസ്സാണ്. ഇപ്പൊ പറഞ്ഞ 60 ഡേയ്സുള്ള ഒരു വലിയൊരു പ്രോസസ്സാണല്ലോ. അപ്പൊ ഇതിന്റെ ഇടയിൽ സ്വാഭാവികമായിട്ടും അവിടെ എങ്ങനെ സംഭവിച്ചു, ഇവിടെ എങ്ങനെ വന്നു, ഇത് കേൾക്കുമ്പോൾ നമ്മൾ അങ്ങനെ ഒരു സ്പേസിൽ നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് പേടി വരാൻ ചാൻസ് ഉണ്ടല്ലോ. അപ്പൊ ഇതിനെങ്ങനെ നിങ്ങൾ മറികടക്കല്ലേ ഇങ്ങനത്തെ? ഇത് നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ ഇതിന്റെ പേടി സൈഡ് നോക്കിയിട്ടല്ല പോകുന്നത്. നമ്മളൊരു പ്രൊജക്ട് അല്ലെ ഒരു ലക്ഷ്യം, ഒരു ചെറിയ ലക്ഷ്യം, അത് നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങി പുറപ്പെടുന്നത്. അപ്പൊ ആ സമയത്ത് ഇതുപോലത്തെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാം, അല്ലെ ഉണ്ടാകും. അതിനെ നമ്മൾ ഓവർകം ചെയ്യണം. ശരിക്കും അത് ഓവർകം ചെയ്യുമ്പോഴാണ് നമ്മൾ നമ്മുടെ ഉള്ളിൽ യഥാർത്ഥ പവർ കണ്ടുപിടിക്കുന്നത്. മനസ്സിലായില്ലേ? അതാണ് ഇതിന്റെ ബേസിക് ആയിട്ടുള്ള ഒരു ക്രക്സ്. ആ പ്രശ്നം ഉണ്ടായാലേ പറ്റത്തുള്ളൂ. എല്ലാം സെയിം ആയിട്ട് പോകണമെങ്കിൽ അഡ്വഞ്ചർ എന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. എന്തുകൊണ്ടാണ് മൗണ്ടൻ ക്ലൈംബിംഗ് ആൾക്കാർ കുറച്ച് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇതുപോലത്തെ അഡ്വഞ്ചർ സ്പോർട്സുകൾ കുറച്ച് ചെയ്യുന്നത്? ഓഫ് കോഴ്സ് പൈസ ഒരുപാട് വേണം. പക്ഷെ രണ്ടാമത്തെ കാര്യം വെച്ചാൽ ഇതിനകത്തൊരു സ്ഥിരതയില്ല. ഇതിനകത്ത് എന്ത് സംഭവിക്കാം? നിങ്ങളിപ്പോൾ വലിയ പൈസ ഉള്ള ആൾക്കാരുടെ അടുത്ത് പോക്കും, അവർ ടൂർ പോകണം, അവർ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് മുതൽ തിരിച്ചു വരുന്നത് വരെയുള്ള കാര്യങ്ങൾ കൃത്യമായ പ്ലാൻ ആയിരിക്കും. ഏത് ഹോട്ടലിൽ താമസിക്കും, എവിടെ നിന്ന് ഫുഡ് കഴിക്കണം, എവിടെ നിന്ന് ഷോപ്പ് ചെയ്യണം, മക്കൾക്ക് എന്ത് മേടിക്കണം, അവർക്ക് എന്ത് മേടിക്കണം, തിരിച്ചേത് വണ്ടിക്കകത്ത് വരണം, എല്ലാം പ്ലാൻഡ് ആയിരിക്കും. എനിക്ക് പലപ്പോഴും ഇട്ടുന്ന ആൾക്കാർ അയച്ചു തരാറുണ്ട്. അത് അഡ്വഞ്ചർ എന്ന് പറയാൻ പറ്റത്തില്ല. ചിലപ്പോൾ അവർക്കത് അഡ്വഞ്ചർ ആയിരിക്കും, ഐസ്ലാൻഡിലോ വല്ല ഫിൻലാൻഡിലോ പോയി ചെയ്യുന്ന അഡ്വഞ്ചർ ആയിരിക്കും. പക്ഷെ ഇതിനകത്ത് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ഥിരതയില്ല. നിങ്ങൾക്ക് ഇതിനകത്ത് നിങ്ങൾ പോകുന്ന അനുഭവം ആയിരിക്കത്തില്ല ഞാൻ പോകുന്ന അനുഭവം ആയിരിക്കത്തില്ല വേറൊരാൾ പോകുമ്പോൾ. എവറസ്റ്റിൽ തന്നെ ആയിക്കോട്ടെ, 3 പേര് പോകുമ്പോൾ 3 അനുഭവങ്ങളായിരിക്കും. അതിനാണ് ശരിക്കും അഡ്വഞ്ചർ എന്ന് പറയുന്നത്. മൗണ്ടനിയറിംഗ് ശരിക്കും ജീവിതം പോലെ, നമുക്ക് എന്താണ് നാളെ സംഭവിക്കാൻ അറിയത്തേയില്ല. അതുകൊണ്ടാണ് ആ ഒരു എനിക്ക് അത്യാവശ്യം യൂട്യൂബും ഇൻസ്റ്റാഗ്രാമും ഒക്കെ ഉണ്ട്. നമുക്കൊരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു വീഡിയോ ഉണ്ടാക്കാൻ പറ്റത്തില്ല. കാരണം നമ്മൾ തന്നെ അടുത്ത് എന്താ സംഭവിക്കുന്ന അറിയാതെ നിൽക്കുക. ലൈഫിന്റെ ഒരു പരിചയം തന്നെയാണ്. മൗണ്ടൻ കറുത്ത് കഴിഞ്ഞാൽ, മേഘം മൂടിക്കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള തണുപ്പാകും, മഞ്ഞ് പെയ്ത്തുണ്ടാകും. പിന്നെ നമുക്ക് പുറത്തിറങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥ വരും, കൊടുങ്കാറ്റടിക്കാം. ഇതൊന്നും നമ്മുടെ കയ്യിലല്ല ഇരിക്കുക. നമ്മൾ വെതർ എത്ര പ്രഡിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും, മനുഷ്യന്റെ വെതർ പ്രഡിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു ആക്യുറേറ്റ് അല്ല. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേളിൽ നിന്ന് ഇപ്പം ഒരു ചെറിയ കല്ല് നമ്മുടെ ഉരുണ്ട് വരികയെന്ന് വെച്ചോ, ആ കല്ല് ഒരു 100 മീറ്റർ 200 മീറ്റർ ഉരുണ്ട് കഴിയുമ്പോൾ അതൊരു അവലാഞ്ചായിട്ടായിരിക്കും വരുന്നത്. നമുക്കറിയത്തില്ല. ഇതിങ്ങനെ കല്ലുകളാണല്ലോ ബേസിക്കലി, ചെറിയ ചെറിയ പീസുകളുണ്ടല്ലോ. അതിനടിയിൽ സൂര്യപ്രകാശം അടിച്ചിട്ട് അടിയിലത്തെ ഒരു മഞ്ഞുപാളിയും ഇളകിപ്പോകും. ആ കല്ല് താഴെ കുരുളാന്ന് വെച്ചു, അതാണ് ശരിക്കും ഒരു അവലാഞ്ചായിട്ട് മാറുന്നത് ചില സമയങ്ങളിൽ. അപ്പം 200 മീറ്റർ താഴെ നിങ്ങളുടെ മണ്ടയ്ക്ക് ആ കല്ലൊരു വലിയൊരു മേഘപടലമായിട്ട് വന്ന് ഒരു മഞ്ഞു കൂമ്പാരമായിട്ട് വന്ന് വീഴും. നമുക്കിതൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ലൈഫ് നമുക്ക് എന്ന് എൻഡ് ചെയ്യുമെന്ന് അറിയത്തില്ലല്ലോ. ആ ഒരു അൺസർട്ടനിറ്റി അതിനകത്തുണ്ട്. അതാണ് അതിനെ ബ്യൂട്ടി ആക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഓരോ നിമിഷം അതിനകത്ത് പുതിയ പുതിയ സ്റ്റോറീസ് പറയാൻ പറ്റും, ത്രില്ലുണ്ടാകുന്നത്. ആ ത്രില്ലാണ് വീണ്ടും വീണ്ടും നമ്മളെവിടേക്ക് എത്തിക്കുന്നത്. ഇതിലിപ്പോൾ ഈ 7 സമ്മിറ്റ്സിൽ ഇപ്പോൾ പൊതുവേ നമുക്കുള്ളൊരു ധാരണ എന്താ വെച്ചാൽ എല്ലാം ഈ മൗണ്ടെയിൻ ക്ലൈംബിങ്ങും ഈ അവലാഞ്ച് ഇതൊക്കെ ഉണ്ടെന്നാണ്. ഈ 7 സമ്മിറ്റുകൾക്ക് ഒരേ ടെറൈൻ ആണോ, ഒരേ ക്ലൈംബിംഗ് മോഡലാണോ, എങ്ങനെയാണ് അതിന്റെ വ്യത്യാസം വരുന്നത്? അല്ല, എല്ലാം ഡിഫറെന്റ് ആണ്. എല്ലാ പർവ്വതങ്ങളും മനുഷ്യന്മാർ വ്യത്യാസമായിരിക്കുന്നത് പോലെ ഡിഫറെന്റ് ആണ്. എവറസ്റ്റിന് ആൾട്ടിറ്റ്യൂഡ് കൊണ്ടാണ് ഡേഞ്ചർ. മൗണ്ട് എവറസ്റ്റ് 8848 മീറ്റർ ആണ്. പിന്നെ കിളിമഞ്ചാരോ എന്ന് പറയുന്നത് ആഫ്രിക്കയിലെ ഉയരം കൂടിയ കൊടുമുടിയാണ്. പക്ഷെ ലാസ്റ്റ് ഡേ ക്ലൈംബ് മാത്രമേ അത്ര ഡിഫിക്കൽട്ട് ആയിട്ടുള്ളൂ. ക്ലൈംബിംഗ് ആയിട്ട് വരുന്നുള്ളൂ. ക്ലൈംബിംഗ് ഇല്ല, നമ്മൾ ഒരു ട്രെക്കിംഗ് പീക്ക് തന്നെയാണ്. ക്ലൈംബിംഗ് ഇല്ല. പക്ഷെ ലാസ്റ്റ് ഡേ ഒരു അറൌണ്ട് 1000 മീറ്റർ കയറുന്നത് കൊണ്ട് നമുക്ക് ആൾട്ടിറ്റ്യൂഡ് സിഗ്നസ് ഒക്കെ ഉണ്ടാവാൻ പലർക്കും. ആ ഒരു ചെറിയ ഡേഞ്ചറാണ്. നോർത്ത് അമേരിക്കയിലെ ഹയസ്റ്റ് പീക്കായിട്ടുള്ള മൗണ്ട് ദെനാലിയിൽ എല്ലാ ഡേഞ്ചറുകളും ഉണ്ട്. ഞാൻ രണ്ടാമത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഈ ഗ്ലേഷ്യറിന്റെ ഇടയ്ക്ക് വലിയ ക്രാക്സ് ഉണ്ട്. ഈ ക്രാക്സ് ഒക്കെ ചിലപ്പം സമ്മറൊക്കെ ആകുമ്പോൾ ഓപ്പൺ ആവും, വിന്റർ ആകുമ്പോൾ ഇത് അടയും, ചെറിയ ഐസ് വീണിട്ട്. അപ്പൊ നമ്മൾ ഈ എവറസ്റ്റിൽ പോകുന്നവർ ഷർപ്പന്മാരൊന്നും എടുത്തിട്ടല്ല പോകുന്നത്. നമ്മുടെ ഒരു 70 കിലോ ലഗേജ് നമ്മൾ തന്നെ എടുക്കണം. നമ്മൾ ഒരു സ്ലെഡ്ജിനകത്ത് കെട്ടി വലിച്ചോണ്ടൊക്കെ ആയിരിക്കും പോകുന്നത്.
അപ്പൊ ഫുൾ ഐസ് ആയിരിക്കും റൂട്ട്. ഫുൾ ഐസ് ആയിരിക്കും. നമ്മൾ ഐസിന്റെ മണ്ടക്ക് ഒരു വിമാനത്തിൽ കൊണ്ട് ഇറക്കി വിടുക. അവിടുന്ന് വലിച്ചുകൊണ്ട് പോകാൻ പറ്റുന്ന ഒരു ഏരിയ വരെ നമുക്ക് വലിച്ചുകൊണ്ട് പോകാൻ പറ്റും. 18 days എക്സ്പെഡീഷൻ, ഒരു 12 days 13 days നമ്മൾ വലിക്കുകയായിരിക്കും ചെയ്യുന്നത്. ആ വലിക്കുന്ന സ്ട്രെയിനാണ് നമ്മൾ അതിനകത്ത് അവിടെ ഭയങ്കരമായിട്ടുള്ളത്. നിങ്ങൾ കമ്പനിയുടെ കൂടെ പോയി കഴിഞ്ഞാലും അവർ നിങ്ങളെ കൊണ്ട് വലിപ്പിക്കും. കാരണം അവിടെ ലഗേജ് എടുക്കാൻ പോട്ടർമാരില്ല. പിന്നെ പോകുന്ന വഴി ചിലപ്പോൾ തെറ്റാം, വഴിയൊന്നും മാർക്ക് ചെയ്തിട്ടില്ല. അതാണ് അവിടുത്തെ അഡ്വഞ്ചർ. അമേരിക്കക്കാരുടെ പ്രത്യേക പ്രാന്താണ്. അവിടുത്തെ ടെറൈൻ അങ്ങനെയാണ്. ഈ അലാസ്ക പോളിനോട് അടുത്ത റീജിയൻ ആയതുകൊണ്ടാണ് മൊത്തം അങ്ങനെ. അല്ല, അലാസ്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോളിന്റെ അടുത്ത് ആയതുകൊണ്ട് ആണ്. പക്ഷെ ഈ ദനാലി പർവ്വതം എന്ന് പറയുന്നത്, ദനാലി മൗണ്ടൻ റേഞ്ചസ് എന്ന് പറഞ്ഞ ഒരു പ്രത്യേക റേഞ്ചാണ്. ആ ദനാലി നാഷണൽ പാർക്ക് എന്ന് പറഞ്ഞ ഒരു ഏരിയയിലാണ് അത് നിൽക്കുന്നത്. അത് ദനാലി ക്രിയേറ്റ്സ് ഇറ്റ്സ് ഓൺ വെതർ എന്നാണ് പറയുന്നത്. കാരണം വെതറിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പർവ്വത ശൃംഖലയാണ്. അതിന്റെ ഒരു സ്ട്രക്ചറും ഉണ്ട്. അത്രയും വലുതാണ്, അത്രയും ഏരിയയിൽ ഇത് കിടപ്പുണ്ട്. അപ്പം മാത്രമല്ല, ഇത് നോർത്തിനോട് ചേർന്നായതുകൊണ്ട് അവിടെ നിന്ന് വരുന്ന തണുത്ത കാറ്റ് കൂടുമ്പം ഇവിടെ ഐസ് ഭയങ്കരമായിട്ടും മഞ്ഞ് മഴ പെയ്യും, ഡേഞ്ചറാവും. അങ്ങനെ കൊടുങ്കാറ്റുകൾ അടിക്കും. അതുവഴി മറ്റേ പല സ്ട്രീംസ് പോകുന്നുണ്ട്. ഈ കാറ്റിന്റെ പല സ്ട്രീമുകളും പോകുന്നുണ്ട്. പോളാർ വിൻഡ് ഒക്കെ പോകുന്നുണ്ട്. ആ പോളാർ വിൻഡിന്റെ ഡയറക്ഷൻ ചെറിയ രീതിയിൽ മാറുമ്പോൾ തന്നെ ഇവിടെ ഭയങ്കരമായിട്ട് തണുപ്പ് വരും. -30 ആണെങ്കിൽ -50 പോകും. അതാണ് ദനാലിയുടെ പ്രത്യേകത. അപ്പോൾ ഈ ക്രാക്സ് ആണ് ഇതിനകത്ത് ഏറ്റവും വലിയ ഡേഞ്ചർ. നേപ്പാളിലാണെങ്കിൽ ഇപ്പം മിനിഞ്ഞാന്നത്തെ വാർത്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ, എവറസ്റ്റിന്റെ ബേസ് ക്യാമ്പിൽ നിന്ന് മേളിലോട്ട് പോകണമെങ്കിൽ കുംബു ഐസ്ഫാൾ എന്ന് പറഞ്ഞ റീജിയൻ ക്രോസ് ചെയ്ത് വേണം പോകാൻ വേണ്ടി. അപ്പോൾ ഇത് ഷെർപ്പന്മാർ, ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഷെർപ്പന്മാരാണ് ഈ റൂട്ട് ഓപ്പൺ ചെയ്യുന്നത്. എല്ലാ വർഷവും റൂട്ട് ഓപ്പൺ ചെയ്യും. അപ്പം ഈ കുംബു ഐസ്ഫോൾ കടന്ന് വേണം ക്യാമ്പ് 1, ക്യാമ്പ് 2, ക്യാമ്പ് 3, ക്യാമ്പ് 4 സമ്മിറ്റിലെത്താൻ വേണ്ടി. അപ്പോൾ ഈ കുംബു ഐസ്ഫോള് ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു സെക്ഷനാണ്. അപ്പോൾ അവിടെ ഒരു സെറാക്ക് എന്ന് പറയും, വലിയൊരു ഒരു മല ഇടിഞ്ഞു വീഴാൻ വേണ്ടി നിൽക്കുകയായിരുന്നു. ഏത് നിമിഷവും ഇടിഞ്ഞു വീഴാമെന്ന്. ശരിക്കും 10 ദിവസം മുമ്പേ ഓപ്പൺ ആക്കേണ്ട റൂട്ടാണ് ഇന്നലെ ഓപ്പൺ ആക്കിയത്. അതും ഇപ്പോഴും ഡേഞ്ചറായിട്ട് നിൽക്കുക. അത് ആരുടെയിലെ മണ്ടയ്ക്ക് വീഴും, പോകുന്ന ആൾക്കാരുടെ. കാരണം പൊട്ടിച്ചൊന്നും കളയാൻ പറ്റത്തില്ല. മനസ്സിലായി? അത് പൊട്ടിച്ച് കളയത്തില്ല അവര്, കാരണം അത് നശിപ്പിക്കത്തില്ലല്ലോ. പക്ഷെ ഇതിങ്ങനെ റീസ്ട്രക്ചർ ചെയ്തോണ്ടേ ഇരിക്കും ഏരിയ. അപ്പൊ അതുകൊണ്ട് ഒരുപാട് നാൾ മുമ്പ് തുറക്കേണ്ട റൂട്ട് ഇന്നലെയാണ് തുറന്നിരിക്കുന്നത്. ഈ സീസണില് ശരിക്കും ഏപ്രിൽ 20 ഒക്കെ ആകുമ്പോഴത്തേന് തുറന്നിട്ട് ക്യാമ്പ് 1, ക്യാമ്പ് 2 പോയി റൊട്ടേഷൻ ചെയ്ത് തിരിച്ച് ബേസ് ക്യാമ്പിൽ വന്നിട്ട് വേണം സബ്മിറ്റ് ചെയ്യാൻ പോകാൻ വേണ്ടി ഇവർക്ക്. ഇതുവരെ തുറന്നില്ലായിരുന്നു. മനസ്സിലായില്ലേ? ആ ഡേഞ്ചറസ് ആയിട്ടുള്ള സെക്ഷൻ അവർക്ക് ഓവർകം ചെയ്യാൻ പറ്റില്ല. ഈ ഡനാലി പോണതിന് ബൈക്ക് ഒരു ഐഡിയ ഞാൻ ഇത് കേട്ടിട്ടുണ്ട്. അതായത് നമ്മൾ നേരിട്ടല്ല സമ്മിറ്റിലേക്ക് പോവാ. മൗണ്ട് എവറസ്റ്റ് കയറുകയാണെങ്കിൽ ആദ്യം ബേസ് ക്യാമ്പ് പോവും, പിന്നെ ക്യാമ്പ് 1 പോവും, പിന്നെ റിട്ടേൺ അടിച്ച് അങ്ങനെയാണോ വരിക? അതിന്റെ ഒരു രീതി എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അക്ലമറ്റൈസേഷൻ ആണ് അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ്. അറിയാലോ എന്താ അക്ലമറ്റൈസേഷൻ? എന്താ? നമ്മളെ ആ ഒരു ക്ലൈമറ്റിനോട് നമ്മുടെ ബോഡി ചേരും. അതിന് സമയം വേണം, ടൈമാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. അതായത് ആ സമയം എടുത്ത് നമ്മൾ അവിടെ താമസിക്കണം. അപ്പം അക്ലമറ്റൈസേഷൻ ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ ക്ലൈംബ് ഹയർ, സ്ലീപ്പ് ലോവർ. എന്നാൽ നമ്മളിപ്പം ഒരു 5,000 മീറ്റർ എത്തിയെന്ന് വെച്ചോ. അപ്പോൾ നമ്മൾ അന്ന് എന്ത് ചെയ്യും? 5,200 വരെ പോകും. എന്നിട്ട് 5,000 വന്ന് കിടന്നുറങ്ങും. മനസ്സിലായോ? എന്നിട്ട് നെക്സ്റ്റ് ഡേ നമ്മളിപ്പോൾ 6,000 എത്തിയെന്ന് വെച്ചോ. 6,300 6,200 വരെ പോകും. അത് 6,000 നമ്മൾ ക്യാമ്പ് ചെയ്തിട്ട് നമ്മൾ ഉച്ച കഴിഞ്ഞിട്ട് ചെറിയ ഹൈക്കിന് പോകും, 200 മീറ്റർ. എന്നിട്ട് നമ്മൾ തിരിച്ച് ആ ആൾട്ടിറ്റ്യൂഡ് വന്ന് കിടക്കുമ്പോൾ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ഉറങ്ങാൻ പറ്റും. ഇതിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, RBC ആണല്ലോ നമ്മുടെ രക്തത്തിനകത്ത് ഓക്സിജൻ കൊണ്ടുപോകുന്നത്. നിങ്ങൾ ആൾട്ടിറ്റ്യൂഡ് കൂടുന്നതനുസരിച്ച് ശരീരം കൂടുതൽ RBC ഉൽപ്പാദിപ്പിക്കും. മനസ്സിലായോ? RBC കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കപ്പെടുമ്പോൾ എന്ത് സംഭവിക്കും? നിങ്ങളുടെ ബ്ലഡ് തിക്കാവും. തിക്ക് ബ്ലഡ് ഒഴുകുമ്പോൾ എന്ത് പറ്റും? നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങൾക്ക് തലവേദന കൂടും. അങ്ങനെയാണ് ഈ പറഞ്ഞ ഹൈ ആൾട്ടിറ്റ്യൂഡ് തലവേദന വരുന്നത്. ഇത് കുറയ്ക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? കൂടുതൽ ഫ്ലൂയിഡ് നമ്മൾ ഇൻടേക്ക് ചെയ്യണം. വെള്ളം ആയിക്കോട്ടെ, ജ്യൂസ് ആയിക്കോട്ടെ, നമ്മൾ കുടിച്ചോണ്ടേയിരിക്കണം ഹൈ ആൾട്ടിറ്റ്യൂഡിൽ പോകുമ്പോൾ. അപ്പം നിങ്ങൾ ഈ 6,000 ചെന്ന് 6,200 വരെ പോകുമ്പോൾ എന്ത് സംഭവിക്കും? കൂടുതൽ RBC നിങ്ങളുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കും. അപ്പോൾ നിങ്ങൾ താഴെ വന്ന് കിടക്കുമ്പോൾ നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിരിക്കും ഉറങ്ങാൻ വേണ്ടി. ഇതാണ് ബേസിക് ടെക്നിക്ക് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ എവറസ്റ്റിൽ നമ്മൾ എവറസ്റ്റ് ബേസ് ക്യാമ്പ് ഏകദേശം 5,300 മീറ്റർ ആണ്. നമ്മൾ അവിടെ ചെന്നിട്ട് 6,100 ഉള്ള ഒരു പീക്ക് ക്ലൈംബ് ചെയ്തിട്ട് വീണ്ടും നമ്മൾ ബേസ് ക്യാമ്പിൽ വന്ന് കിടന്നുറങ്ങും. ഈ പീക്ക് ക്ലൈംബ് ചെയ്യാൻ 3-4 ദിവസം പിടിക്കും. അത് വേറെ സ്ഥലത്ത് പോയി നമ്മൾ ക്യാമ്പ് ചെയ്ത് ക്ലൈംബ് ചെയ്തിട്ട് വരണം. അപ്പം നമ്മൾ 6,100 വരെ അക്ലമറ്റൈസ് ആയി. എന്നിട്ട് നമ്മൾ ക്യാമ്പ് 1, ക്യാമ്പ് 2, ക്യാമ്പ് 3 ടച്ച് ചെയ്യും. അറൗണ്ട് 7,000 മീറ്റർ ടച്ച് ചെയ്തിട്ട് വീണ്ടും നമ്മൾ ബേസ് ക്യാമ്പിൽ വരും. അതിനൊരു 5-6 ദിവസം പിടിക്കും. അപ്പോൾ നമ്മൾ 7,000 മീറ്റർ വരെ അക്ലമറ്റൈസ് ആയി. എന്നിട്ട് നമ്മൾ വെതർ വിൻഡ് ഓപ്പൺ ചെയ്യാൻ വേണ്ടി കാത്തിരിക്കും.
ഓക്കെ, അതുവരെ നമ്മൾ ബേസ് ക്യാമ്പിൽ എത്ര ദിവസമാണ് ബേസ് ക്യാമ്പ് ഇരിക്കും. ആ വെതർ വിൻഡോ ചിലപ്പോൾ 10 ദിവസമായി, ചിലപ്പോൾ 12 ദിവസം, ചിലപ്പോൾ 5 ദിവസമായിരിക്കും. ചിലപ്പോൾ 5 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച താഴെ ഒക്കെ ആകുമ്പോഴാണ് അവിടെ ഈ പറയുന്ന ട്രാഫിക് കൂടിയെന്ന് പറഞ്ഞ് എവറസ്റ്റ് ട്രാഫിക് ആണെന്നൊക്കെ പറഞ്ഞ് ഫോട്ടോസ് ഇറക്കുന്നത്. വെതർ വിൻഡോ കുറയുമ്പോൾ എന്ത് ചെയ്യും, ഈ 5 ദിവസം അല്ലെങ്കിൽ 6 ദിവസം കൊണ്ട് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി എല്ലാവരും എവറസ്റ്റിന്റെ മുകളിലേക്ക് പോകും. ഒരു ഫോട്ടോ ഭയങ്കര വൈറലായിരുന്നല്ലോ, ഇങ്ങനെ വരിക്ക് നിൽക്കുന്ന. അത് ചില സ്ഥലങ്ങളിൽ സംഭവിക്കാം. കാരണം പോകാൻ ഒരു വഴി മാത്രമേ ഉള്ളൂ. ഫ്രണ്ടിൽ പോകുന്ന ഒരാൾ വളരെ സ്ലോ ആണെങ്കിൽ അത് വലിയ ക്യൂ ഉണ്ടാവാം. വെതർ വിൻഡോ കുറവാണെങ്കിലും വലിയ ക്യൂ ഉണ്ടാവാം. കാരണം വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ടൈമിൽ ആൾക്കാർക്ക് മുകളിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ. വെതർ വിൻഡോ 15 days ആണെങ്കിൽ ഒരു കമ്പനി ഫസ്റ്റ് ഡേ പോകും, സെക്കൻഡ് കമ്പനി വേറെ ഡേ പോകും. അപ്പോൾ വലിയ തിരക്കുണ്ടാവത്തില്ല. ഞാൻ പോയ വർഷം നല്ല ലെങ്തി വെതർ വിൻഡോ ആയിരുന്നു. അപ്പോൾ കാരണം മെയ്യുടെ അവസാനം അല്ലെങ്കിൽ മെയ്യുടെ ഒരു 15 തൊട്ട് മെയ് ലാസ്റ്റ് വരെയൊക്കെ മാത്രമേ ക്ലൈംബ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഒരു കൊല്ലം അത്രേ ഉള്ളൂ. അതിനുള്ള പ്രിപ്പറേഷനാണ് ഈ കൊല്ലം മുഴുവൻ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പോയ സമയത്ത് മെയ് 10-ാം തീയതി എങ്ങാണ്ടാണ് നമ്മൾ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി മെയിലേക്ക് പോകുന്നത്. മെയ് 15 ഞാൻ സബ്മിറ്റ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് മെയ് 17 വേറെ അവസാനിച്ചു. അതിനുള്ളിൽ നിങ്ങൾ കയറിക്കണം. ഞാൻ പറയാം, അതൊരു ഭാഗ്യമാണ്. ആ 10th മുമ്പ് നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ സ്റ്റേബിളായിട്ട് നിൽക്കണം. പക്ഷെ ഞാൻ ഈ സമയത്ത് എനിക്ക് ന്യൂമോണിയ, ഹൈ ആൾട്ടിറ്റ്യൂഡ് പൾമണറി എഡീമ ബാധിച്ച് ഞാൻ ബേസ് ക്യാമ്പിൻ്റെ താഴെ ഒരു സ്ഥലത്ത് നാംജെ ബസാർ എന്ന സ്ഥലത്ത് വന്നിട്ട് ഞാൻ ഇരിക്കുകയായിരുന്നു. മൊണാസ്ട്രിയിൽ, ബുദ്ധിസ്റ്റ് മൊണാസ്ട്രിയിൽ ഇരുന്ന് ഞാൻ ധ്യാനിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കാരണം നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ല. ന്യൂമോണിയ ബാധിച്ചു. കാരണം നമ്മളെ തിരിച്ചയച്ചു. അങ്ങനെ അസുഖമുള്ളവരെ കൊണ്ട് ഇവർ മേളിലേക്ക് ക്ലൈംബ് ചെയ്ത് പോകത്തില്ല. കാരണം കൂടെ വരുന്ന ഷെർപ്പയ്ക്ക് കൂടി കൂടെ വരുന്ന ഈ നമ്മുടെ ഹെൽപ്പറിന് കൂടി അപകടമാകും. നമ്മൾ വീണ് കഴിഞ്ഞാൽ നമ്മുടെ ബോഡി പോലും എടുത്തോണ്ട് വരാൻ പറ്റത്തില്ല. പിന്നെ കമ്പനിക്ക് വലിയ ക്ഷീണമാകും. അവരൊരിക്കലും റെപ്യൂട്ടേഷൻ പോകും. ആ അസുഖമുള്ളവരെ കൊണ്ടുപോകത്തില്ല സ്ട്രിക്റ്റ് ആയിട്ട്. പക്ഷെ ഞാൻ താഴെ പോയി താമസിച്ച് വീണ്ടും ബേസ് ക്യാമ്പിൽ വന്ന് അത് വലിയൊരു സ്ട്രഗിൾ നടത്തിയിട്ടാണ് ഞാൻ വീണ്ടും മേളിലേക്ക് കയറുന്നത്. എൻ്റെ കമ്പനി ഞാൻ തിരിച്ചു വരത്തില്ലെന്ന് തന്നെ പറഞ്ഞതാ. നിങ്ങൾ തിരിച്ചു വരാൻ ചാൻസ് ഇല്ല എന്ന് പറഞ്ഞിട്ട് എന്നെ മേളിലേക്ക് വിട്ടു. കാരണം ബേസ് ക്യാമ്പിൽ നിന്ന് ക്യാമ്പ് വണ്ണ് എത്തണമെങ്കിൽ ചിലപ്പോൾ 12 to 14 മണിക്കൂറൊക്കെ നടക്കണം. എൻ്റെ ശരീരത്തിൽ ഒരു തുള്ളി എനർജി പോലും ഇല്ല. കാരണം ചുമ ബാധിച്ചുള്ള പ്രശ്നം അറിയാമല്ലോ. നമുക്ക് കൃത്യമായിട്ട് ഓക്സിജൻ എടുക്കാൻ പറ്റത്തില്ല. മാത്രമല്ല ഭക്ഷണം കഴിക്കാൻ പറ്റത്തില്ല. നമുക്ക് ഹെൽത്ത് ഓക്കെ ആണെങ്കിൽ എങ്ങനെങ്കിലുമൊക്കെ നമുക്ക് നിരങ്ങിയാൽ നീങ്ങാം. ഹെൽത്ത് വയ്യാക്കി നമുക്ക് ഭയങ്കരമായിട്ടും മെന്റലി ഭയങ്കര സ്ട്രഗിൾ. പിന്നെ ഒരു സ്ട്രെങ്ത് കിട്ടത്തില്ല. മാത്രമല്ല 2 ലിറ്റർ വെള്ളമേ നമുക്ക് തരത്തുള്ളൂ ഒരു ദിവസത്തേക്ക്. നമ്മുടെ കമ്പനിയുടെ പാക്കേജ് അതാ. കാരണം വെച്ച് കഴിഞ്ഞാൽ ആ ആൾട്ടിറ്റ്യൂഡിൽ വെള്ളം തിളക്കണേ തന്നെ 2 മണിക്കൂർ 3 മണിക്കൂറൊക്കെ എടുക്കും. ഹൈ ആൾട്ടിറ്റ്യൂഡ് അല്ലേ. അപ്പൊ നമുക്ക് അത്രയും വെള്ളം അവർക്ക് ഉണ്ടാക്കാൻ പറ്റുന്നത് റേഷനായിട്ടാണ് തരുന്നത്. ഐസ് എടുത്താണല്ലോ ചെയ്യുന്നത്. ആ വെള്ളത്തിൽ നിങ്ങൾ ചെയ്തോണം മൊത്തം കാര്യം. വേറെ നമുക്ക് ഐസ് വാരി തിന്നാൻ പറ്റത്തില്ലല്ലോ. ചില ആൾക്കാർ തീരുമ്പോൾ ഐസ് വാരി കഴിക്കാറുണ്ട്. കാരണം ഡേഞ്ചറാണ്. കാരണം അവിടുത്തെ ഐസൊന്നും നമുക്ക് വാരി കഴിക്കാൻ പറ്റത്തില്ല. പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ കാലങ്ങൾക്ക് മുമ്പുള്ള ഐസ്, മില്യൺസ് ഓഫ് ഇയേഴ്സിന് മുമ്പുള്ള വൈറസ് ഒക്കെ ട്രാപ്പ് ചെയ്ത് കിടപ്പുണ്ടായിരിക്കുന്നതിനകത്ത്. അപ്പൊ ആ സാധനം നിങ്ങളുടെ വയറിനകത്ത് പോയി കഴിഞ്ഞാൽ ഈ മനുഷ്യരാശി തന്നെ ചിലപ്പോൾ നശിച്ചു പോകും. മനസ്സിലായില്ലേ? അങ്ങനത്തെ ട്രാപ്പ് ചെയ്ത് കിടപ്പുണ്ട് പല സ്ഥലങ്ങളിലും. അവിടുത്തെ ഐസ് എടുത്തിട്ട് നമുക്ക് വെള്ളം തിളപ്പിക്കാൻ കഴിയും. അവിടുത്തെ ഐസ് എടുത്ത് തന്നെ വെള്ളം തിളപ്പിക്കുന്നത്. അവിടുത്തെ ഐസ് എടുത്ത് 3 പ്രാവശ്യം നമ്മൾ ബോയിൽ ചെയ്യും. അതിന് ടൈം എടുക്കും. കാരണം ഇത് ബോയിലിംഗ് ആവണമെങ്കിൽ ആൾട്ടിറ്റ്യൂഡ് പറയുമ്പോൾ പ്രഷർ കുറയത്തില്ലേ. ഒന്ന് ബോയിൽ ചെയ്യാൻ തന്നെ സമയം എടുക്കും. പക്ഷെ 3 പ്രാവശ്യം ബോയിൽ ചെയ്താൽ നമ്മൾ കുടിക്കുന്നത്. എന്ത് ഉപയോഗിച്ചിട്ടായിരിക്കും ഇത് ബോയിൽ ചെയ്യാം? ഗ്യാസ് കാണുമല്ലോ. ഗ്യാസ് എന്ന് വെച്ചാൽ ബേസ് ക്യാമ്പിൽ അത്യാവശ്യം യാക്കിന്റെ മുകളിലൊക്കെ ഗ്യാസ് കുറ്റി കൊണ്ടുവരും. മേളിലോട്ട് പോകുമ്പോൾ എന്ത് പറ്റും, ചെറിയ ചെറിയ സിലിണ്ടർ ആയിരിക്കും. അപ്പൊ വീണ്ടും വെള്ളം കുറയും. നമ്മളിപ്പോൾ എവറസ്റ്റ് ബേസ് ക്യാമ്പിൽ ടീമിനെ കൊണ്ട് പോകുമ്പോൾ അവർക്ക് നമുക്ക് ഈ ഗ്യാസ് കുറ്റി നമ്മൾ കൊണ്ടുപോയിട്ട് 3 പ്രാവശ്യം തിളപ്പിച്ച വെള്ളം കൊടുക്കുന്നത്. കാരണം ഇതിന്റെ ഇവിടെ വരുന്ന വെള്ളം ഈ ഗ്ലേഷ്യറിന് ഒഴുകി വരുന്ന വെള്ളമാണ്. ആ വെള്ളം നമ്മൾ തണുത്ത വെള്ളം കുടിക്കരുതെന്ന് പറയുന്നതിന്റെ കാരണം വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് നമുക്ക് അറിയാതെ, കാരണം നമ്മൾ സൗത്ത് ഇന്ത്യയിൽ നിന്ന് വരുന്നവരാ. നമുക്ക് പറ്റാത്ത നമ്മുടെ ശരീരത്തിന്റെ ഒരു പ്രത്യേകത ഞാൻ പറഞ്ഞു തരട്ടെ. നമ്മുടെ ശരീരത്തിൽ എത്ര ഏകദേശം എനിക്ക് 30 trillion സെൽസ് ഉണ്ടെന്ന് തോന്നുന്നു. നമ്മുടെ ശരീരത്തിൽ അറൌണ്ട് 45 to 50 trillion ബാക്ടീരിയ ഉണ്ട്. ശരിക്കും നമ്മളൊരു ബാക്ടീരിയ ആണെന്ന് ഞാൻ പറയത്തുള്ളൂ. നമ്മുടെ വലിയ ബാക്ടീരിയ, സെല്ലിനേക്കാൾ കൂടുതൽ ബാക്ടീരിയ നമ്മുടെ ശരീരത്തിലുണ്ട്. മനസ്സിലായില്ലേ? അപ്പൊ ഇവിടെയുള്ള ബാക്ടീരിയ ആയിരിക്കത്തില്ല അവിടെയുള്ള ബാക്ടീരിയ. അപ്പൊ അവനകത്ത് കയറുമ്പോൾ പ്രശ്നമാവും. മനസ്സിലായില്ലേ? ഈ ഏരിയയിലുള്ള ബാക്ടീരിയ എല്ലാം നമ്മുടെ ശരീരത്തുണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് അസുഖങ്ങൾ എല്ലാത്തിനും ബാക്ടീരിയ ഉണ്ടല്ലോ. നമ്മൾ കഴിക്കുന്നതിനകത്തും കുടിക്കുന്നതിനകത്തും ഒക്കെ ഉണ്ടല്ലോ. അതുകൊണ്ട് ആ ഒരു ചേഞ്ച് ഓഫ് ബാക്ടീരിയ വരുമ്പം ആ വെള്ളം നല്ല രീതിയിൽ തിളപ്പിക്കാതെ കുടിക്കുന്നത് ഡേഞ്ചറാണ്. അപ്പൊ നിങ്ങള് അവിടുന്ന് ന്യൂമോണിയ ബാധിച്ച് പിന്നെ ഈ വിൻഡോ ഓപ്പൺ ആയപ്പോ നിങ്ങൾ തിരിച്ചു കയറി നിങ്ങളുടെ ടീമിന്റെ കൂടെ നിങ്ങൾ എവറസ്റ്റ് കയറിയതാണോ? അങ്ങനെയാണോ അന്ന് കഥ സംഭവിച്ചത്? കമ്പനി എന്നെ വിളിച്ചില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവൻ എങ്ങോട്ടെങ്കിലും പോട്ടെന്നുള്ള രീതിയിൽ വരണ്ടെന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ കയറുമ്പോൾ നമ്മുടെ ഒരു ഷെർപ്പ കാണും, ഇറങ്ങുമ്പോൾ ആരും കാണത്തില്ല. അപ്പൊ ഞാൻ പോയിട്ട് ഒരു ഡോക്ടറെ കണ്ട്
അദ്ദേഹത്തിന്റെ സർട്ടിഫിക്കറ്റ് ഒക്കെ മേടിച്ചിട്ട് വേണം വീണ്ടും ബേസ് ക്യാമ്പിൽ വരാൻ. അപ്പൊ ഞാൻ ഈ ഇത്രയും പൈസ അവിടെ എടുത്തിട്ട് വന്നിരിക്കുക, നമ്മളെല്ലാം കടം എടുത്തിട്ടല്ല വന്നിരിക്കുന്നത്. കാശ് കൈ വെച്ചിരിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല, പോയിട്ട് പിന്നെ വരാമെന്ന് പറയാമല്ലോ. മാത്രമല്ല ഇന്ത്യയുടെ 75th ഓഫ് ഇന്ത്യസ് ഇൻഡിപെൻഡൻസ് വേണ്ടി ഞാൻ വന്നിരിക്കുന്നത്. അത് വലിയ എനിക്ക് പ്രശ്നമായി, സ്ട്രഗിൾ ആയിരുന്നു എനിക്ക് മാനസികമായിട്ട്. നമുക്ക് ഇപ്പോൾ ഈ വർഷം തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും ബുദ്ധിമുട്ടിയ കാര്യം അതാണ്. അപ്പോൾ ഈ 2 കാര്യങ്ങളുള്ളതുകൊണ്ട് എനിക്ക് തിരിച്ചിറങ്ങി പോകാൻ തോന്നിയില്ല. ബേസ് ക്യാമ്പിൽ നിന്ന് ഇവർ പൊക്കോളാൻ പറഞ്ഞെങ്കിലും ഞാൻ എൻ്റെ ഇടയ്ക്കുള്ള നാംജെ ബസാർ എന്ന സ്ഥലമുണ്ട്, അവിടെ ഞാനൊരു കുറച്ച് നാൾ മൊണാസ്ട്രി, അവിടെ മൊത്തം ബുദ്ധിസ്റ്റ് ഏരിയകളാണ്. കാരണം 150 രൂപയ്ക്ക് 200 രൂപയ്ക്കൊക്കെ റൂം കിട്ടും, ചെറിയ റൂം കിട്ടും, ബാത്റൂം ഒന്നും ഇല്ലാത്ത. എൻ്റെ കാശൊന്നുമില്ല, എല്ലാ കാശും കമ്പനിക്ക് കൊടുത്തു ആ സമയത്തെ, പൈസ ഒന്നുമില്ല. അപ്പം അതെടുത്തിട്ട് ഞാൻ നേരെ മൊണാസ്ട്രിയിൽ വന്നിരിക്കും, രാവിലെ തൊട്ട് വൈകിട്ട് വരെ, എന്നിട്ട് രാത്രിയും പോയി കിടക്കും. അങ്ങനെ ഈ ബേസ് ക്യാമ്പിൽ നമ്മുടെ കൂടെ ഒരു അമേരിക്കൻ സുഹൃത്തുണ്ടായിരുന്നു, സുബീർ പക്ഷി എന്ന് പറയുന്നത്. അങ്ങനെ ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. റേഞ്ച് ഉണ്ട്, നെറ്റ് കിട്ടും. 1 GB എങ്ങാണ്ടോ $200 കൊടുക്കണം. അന്ന് അങ്ങനെയായിരുന്നു, ഏകദേശം 12,000 രൂപ 1 GB. അപ്പൊ അങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ മെസ്സേജ് ഇടും, നമ്മുടെ വെതർ വിൻഡോ ഓപ്പൺ ആയിട്ടില്ല, അവരവിടെ വെയിറ്റ് ചെയ്യണം. ഞങ്ങളുടെ ടീം മൊത്തം ഈ വെതർ വിൻഡോ ഓപ്പൺ ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക, മനസ്സിലായില്ലേ? 10-12 പേരുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ദിവസം രാത്രി പെട്ടെന്ന് മെസ്സേജ് ഇട്ടു, വെതർ വിൻഡോ ഓപ്പൺ ആയി. 10-ാം തീയതി രാത്രി, മെയ് 10-ാം തീയതി രാത്രി ടീം മുകളിലോട്ട് പോകും. 2 ടീമായിട്ട് സ്പ്ലിറ്റായി. ഒരു ടീം വലിയ അസുഖങ്ങളൊന്നും ഇല്ലാത്ത ടീം 9-ാം തീയതി പോകും. ഞങ്ങൾ കുറച്ച് ചുമയൊക്കെയുള്ള ടീമുകൾ 10-ാം തീയതി പോകുന്നു. അത് കഴിഞ്ഞാൽ പിന്നെ ടീമില്ല, ഒറ്റയ്ക്ക് ഒരു വിടത്തില്ല. നമുക്ക് ബേസ് ക്യാമ്പിന് മേലെ ഒറ്റയ്ക്ക് പോകാൻ പറ്റത്തില്ല, കാരണം വെള്ളം തിളപ്പിക്കാൻ പറ്റുമോ, റൂട്ട് അറിയാവോ, പോയാൽ മരണം ഉറപ്പ്. അങ്ങനെ വിടത്തില്ല, കാരണം അത് നിയമപരമായിട്ട് നേപ്പാൾ സർക്കാർ അനുവദിക്കത്തില്ല. ലാസ്റ്റ് പോകാനുള്ള ഓപ്ഷൻ മെയ് 10-ആണ്. മെയ് 10-ന് മുമ്പ് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ശ്രമിക്കാം. കാരണം അവിടെ വന്ന് കമ്പനിയുടെ മുതലാളിയുണ്ട്, സ്റ്റീഫൻ ഷെർപ്പ എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ട്, ദാവാ സ്റ്റീഫൻ ഷെർപ്പ. അങ്ങനെ അനുവദിച്ചാൽ മാത്രമേ പോകാൻ പറ്റൂ. അങ്ങനെ എന്റെ കഥയൊക്കെ അറിയാം, ഞാൻ ചുമച്ച് ചോര തുപ്പിയ കഥയൊക്കെ അറിയാം. കാരണം വീണ്ടും നമ്മൾ മേളിലേക്ക് പോയി കഴിയുമ്പോൾ ഈ അസുഖം വീണ്ടും തിരിച്ചു വരും. എന്നിട്ട് ന്യൂമോണിയയുടെ ഒരു ഇന്ത്യൻ സ്റ്റേജിൽ നമ്മളുടെ ഈ ലങ്സിന്റെ 2 ലോബുകൾ തമ്മിൽ അടയും, പിന്നെ നമ്മൾ മരിച്ചു പോകും. അങ്ങനെയാണ് മരണം സംഭവിക്കുന്നത്, ശ്വാസം എടുക്കാൻ പറ്റാതെ. ലോബിന്റെ ഇടയ്ക്കല്ലേ ശ്വാസം നിറയേണ്ടത്, ചക്രശ്വാസം വലിക്കുമ്പോൾ നമ്മൾ അടയും, പിന്നെ തുറക്കത്തില്ല. ഈ യാത്രക്കിടയിൽ ഇപ്പോൾ ഇങ്ങനെ പൊതുവെ നമ്മൾ കാണുന്ന വീഡിയോസിലൊക്കെ ഉണ്ടാകുന്ന ഒരു സംഗതിയാണ് ഈ ഷൂസ് പോയി പോവുക, അതേപോലെ എന്തെങ്കിലുമൊക്കെ കയ്യിൽ നിന്ന് പോയി പോകുന്ന അവസ്ഥ. ഈ ഗ്രൂപ്പായിട്ട് പോകുമ്പോൾ എങ്ങനെയാണ് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്യാണോ ചെയ്യുക, എന്തെങ്കിലുമൊക്കെ നഷ്ടപ്പെടുക? നമ്മൾ മിക്കവാറും മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളെന്ന് വെച്ചാൽ നമ്മുടെ ഗ്ലൗസ് ഇമ്പോർട്ടന്റ് ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഷൂസ് അങ്ങനെ ഒരു പോകാറില്ല ആൾക്കാർ, ഷൂസ് ഒരു പെയർ മാത്രമേ കൊണ്ടുപോകാറുള്ളൂ. ഗ്ലൗസ്, ക്യാപ്പ്, കണ്ണാടി, ഇതെല്ലാം നമ്മൾ 2 പേർ കൊണ്ടുപോകും. ചിലർ 1 പേരെ കൊണ്ടുപോകത്തില്ല. അപ്പൊ ഇതുപോലെ ആരെങ്കിലും ഹെൽപ്പ് ചെയ്യും. ചിലർ 3 പേര് കൊണ്ടുവരും പേടിച്ചിട്ട്, എന്തായാലും അയാളുടെ നമുക്ക് മേടിക്കാൻ പറ്റും തരുന്നവരാണെങ്കിൽ. ഗ്ലൗസ് ഒരുപാട് പേരുടെ കൈകളൊക്കെ വിരലൊക്കെ മുറിച്ച് കളയേണ്ട വന്നിട്ടുണ്ട്. കാരണം ഭയങ്കര തണുപ്പാ. ചിലപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ക്യാരബിന് ഒരു സേഫ്റ്റി മാറ്റാൻ വേണ്ടി പോകുമ്പോഴാണ് ഇത് തെറിച്ചു പോകുന്നത്, പോയില്ലേ? അപ്പൊ നമ്മൾ അതെല്ലാം 2 പേരുകൾ കൊണ്ടുപോകും. അതുകൊണ്ടൊക്കെ ഇത്തരം റേറ്റും വരുന്നത്. കണ്ണാടി, നമ്മൾ കണ്ണാടി കൃത്യമായ രീതിയിൽ നല്ല UV പ്രൊട്ടക്ഷനുള്ള ഗ്ലാസ്, അല്ലെങ്കിൽ കണ്ണിൽ സ്നോ ബ്ലൈൻഡ്നെസ് വരും, പിന്നെ ഒന്നും കാണാൻ പറ്റത്തില്ല, വെളുപ്പ് മാത്രമേ കാണത്തുള്ളൂ. ഫുൾ വൈറ്റ്, ബ്ലാക്ക് അല്ല, ഫുൾ വൈറ്റ്, സ്നോ ബ്ലൈൻഡ്നെസ്. അതേപോലുള്ള കണ്ണാടി വേണം. ആ കണ്ണാടി കാറ്റത്ത് തെറിച്ചു പോയാലോ? ഗിയറിന്റെ എക്സ്പെൻസ് എന്ന് പറയാൻ പറ്റുമോ ഏകദേശം? ഗിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പം പറയുകയാണെങ്കിൽ നമ്മുടെ ബൂട്ട്സ് ഏകദേശം ഒരു $1,200-1,300 വരും. -40 ഡിഗ്രിയുടെ സ്ലീപ്പിംഗ് ബാഗ് അറൌണ്ട് $1,300-1,400 വരും. പിന്നെ നമ്മളുടെ മിറ്റൻസ്, നമ്മുടെ മിറ്റൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്ലൗസിന്റെ കൂടിയ സാധനമാണ്. തള്ളമറിൽ മാത്രമേ അടക്കാൻ പറ്റത്തുള്ളൂ, ബാക്കി എല്ലാവരും ഒരുമിച്ചായിരിക്കും ഇരിക്കുന്നത്. കണ്ടിട്ടുണ്ടോ? മിറ്റൻസ് എന്നാ പറയുന്നത്. അതിന് ഏകദേശം $500-600 വരും. അല്ല, അപ്പൊ അത് ഇളകാതിരിക്കാന്ന് പറയുമ്പോ എങ്ങനെയാണ് അതിന്റെ ഒരു ഒറ്റ പോയിന്റ് ആയിരിക്കും, തണുപ്പ് കിട്ടാൻ വേണ്ടിട്ട്. പിന്നെ അതല്ലാതെ വേറെ നമ്മൾ ഗൈഡ് ഗ്ലൗസ് എന്ന് പറഞ്ഞിട്ട് വിരൽ അനക്കാൻ പറ്റുന്ന ഗ്ലൗസ് മേടി. 2-3 തരം ഗ്ലൗസ് ഉണ്ട്. ഇതിനകത്തടാനുള്ള ഇന്നർ ഉണ്ട്. പിന്നെ സമ്മിറ്റ് സ്യൂട്ട്, സമ്മിറ്റ് ജാക്കറ്റ്, നമ്മുടെ ഭയങ്കര കട്ടിയുള്ള ജാക്കറ്റ് ഉണ്ട്. കട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്ക് ഫെദറിന്റെ കപ്പാസിറ്റി വളരെ കൂടുതലാണ്. അതിന് ഏകദേശം ഒരു $1,300-1,400 ആവും. ഇത് 3 ഏറ്റവും വേറെ: സ്ലീപ്പിംഗ് ബാഗ്, സമ്മിറ്റ് ബൂട്ട്സ്, സമ്മിറ്റ് ജാക്കറ്റ്. പിന്നെ ബാക്കി 100 കണക്കിന് സാധനങ്ങൾ. നമ്മുടെ ഗോഗിൾസ്, സാധാ കണ്ണാടി അല്ലാതെ വലിയ വീതിയുള്ള സാധനമുണ്ട്. കാരണം ഇത് കൊടുങ്കാറ്റ് അടിച്ചു കഴിയുമ്പോഴേ തണുപ്പ് മറ്റേ നമ്മുടെ മണൽത്തരി പറക്കുന്നത് പോലെ മഞ്ഞ് പറക്കും, മനസ്സിലായോ? എന്നിട്ട് ഈ ഗ്ലാസിന്റെ ഇടയെ ഓട്ടേണ്ട അതിൽ കൂടെ കയറി കണ്ണിനകത്ത് കയറും. തീർന്നു. കണ്ണിനകത്ത് ഭയങ്കര തണുപ്പ്. കണ്ണിൽ തണുപ്പ് കൂടിക്കഴിഞ്ഞാൽ നമുക്ക് തലവേദന വരും.
ചില കാറ്റൊക്കെ കണ്ണിലോട്ട് അടിക്കുമ്പോഴേ അടിച്ചുകൊണ്ടേ ഇരിക്കില്ലേ, നമുക്ക് തലവേദന വരും. അപ്പോൾ അതിന് വേണ്ടി വലിയ ഗോഗിൾസ് ഉണ്ട്, ഇങ്ങനെ ഇത് മറച്ചുള്ള സാധനമുണ്ട്. പിന്നെ ഗ്ലൗസ്, ഒരു 3-4 തരം ഗ്ലൗസ്, തലയിടുന്ന സാധനം 3-4 തരം. ഇനി ഡ്രസ് തന്നെ പല ലെയേഴ്സിലല്ലേ? ഡ്രസ് എന്ന് വെച്ചാൽ ആദ്യം നമ്മൾ ഒരു തെർമൽ ലെയർ ആയിരിക്കും ഉപയോഗിക്കുന്നത്. അത് മിക്കവാറും നമ്മൾ മേടിക്കുന്നത് നോർത്ത് ഫേസ് എന്ന് പറഞ്ഞ കമ്പനിയോ അല്ലെങ്കിൽ ഇതിൽ സ്മാർട്ട് വൂൾ എന്ന് പറഞ്ഞ കമ്പനിയോ ഒക്കെ ആയിരിക്കും. കാരണം അതൊക്കെ നല്ല സ്മാർട്ട് വൂളൊക്കെ ഇവിടെ ഉണ്ടോ? സ്മാർട്ട് വൂളൊക്കെ അമേരിക്കയിലൊക്കെ ഉള്ളൂ, പക്ഷെ നേപ്പാളിൽ കിട്ടും. അത് ഇന്ത്യയിലൊന്നും കിട്ടത്തില്ല. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ മറീനോ വൂൾ എന്ന് പറഞ്ഞൊരു പ്രത്യേകതര ഊളാണ്. അത് വെച്ചിട്ട് ആ ഒരു മെറ്റീരിയൽ വെച്ചിട്ട് അതൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. അത് നിങ്ങളുടെ സ്വെറ്റൊക്കെ പെട്ടെന്ന് അത് വലിച്ചെടുത്തിട്ട് അത് ഫ്രഷ് ആവും. വീണ്ടും 10 ദിവസം ഇട്ടാലും നാറ്റമൊന്നും വരത്തില്ല. ഈ എക്സ്പെഡീഷന്റെ മൊത്തം ഡേയ്സിൽ ഇത് ഊരൂലല്ലേ നമ്മള്? തീരെ ഇല്ല, ഫുൾ ഡേ. ഞാനകത്തെ ഇന്നർ ഊരിയിട്ടേ ഇല്ല, ഒരു 30 days ഊരിയിട്ടേ ഇല്ല. കാരണം ഊരാൻ പറ്റത്തില്ല. ഈ 30 days ആവുന്ന നമ്മൾ ഈ രോഗം ബാധിക്കുക അങ്ങനെ എന്തെങ്കിലും ചെയ്യുമ്പോൾ ആഡ് ഓൺ ആണോ, അതോ മൊത്തം 30 days മൊത്തം പോവോ? മൊത്തം ഒരു 58 days വേണമല്ലോ ക്ലൈം ചെയ്യാൻ വേണ്ടി. സബ്മിറ്റിന്റെ ടൈം മാത്രമേ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യൂ, ഐ മീൻ ഇതിൽ കൂട്ടുള്ളൂ ലാസ്റ്റ് സബ്മിറ്റ്. ഓക്കെ. അപ്പൊ എന്നിട്ട് പിന്നെ നമുക്ക് വേണ്ടത് സ്പെയർ ഷൂസ് വേണം നമ്മുടെ. പിന്നെ ഈ ക്യാമ്പിംഗ് ഷൂസ് എന്ന് പറയുന്നുണ്ട്. ക്യാമ്പിനകത്ത് നമ്മൾ ഇട്ടുകൊണ്ട് കിടക്കുന്ന ഷൂസ് ഉണ്ട്, ഈ വലിയ ഫെദറിന്റെ ഷൂസ് ഉണ്ട്. പിന്നെ അകത്ത് ലെയർ നമ്മൾ ഈ സ്മാർട്ട് വൂളിന്റെ തെർമൽ ലെയർ, അതിന്റെ മുകളിൽ നമ്മളൊരു ഫ്ലീസിന്റെ ലെയർ ഇടും, ഫ്ലീസ് ലെയർ. അതിന്റെ മുകളിൽ നമ്മളൊരു ലൈറ്റ് തിൻ ജാക്കറ്റ് ഇടും. അതിന്റെ മുകളിൽ നമ്മൾ -30 ജാക്കറ്റ് ഇടും. അതിന്റെ ഏറ്റവും മുകളിലാണ് സബ്മിറ്റ് സ്യൂട്ട് ഇടുന്നത്. ഇത് ഊരി നമുക്ക് അകത്ത് എത്താൻ പറ്റത്തില്ല. ഡിവൈസുകളോ ഇലക്ട്രോണിക് ഡിവൈസുകളോ എന്തെങ്കിലും? ഇലക്ട്രോണിക് ഡിവൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ള ക്യാമറ, പിന്നെ ഫോണ്, ഈ GPS സാറ്റലൈറ്റ് അങ്ങനെ എന്തെങ്കിലും. അതിന്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാലേ, നമ്മുടെ ഇന്ത്യയില് ഈ വഴിതെറ്റി പോകുന്ന പല ആൾക്കാരും വഴിതെറ്റി പോകുന്ന പറയത്തില്ലേ, വിദേശ രാജ്യത്തെ ആൾക്കാർ പോകുമ്പോൾ അവർക്ക് ഗാർമിൻ എന്ന കമ്പനിയുടെ ഡിവൈസ് ഉണ്ട്. ആ ഡിവൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് സാറ്റലൈറ്റ് ഡിവൈസുകളാണ്, മനസ്സിലായോ? അത് ഏത് കാട്ടി വെച്ചാണെങ്കിലും അത് നിങ്ങൾക്ക് ഡയറക്ഷൻ തരും. ഞാൻ എൻ്റെ ഡിവൈസ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഫോണിലോട്ട് മെസ്സേജ് വരും, എനിക്ക് മെസ്സേജ് അയക്കാം, ഐ എം സേഫ്, ഐ എം ഓക്കെ. എൻ്റെ കോർഡിനേറ്റ്സ് നിങ്ങൾക്ക് 24 hour കിട്ടിക്കൊണ്ടേയിരിക്കും. ഈ ഡിവൈസിന്റെ കാറ്റ് പോകത്തില്ല, മീൻസ് ഈ ഡിവൈസിന്റെ ചാർജ് പോകത്തില്ല. അത്രയ്ക്ക് കപ്പാസിറ്റി ഡിവൈസ്. നമുക്കത് ഇന്ത്യയിൽ കൊണ്ടുവന്ന് നിങ്ങളെ പോലീസ് പിടിക്കും. ഇന്ത്യയിൽ സാറ്റലൈറ്റ് ഉപയോഗിക്കാൻ പറ്റത്തില്ല, സാറ്റലൈറ്റ് ഫോണും സാറ്റലൈറ്റ് ഡിവൈസ് ഒന്നും യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഉണ്ടാകും നമ്മുടെ ഒരാൾ പോലും ചെറുപ്പക്കാർ വഴി തെറ്റത്തില്ല, പറയാൻ പറ്റത്തില്ലല്ലോ. കാരണം ഇവിടെ ഈ തീവ്രവാദത്തിന്റെ പ്രശ്നങ്ങളോ അത് ഇതൊക്കെ ഉള്ളതുകൊണ്ട് ഡയറക്റ്റ് സാറ്റലൈറ്റ് ഫോൺ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ വിദേശത്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ ഇത് ഹയർ ചെയ്യും. അല്ലെങ്കിൽ ഏത് കാട്ടിൽ പോയി കഴിഞ്ഞാൽ ഞാൻ നിങ്ങളുടെ ഇതായിരിക്കും കൊടുക്കുന്നത്, നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ കൃത്യമായ ലൊക്കേഷൻ അത് നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും. ഇന്ന സ്ഥലത്താണെന്നുള്ള കാര്യം മനസ്സിലാൻ പറ്റും. SOS വിടാൻ പറ്റും. സാറ്റലൈറ്റ് ആണല്ലോ. SOS എന്ന് പറയുമ്പോൾ SOS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപകട ഡിസ്ട്രസ് സിഗ്നൽ വിടാൻ പറ്റും. അപ്പൊ അവിടെ പോയി നിങ്ങളുടെ കോർഡിനേറ്റ്സ് നിങ്ങളുടെ ഫോണിലേക്ക് വരും, അവിടെ അന്വേഷിച്ച് വന്നാൽ മതി. ഇപ്പൊ ഡെനാലിന്ന് നിങ്ങൾ ലാസ്റ്റ് പോയപ്പോ അവിടെ കുടുങ്ങിയ സമയത്ത് SOS ആണല്ലോ ലാസ്റ്റ് അയച്ചത് അല്ലേ? ലാസ്റ്റ് പോയപ്പോ കുടുങ്ങിയപ്പോ ഞങ്ങളുടെ ഇരുന്ന് സാറ്റലൈറ്റ് ഫോണാണ്. സാറ്റലൈറ്റ് ഫോൺ കോൾ ചെയ്യാൻ പറ്റുമല്ലോ. അപ്പം ആ സമയത്ത് സാറ്റലൈറ്റ് ഫോണിൽ വിളിക്കുക ചെയ്തത്. ഞാൻ വിളിച്ചിട്ട് കൃത്യമായി കിട്ടിയില്ല, പിന്നെ മെസ്സേജ് അയച്ചു. കാരണം ഇതൊക്കെ പ്രശ്നം വെച്ചാൽ മേഘം മൂടി കഴിഞ്ഞാൽ പിന്നെ സാറ്റലൈറ്റ് ഫോൺ വർക്ക് ചെയ്യത്തില്ല. കൂട്ടുകാരടിക്ക് മേഘമായിരിക്കുമല്ലോ മൊത്തം, ഇതിൽ കമ്മ്യൂണിക്കേഷൻ കട്ടാവും. അങ്ങനെയും പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അത് നമ്മൾ വളരെ ചില സ്ഥലങ്ങളിലൊക്കെ മാറി നിന്ന് പോയി വിളിക്കേണ്ടി വരും. അപ്പം ചില സ്ഥലത്ത് പോകാൻ പറ്റത്തില്ല, കാരണം ഡേഞ്ചർ ആയിരിക്കും ആ സ്ഥലത്തോട് നടന്നു പോകുന്നത്. അത് നമ്മൾ സേഫ്റ്റി നോക്കിയിട്ട് അവിടുന്ന് വിളിക്കാൻ പറ്റുമെങ്കിൽ വിളിക്കും. അപ്പോൾ ആൾക്കാർ ചിലപ്പോൾ ചോദിക്കും എന്തുകൊണ്ടാണ് ചെയ്യാൻ പറ്റാത്തത്. നമുക്ക് പുറത്തിറങ്ങി പോകാൻ പറ്റത്തില്ല, ഗ്ലേഷ്യറാ. പല ആൾക്കാരും ബേസ് ക്യാമ്പിൽ വീണ് മരിച്ചിട്ടുണ്ട്. ദെനാലിയുടെ ബേസ് ക്യാമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദെനാലി നമ്മളൊരു ചെറിയ വിമാനം കൊണ്ട് ഇറക്കി വിടുന്ന ഒരു വലിയ ഗ്ലേഷ്യറാണ്. അവിടെ തന്നെ കൃപാസലുണ്ട്. അപ്പൊ നമ്മൾ ഈ 18 ദിവസത്തെ ഫുഡ് കൊണ്ടുപോയിട്ട് എല്ലാം കൂടെ തൂക്കിയെടുത്തോണ്ട് പോകത്തില്ല. നമ്മൾ പല സ്ഥലത്തും കുഴിച്ചിട്ടായിരിക്കും പോകുന്നത്. ബേസ് ക്യാമ്പിൽ 2 ദിവസമുള്ള ഫുഡ് കുഴിച്ചിടും, അടുത്ത ക്യാമ്പിൽ 1 ദിവസം ഫുഡ് കുഴിച്ചിടും. കാരണം അവസാനം നമ്മളൊരു 3 ദിവസത്തെ ഫുഡ് മാത്രമേ നമ്മുടെ കാണത്തുള്ളൂ. സബ്മിറ്റ് ഡേയിൽ ഇത്രയും കൂടെ വലിച്ചുകൊണ്ട് പോകാൻ പറ്റത്തില്ല. നമുക്ക് തിരിച്ചു വരാൻ നമ്മൾ ഇത് കുഴി മാന്തി എടുത്തിട്ട് ആയിരിക്കും നമ്മൾ കഴിക്കുന്നത്. മനസ്സിലായോ? ഈ 18 ദിവസം അപ്പൊ ഈ കുഴിച്ചിടാൻ പോകുന്ന സമയത്ത് വേറെ ഏതെങ്കിലും കൃവാസിന്റെ മുകളിൽ കൂടെയാണ് നമ്മൾ അതിനകത്ത് വീഴും. നമ്മൾ 3 പേരോടെ പോവുകയാണെങ്കിൽ നമ്മൾ 3 പേര് റോപ്പ് ചെയ്തായിരിക്കും നടക്കുന്നത്. ഞാൻ കുഴി വീണാലും നിങ്ങളുടെ ശരീരത്തിലുള്ള റോപ്പ് ഞാനായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ അതിനകത്ത് തൂങ്ങിക്കിടക്കും, ഞാൻ രക്ഷപ്പെടും. പക്ഷെ ഞാൻ ഇപ്പൊ അവിടുത്തെ ചെറിയ ചെറിയ ഐസ് ശേഖരിക്കാൻ പോവാ, അല്ലെങ്കിൽ ഇതുപോലെ കുഴിച്ചിടാൻ പോകുന്ന സമയത്ത് ഞാൻ ഒറ്റയ്ക്കായിരിക്കും പോകുന്നത്. ആരറിയാൻ എവിടെ വീണ മരിക്കുന്നത്? മിസ്സിംഗ് ആയി പെട്ടെന്ന് കൂടെ ഒരാൾ പോയി പോകും. വീണ് കയ്യോ കാലോ ഇടിച്ചു കഴിഞ്ഞാൽ കരിങ്കല്ല് പോലത്തെ സാധനം ഐസ് എന്ന് പറയുന്നത്, മഞ്ഞല്ല, ഭയങ്കര സ്ട്രോങ് ആണ്. ഈ റൂട്ട് മാറിയിട്ടാണോ നിങ്ങൾ കുഴിച്ചിടാനും ഒക്കെ പോവുക? അതിന് ക്യാഷ് ചെയ്യാനുള്ള ഏരിയകൾ ഇവർ തന്നിട്ടുണ്ട്. ഇന്ന ഏരിയയിൽ ക്യാഷിംഗ് എന്നാ പറയുന്നത്. അവിടെ കുഴിച്ചിട്ടിട്ട് നമ്മൾ നമ്മുടെ വലിയൊരു സൈൻ ബോർഡ് വെക്കും. ഒരു ചെറിയൊരു ചൂരലിനകത്ത് നമ്മുടെ ഒരു പേരെഴുതി വെക്കും, ടീമിന്റെ പേരെഴുതി വെക്കും.
അപ്പൊ അവിടെ വേറെ വില്ലന്മാരുണ്ട്. റാവൻസ് എന്ന് പറഞ്ഞ വലിയ കാക്കകളുണ്ട്. 1 മീറ്റർ വരെ കുഴിക്കും. അവന്റെ പരിപാടി നമ്മൾ കുഴിച്ചിട്ടുള്ള ഭക്ഷണം കുഴിച്ചെടുക്കല. അപ്പൊ നമ്മൾ അതിലും താഴ്ന്ന് വേണം കുഴിച്ചിടാൻ വേണ്ടി. വെറുതെ പെരിഫറായിട്ട് കുഴിച്ചിട്ട് കാര്യമില്ല. പെരിഫറായിട്ട് കുഴിച്ചിട്ടുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 പ്രശ്നം. ഒന്ന് കാക്ക എടുക്കും, അല്ലെങ്കിൽ ഇതിന്റെ മണ്ടയ്ക്ക് മഞ്ഞ് പെയ്ത് കഴിഞ്ഞാലേ ഇത് കാണാൻ പറ്റത്തില്ല നമുക്ക്. അത് പലപ്പോഴും നമുക്ക് അങ്ങനെ സാധനം മിസ്സാവാറുണ്ട്. നമ്മൾ 10 ദിവസം കഴിഞ്ഞ് തിരിച്ചു വരുന്നത് ഒരു 3-4 അടി മഞ്ഞ് വീണ് കഴിഞ്ഞാൽ നമ്മൾ എവിടെ ഇട്ട്, മഞ്ഞ് കടലാണല്ലോ, പിന്നെ നമ്മൾ അതിന് തപ്പി നടക്കേണ്ടി വരും. പിന്നെ ഈ നോർത്ത് ഡെനാലിലൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ അവിടുത്തെ സമ്മറിലാണ് പോകുന്നത്. അപ്പോൾ അവിടെ രാത്രി കാണത്തില്ല, 24 മണിക്കൂർ ഫുൾ പകല, 24 മണിക്കൂർ പകലായിരിക്കും. അപ്പോൾ എന്ത് സംഭവിക്കും? അപ്പോൾ നമ്മളുടെ ഈ സിർക്കാഡിയൻ വൃതമൊക്കെ തെറ്റി നമുക്ക് ഭ്രാന്ത് പോലെയാവും. നമുക്ക് ഉറക്കം വരത്തില്ലല്ലോ. ഉറക്കം പറഞ്ഞാൽ രാത്രി ആവണ്ടേ? രാത്രി 10 മണിക്കും ഭയങ്കര വെളിച്ചം. രാത്രി 10 മണിക്ക് സൂര്യൻ, 12 മണിക്ക് സൂര്യൻ, 1 മണിക്ക് സൂര്യൻ. അപ്പോൾ നമുക്ക് പിന്നെ എങ്ങനെയല്ലോ ഒക്കെ അങ്ങ് ക്ഷീണം കൊണ്ട് ഉറങ്ങാന്നേ ഉള്ളൂ. പിന്നെ സോക്കോൾഡ് രാത്രി എന്ന് പറയുന്ന സമയമാകുമ്പോൾ ഇച്ചിരി തണുപ്പ് വരും. ആ സമയത്ത് ചിലപ്പോൾ സൂര്യൻ ഇങ്ങനെ ആയിരിക്കും കറങ്ങുന്നത്. നമ്മുടെ നാട്ടിലെ ഈ കിഴക്കുതിച്ച് പടിഞ്ഞാറ് അസ്തമിക്കുകയല്ല ചെയ്യുന്നത്. നിങ്ങൾ പോളിസിലോട്ട് പോകുമ്പോൾ നിങ്ങളുടെ മേളിൽ ഇങ്ങനെ കിടന്നിട്ട് കറങ്ങിക്കൊണ്ടിരിക്കും. ഇങ്ങനെ വട്ടിട്ട് കറങ്ങണ പോലെ. വട്ടിട്ട് കറക്കും, വട്ടിട്ട് പരുന്ത് കറങ്ങുന്ന പോലെ. എങ്ങനെ നിങ്ങൾ സൗത്ത് പോളിൽ എത്തിയെന്ന് മനസ്സിലാക്കുന്നത്? പണ്ടത്തെ ആൾക്കാർ എങ്ങനെയാണ് മനസ്സിലാക്കിക്കൊണ്ടിരുന്നത്? സൗത്ത് പോൾ കണ്ടുപിടിക്കുന്ന ആൾക്കാർ സൗത്ത് പോളിൽ എത്തുമ്പോൾ നിങ്ങളുടെ 45 ഡിഗ്രി ആംഗിളിലായിരിക്കും വന്നിട്ട് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. മനസ്സിലായോ? നോർത്ത് പോളിൽ സമ്മർ ആകുമ്പോൾ അവിടെ 45 ഡിഗ്രി ആംഗിളിൽ കറങ്ങും. ഈ ആംഗിൾ നോക്കിയിട്ടാണ് ഇവർ സൗത്ത് പോൾ ആയോ എന്ന് മനസ്സിലാക്കുന്നത്. ഇല്ല, എങ്ങനെ സൗത്ത് പോളിൽ കൊണ്ട് കുരു കുത്തുന്നത്? പണ്ട് കുത്തുന്ന സ്ഥലത്തെ ഇവരൊരു എക്യുപ്മെന്റ് ഉണ്ട്, അത് വെച്ചിട്ട് ആംഗിൾ നോക്കിയിട്ടാണ് പണ്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോഴാണ് GPS ഒക്കെ വന്നത്. പണ്ട് എക്സ്പെഡീഷൻ സ്കോട്ട് അങ്ങനെ ആൾക്കാരൊക്കെ പോയാൽ സൗത്ത് പോളൊക്കെ കണ്ടുപിടിച്ചത്. ആ സമയത്ത് ഇങ്ങനെയാണ്. അപ്പൊ നമ്മള് 90 ഡിഗ്രി അല്ല, നമ്മൾ സൗത്ത് പോളിലല്ല, അല്ല നോർത്ത് പോളിലല്ല, നമ്മളൊരു 78 ഡിഗ്രി 80 ഡിഗ്രിയിലാണ് നിൽക്കുന്നത്. മനസ്സിലായില്ലേ? അവിടെ കുറച്ചും കൂടെ താഴെ ആയിരിക്കും, പക്ഷെ അതിങ്ങനെയായിരിക്കും കറങ്ങുന്നത്. അപ്പോൾ 24 മണിക്കൂർ അത് കറങ്ങിക്കൊണ്ടിരിക്കും. അപ്പോൾ ഉറങ്ങാൻ പറ്റത്തില്ല. ഇതെല്ലാം മാനേജ് ചെയ്യാന്നുള്ളതാണ് നമുക്ക് ഇഷ്ടമായതുകൊണ്ടാണല്ലോ. നമുക്കിപ്പോൾ ഒരു ക്ലൈംബ് ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ അതിന്റെ മുകളിൽ നിന്ന് നാഷണൽ ഫ്ലാഗ് പറപ്പിക്കുന്നത് മാത്രമാണ് എൻ്റെ ലക്ഷ്യമെങ്കിൽ ഞാൻ ഫെയിലായി. ഇത് സഹിച്ച് എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. പ്രോസസ് എൻജോയ് ചെയ്യുമ്പോഴാണ് ശരിക്കും നമുക്കത് ബ്യൂട്ടി ആയിട്ട് തോന്നുന്നത്. നമ്മള് പോഡ്കാസ്റ്റിൽ പല യാത്രക്കാരും വന്നിട്ടുണ്ട്. അപ്പൊ നമ്മള് എന്തിനാണ് ഒരാൾ യാത്ര ചെയ്യുന്നത് എന്നുള്ളൊരു സാധനം ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, ഓക്കെ ഇയാളുടെ ഒരു മൂഡ് എന്താണ്, ഇയാൾ എന്തിനാണ് ജീവിക്കുന്നതെന്നൊരു മനസ്സിലാവും നമുക്ക്. അപ്പോൾ നമ്മളെല്ലാരോടും ഫസ്റ്റ് ചോദിക്കുന്ന ചോദ്യമാണ്, നിങ്ങൾ എന്തിനാ യാത്ര ചെയ്യുന്നത്, എന്തിനാണ് ഇത്ര കഷ്ടപ്പെടുന്നത്? പർട്ടിക്കുലർലി മൗണ്ടൈൻസ് ചൂസ് ചെയ്യുന്നത്. ഇതുവരെ നമ്മള് കണ്ടതിൽ വെച്ച് ഏറ്റവും പ്രയാസത്തോടു കൂടി യാത്ര ചെയ്യുന്ന ഒരാള്, അതായത് ഇതൊരിക്കലും ഒരു ഫണ്ണല്ലല്ലോ, ഭയങ്കര പെയിൻഫുൾ, ജീവിതം മുഴുവൻ പ്രയാസം ഏറ്റെടുത്താണല്ലോ പോകുന്നത്. അപ്പൊ എന്തിനാണിത് ചൂസ് ചെയ്യുന്നത്? അതെന്ന് വെച്ചാൽ നമ്മള് ഒരു സെൻസ് ഓഫ് കംപ്ലീഷൻ, നമുക്കൊരു സെൻസ് ഓഫ് അച്ചീവ്മെന്റ് കിട്ടും. മീൻസ് നമുക്കൊരു പർവ്വതം സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മളിപ്പം ഈ പല ആൾക്കാർക്കും ഡിപ്രഷനും കാര്യങ്ങളൊക്കെ വരുന്ന കാര്യം എന്ന് വെച്ചാൽ ജോലിക്കൊരു സെൻസ് ഓഫ് കംപ്ലീഷൻ അച്ചീവ്മെന്റ് ഇല്ല, നിങ്ങൾക്കൊരു റിവാർഡില്ല. ഒരു IT കമ്പനി, നിങ്ങൾ ഏതോ ഒരു കമ്പനിക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രൊജക്റ്റിന്റെ ഏതോ ഒരു ഭാഗമാണ് നിങ്ങൾ ചെയ്യുന്നത്. ടീച്ചറാണ്, ഏതോ കുട്ടികളെ പഠിപ്പിച്ചിട്ട് പോവുക, പക്ഷെ അതിലും കൂടുതൽ അച്ചീവ്മെന്റ് വീട് വെക്കുന്ന ഒരു മറ്റേ മേശരിക്ക് കിട്ടും. കാരണം അവന് വീട് വെച്ച് കഴിയുമ്പോൾ അവനൊരു സെൻസ് ഓഫ് അച്ചീവ്മെന്റ് ഉണ്ട്, അല്ലെ, സെൻസ് ഓഫ് കംപ്ലീഷൻ ഉണ്ട്. ഒരു സാധനം ചെയ്തു. ഒരു ആർട്ടിസ്റ്റിന്റെ ഒരു പടം വരച്ചു കഴിയുമ്പോൾ ഇല്ലേ, ഒരു പാട്ടുകാരൻ ഒരു പാട്ട് കമ്പോസ് ചെയ്യുമ്പോൾ ഒരു സെൻസ് ഓഫ് ഒരു ഫുൾഫിൽമെന്റ് അച്ചീവ്മെന്റ് ഉണ്ട്. അതുപോലൊരു സാധനമാണ് മൗണ്ടനറിങ്. നമ്മളൊരു പീക്ക് ക്ലൈംബ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു സെൻസ് ഓഫ് ഫുൾഫിൽമെന്റ്, ഒരു സംഭവം നമ്മൾ ചെയ്തു, അത് ചെയ്ത് കഴിയുമ്പോൾ വീണ്ടും നെക്സ്റ്റ് ഡേ തന്നെ അടുത്ത് നമുക്ക് ചെയ്യാൻ തോന്നും. നമ്മൾ മനസ്സിലേക്ക് അത് വരും. മനസ്സിലായില്ലേ? അതൊരു ഭയങ്കരമായിട്ടുള്ള റെപ്പറ്റീഷൻ നമ്മുടെ മനസ്സിലുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. നമുക്ക് ഒരു അഡിക്ഷൻ പോലെ ആവുന്ന ഒരു കാര്യമാണ്. നമ്മൾ ചെയ്യുന്നതിനേക്കാളും വലുത് ചെയ്യണമെന്ന് തോന്നും. നമ്മളൊരു വലുതെന്ന് വെച്ചാൽ ഉയരത്തിൽ മാത്രമല്ല, അതിന് ഡിഫിക്കൽട്ടി ലെവൽ കൂട്ടണമെന്ന് തോന്നും. അത് നമ്മളെ പിൻവലിച്ചോടാൻ സമ്മതിക്കത്തില്ല. നമ്മുടെ മനസ്സിലൊരു ഫയർ ഉണ്ടെങ്കിൽ നമുക്കൊരു ആഗ്രഹം എന്നല്ല അതിന് പറയേണ്ടത്. മൗണ്ടനറിലേക്ക് പലരും വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആകസ്മികമായിട്ട്, ചിലപ്പോൾ കൂട്ടുകാരുടെ കൂടെ, ചിലപ്പോൾ ട്രക്കിങ്ങിന് പോകുമ്പോഴായിരിക്കും അടുത്ത് അന്ന മൗണ്ടൻ കയറിയേക്കാൻ, അങ്ങനെ പഠിക്കാതെ പോകുന്നെന്ന് പറയുന്നത് ഒരു രസത്തിന് വേണ്ടി പോകുന്നതാണ്. അപ്പോഴായിരിക്കും ചിലപ്പോൾ ഇവർ കണക്ട് ആവുന്നു, ഇവർക്ക് എന്തോ ഒന്ന് കിട്ടിയെന്നൊരു തോന്നൽ വരും. അപ്പോൾ ഭയങ്കര ക്ഷീണിതനായിട്ടായിരിക്കും, അല്ലെങ്കിൽ കാലും കൈയൊക്കെ വേദനിച്ചായിരിക്കും താഴെ ഇറങ്ങുന്നെങ്കിൽ വേദന മാറുമ്പോൾ എന്ത് ചെയ്യും, വീണ്ടും നമുക്ക് ഇവിടെ പോകണം. അതൊരു അഡിക്ഷനാണ്. ട്രക്കിങ് ചെയ്യുന്നവരോട് ചോദിച്ചാൽ മതി, ഇവർ എന്തിനാ പോകുന്നത് ചിലപ്പോൾ അവർക്ക് പോലും അറിയത്തില്ല. അപ്പോൾ ഈ മൗണ്ടൻസുമായിട്ട് എന്തോ ഒരു കണക്ഷൻ ഉണ്ട്. മൗണ്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഒരു എനർജിയുടെ ഒരു പ്യുവർ സോഴ്സാണ്. നമ്മുടെ ലോകത്തിലെല്ലാം ഒരു ഫ്രീക്വൻസിയും വൈബ്രേഷൻസും ആണല്ലോ.
ആ ഒരു എനർജി വൈബ്രേഷൻ എനിക്ക് പലപ്പോഴും മൗണ്ടൻസിൽ ഫീൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പല വേദങ്ങളിലും പല പുസ്തകങ്ങളിലും പർവ്വതങ്ങളെ വളരെ പൂഴ്ത്തി സംസാരിക്കും. സത്യമായിട്ടുള്ള കാര്യമാണ്. കൈലാസം ആയിക്കോട്ടെ, എല്ലാം പർവ്വതങ്ങളാണല്ലോ. അപ്പോൾ ഓരോ പർവ്വതങ്ങൾക്കും എനർജി ഉണ്ട്. ചിലപ്പോൾ നമ്മളവിടെ പോകുമ്പോൾ നമ്മൾ ഫോൺ യൂസ് ചെയ്യാറില്ല, ഇന്റർനെറ്റ് ഇല്ല, നമുക്ക് സംസാരിക്കാൻ ആൾ കാണത്തില്ല, വായിക്കാൻ ബുക്ക് കാണത്തില്ല. നമ്മൾ വെറുതെ അവിടെ ഇരിക്കുമ്പോൾ നമ്മുടെ തലച്ചോറിനകത്തോട്ട് കയറിപ്പോകുന്നൊരു വല്ലാത്തൊരു പ്രവാഹമുണ്ട് എനർജിയുടെ. അത് ചിലപ്പോൾ നമുക്ക് ചില സമയങ്ങളിൽ നമുക്ക് ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് TV പണ്ട് ഓൺ ചെയ്യുമ്പോൾ ഒരു സൗണ്ട് ഒക്കെ കേൾക്കത്തില്ലേ? ഓർമ്മയുണ്ട് നിങ്ങൾക്ക്? സൗണ്ട് അതിങ്ങനെ ഗ്രെയിൻസ് വരുന്ന സൗണ്ട്, അതുപോലെ നമ്മുടെ തലച്ചോറിനകത്ത് കുറച്ചു നേരം നമുക്ക് ഇരുന്ന് കഴിയുമ്പോൾ ആ ഒരു കണക്ടിവിറ്റി ഈ മൗണ്ടൻ ക്ലൈംബ് ചെയ്യുന്നവർക്ക് നേച്ചുറായിട്ട് ഉണ്ടാവുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാരണം നമ്മുടെ ഈ ലോകത്തുള്ള അസുഖങ്ങളുടെയും പ്രശ്നങ്ങളുടെയും ബുദ്ധിമുട്ടുകളുടെയും ഈ പറയുന്ന സ്ട്രെസ്സിൻ്റെയും ഡിപ്രഷൻ്റെയും സൂയിസൈഡിൻ്റെ എല്ലാം കാരണം എന്ന് പറയുന്നത് നമ്മൾ ഈ നേച്ചറുമായിട്ടുള്ള കണക്ഷൻ വിച്ഛേദിച്ച് കഴിഞ്ഞു. നിങ്ങൾ എത്ര പേര് നേച്ചറായിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്? നേച്ചറായിട്ട് കണക്ട് വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ ചെരുപ്പിടാതെ ഭൂമി കൂടെ നടക്കുന്ന എത്ര പേരുണ്ട്? വളരെ കുറച്ച് പേരല്ലേ ഉള്ളൂ. പള്ളിയിൽ നിസ്കരിക്കാൻ പോകുന്നത് ചിലപ്പോൾ തല അവിടെ മുട്ടിക്കുമ്പോൾ നമുക്ക് കണക്ഷൻ ഉണ്ട്, അതൊരു വലിയ കാര്യമാണ്. പക്ഷെ അല്ലാത്തവർ എവിടെ പോകുന്നു? അമ്പലത്തിൽ ശയനപ്രദർശനം ചെയ്യുന്നവരുണ്ട്, അതും ഒരു നേച്ചറായിട്ടൊരു കണക്ഷനാണ്. ഭൂമിയായിട്ട് നമ്മൾ കണക്ട് ചെയ്യുന്നുണ്ട്. ബാക്കിയെല്ലാം ഭൂമിയിൽ നിന്ന് വിട്ട് ജീവിക്കാനാണ് ശ്രമിക്കുന്നത്. ആ ഒരു കണക്ടിവിറ്റിയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മളെ കണക്ടിവിറ്റി ഇല്ലാത്തതാണ് നമ്മളെ രോഗിയാക്കി മാറ്റുന്നതിന്റെ പ്രധാന കാരണം. നമ്മൾ അതിന്റെ ഭാഗമാണ്, പക്ഷെ നമ്മൾ അതിൽ നിന്ന് വിട്ടു നിൽക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ ഒരു മൗണ്ടൻസ് ഇപ്പോൾ നമ്മൾ വീണ്ടും കണക്റ്റഡ് ആവുകയാണ് ചെയ്യുന്നത്. ആ കണക്ഷൻ എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പറ്റത്തില്ല, പക്ഷെ നമ്മൾ വീണ്ടും നമ്മൾ എന്താണോ നമ്മൾ അതിന്റെ ഭാഗമായി മാറുക. വീണ്ടും തിരിച്ച് നമ്മൾ സിറ്റിയിൽ വരുമ്പോൾ നമ്മൾ അതിൽ നിന്ന് മാറുക ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ അസുഖങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം വരും. ഈ ക്ലൈംബ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളൊരു മെന്റാലിറ്റി എങ്ങനെയാണ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അല്ലെങ്കിൽ ബാക്കിയുള്ള ആൾക്കാരായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ എങ്ങനെ മാറ്റം കൊണ്ടല്ലോ? ഇപ്പോൾ ഫിസിക്കലി സൈക്കോളജിക്കലി കുറേ മാറ്റങ്ങൾ വരുന്നു പറയാറുണ്ടല്ലോ. ഇപ്പോൾ നമ്മളെ ലോകവീക്ഷണത്തിൽ ആളുകളുടെ പെരുമാറ്റത്തിലൊക്കെ അതിലെങ്ങനെയാണ് ഒരു മാറ്റം കൊണ്ടുവരാണ് ഈ ഒരു പീസ് നമുക്ക് അവിടുത്തെ ക്ലൈംബിങ്ങിന് ശേഷമുള്ള ഒരു അനുഭവം തരുന്നത് എങ്ങനെയാണ്? ക്ലൈംബിങ്ങിന് ശേഷം ഇപ്പോൾ ഏത് മൗണ്ടൻസ് ആയാലും നമ്മളൊരു സീസണിൻ്റെ മൗണ്ടൻ ആയി കഴിഞ്ഞാൽ പിന്നെ നാട്ടിൽ അല്ലെങ്കിൽ ആൾക്കാരുടെ പ്രശ്നങ്ങൾ നമ്മുടെ പ്രശ്നങ്ങളൊന്നും ഒരു പ്രശ്നങ്ങളല്ലാതെ നമുക്ക് പ്രശ്നങ്ങളെ അല്ല. അത് തന്നെയാണല്ലോ നമ്മളിപ്പോൾ കൊടുങ്കാറ്റടിക്കുക 3 ദിവസം എന്താ ചെയ്യുക? ഒന്നും ചെയ്യല്ല, നമ്മൾ വെയിറ്റ് ചെയ്യുക, അതിന് കൊടുങ്കാറ്റ് പോകും. അതേപോലെ ഒരു മെൻ്റൽ സ്ട്രെങ്ത് നമുക്ക് കിട്ടും. നമ്മൾ വലിയ രീതിയിൽ റേസ് ആവത്തില്ല, ഒന്നും കൊണ്ടല്ല, നമുക്കതിന് തോന്നത്തില്ല. നമുക്ക് പിന്നെ പെട്ടെന്ന് നേച്ചറുമായിട്ട് ഈ പറയുന്ന ദൈവം ഇവരോടൊക്കെ പെട്ടെന്ന് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് പറ്റും. ആ ഒരു കണക്ടിവിറ്റി നമുക്ക് കിട്ടും. ആ കണക്ടിവിറ്റി പോകുന്നതാണല്ലോ നമ്മുടെ പ്രശ്നം. പിന്നെ എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യം, നമുക്കിപ്പം പുതിയ ഒരു ഏജിലുള്ള ആൾക്കാർ ഈ മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്നുണ്ടല്ലോ. മൊബൈൽ ഫോണിനകത്ത് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻസ് ആണല്ലോ മൊബൈൽ ഫോൺ, വൈഫൈ. ഇപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എന്തുമാത്രം വൈഫൈ സിഗ്നൽ പോകുന്നുണ്ടായിരിക്കും, എത്ര BTS ടവറിൻ്റെ സാധനങ്ങൾ ഇതുവഴി പോകുന്നുണ്ടായിരിക്കും. ഇത് ഭയങ്കരമായിട്ട് നമ്മുടെ ബോഡിയെ നമ്മൾ ആൾട്ടർ ചെയ്യുന്നുണ്ട്. കാരണം നമ്മുടെ ബോഡി എന്ന് പറയുന്ന ഒരു മാഗ്നറ്റാണ്. ആറ്റം തൊട്ട് നോക്കുകയാണെങ്കിൽ ഇങ്ങോട്ട് നമ്മുടെ ബോഡി മാഗ്നറ്റാണ്. അപ്പോൾ നമ്മുടെ ബോഡിയിൽ കൂടി ഇത് കടന്നു പോകുമ്പോൾ നമ്മുടെ ബോഡിക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ചേഞ്ചസ് വരുന്നുണ്ട്. അതെല്ലാം നമ്മൾ അൾട്ടിമേറ്റ്ലി നമ്മളെ രോഗിയാക്കി മാറ്റുന്നുണ്ട്. രോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മാനസിക രോഗം തന്നെ ആയിക്കോട്ടെ, സ്ട്രെസ് ആയിക്കോട്ടെ, ഈ മൗണ്ടനിൽ പോകുമ്പോൾ ഇതൊന്നുമില്ല, പ്യുവറാണ്, ഫ്രീ ആണ്. നിങ്ങൾ എങ്ങനെയാണോ ഭൂമിയിൽ ഉണ്ടാവേണ്ടത്, കാട്ടിലൊക്കെ പണ്ട് ആൾക്കാർ എങ്ങനെയാണോ അതേ നേച്ചറാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അത് നിങ്ങൾക്കൊരു അഡിക്ഷൻ തന്നെ ആയിട്ട് വരും. പറഞ്ഞു കൊടുക്കാൻ കഴിയില്ല, പറഞ്ഞു കൊടുക്കാൻ പറ്റും. അവിടെ മൊബൈൽ നോക്കി ഇരുന്നിട്ട് കാര്യമില്ല, മനസ്സിലായില്ലേ? പിന്നെ നിങ്ങൾ ആദ്യം പോകുമ്പോൾ ചിലപ്പോൾ നോക്കും, പിന്നെ രണ്ടാമത്തെ പല സ്ഥലങ്ങളിൽ പോകുമ്പോൾ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റാതാവും. അപ്പോൾ ശരിക്കും നിങ്ങളെ തന്നെ കണ്ടെത്തും. എന്തുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് ഈ പറയുന്ന സ്വാമിമാരും ഋഷിവര്യന്മാരും എല്ലാവരും എന്തുകൊണ്ടാണ് മൗണ്ടനിൽ പോകുന്നത്, എന്തുകൊണ്ടാണ് മലയാളം മോളിൽ പോലും ധ്യാനിക്കുന്നത്? സിമ്പിളായിട്ട് ചിന്തിച്ച് നോക്കാമല്ലോ. എന്തെങ്കിലും കാര്യം കാണാതിരിക്കത്തില്ലല്ലോ. ആ ഒരു സാധനം എന്താണെന്ന് അന്വേഷിച്ചാണ് എല്ലാവരും പോകുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഈ യാത്ര ഒരാൾക്ക് ഭയങ്കര തിരിച്ചറിവോടെ നടക്കും, പക്ഷെ അതിൻ്റെ അപ്പുറം അത് ഒരുപാട് തിരിച്ചറിവുകളുണ്ട്. പക്ഷെ അതിൻ്റെ അപ്പുറം നിങ്ങൾ മരണത്തെ ഇങ്ങനെ മുമ്പിൽ കണ്ടില്ല, അതായത് ഒരു ഹോപ്പ്ലെസ്നെസ്, ആ ഒരു ഹോപ്പ്, അങ്ങനെ ഒരു ഇങ്ങനെ നമ്മൾ മരിക്കുകയാണെന്ന് ഇങ്ങനെ തോന്നിയതിന് ശേഷം നമ്മൾ ജീവിക്കണം. അപ്പോൾ അതെന്ത് തിരിച്ചറിയോ നിങ്ങൾക്ക്? അങ്ങനെ 2 വട്ടം നിങ്ങൾക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ടല്ലോ. അത് മരിക്കാതിരിക്കുമ്പോൾ നമ്മൾ മരിക്കാന്ന് വിചാരിക്കത്തില്ല. മനസ്സിലായില്ലേ? ഈ മരണം എന്ന് പറയുന്ന സാധനമേ നമ്മൾ ഈ റോളർ കോസ്റ്റർ റൈഡിനകത്ത് ഇരിക്കുന്ന പോലെ തന്നെ നമ്മൾ പൊക്കി മേളിൽ കൊണ്ടുപോകും. ഒരൊറ്റ നിമിഷം 2 സെക്കൻഡിൽ ഇത് പരിപാടി കഴിയും. മനസ്സിലായില്ലേ? പിന്നെ നമുക്ക് എന്താ നടക്കുന്നത് അറിയത്തില്ല. പക്ഷെ നമ്മൾ മരണത്തെ ഉള്ള പേടിയാണ് ശരിക്കും ബാക്കി കാര്യങ്ങളെല്ലാം.
വണ്ടി ഇടിച്ച് മരിക്കുന്ന ഒരുത്തിന് ഒന്നും അറിയുന്നില്ല. നമ്മൾ ഈ പറയുന്നില്ല, അവൻ ഇടിക്കുമ്പോൾ തന്നെ അവന്റെ തലച്ചോറിലേക്കുള്ള കണക്ഷൻ കട്ടായി, പിന്നെ ഒരു വേദനയില്ല, ഒന്നുമില്ല. പക്ഷെ ഇപ്പൊ മരിക്കാൻ കിടക്കുന്ന അല്ലെങ്കിൽ മരണം വരും, നമ്മൾ അങ്ങനെയാണല്ലോ, പേടിയാണല്ലോ മരണത്തെ. ആ പേടിയാണ് ശരിക്കും നമ്മളെ കൊന്നുകൊണ്ടിരിക്കുന്നത്, നമ്മളെ ഹേർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ മൗണ്ടനിൽ 15 മിനിറ്റ് ഓക്സിജൻ കിട്ടാതിരുന്ന സമയത്ത് എനിക്ക് മരിക്കുമെന്ന് തോന്നിയിട്ടില്ല. പക്ഷെ എന്റെ ശ്വാസം കുറഞ്ഞു വരുന്നുണ്ട്, 2 കാലും മരവിച്ചു. അപ്പോൾ നമ്മൾ മരിക്കാൻ പോകുന്ന ഭീതി കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് ടെൻഷൻ വരും. ടെൻഷൻ പറഞ്ഞാൽ മിനിമം ഓക്സിജൻ എടുക്കാൻ പറ്റുള്ളൂ. എനിക്ക് ഓക്സിജൻ ഇല്ല ശരീരത്തിൽ, ഓക്സിജൻ തീർന്നു. അപ്പോൾ ഇങ്ങനെ പഴയ കാലത്തെ ഞാൻ പറഞ്ഞില്ലേ, ബ്രെയിൻ പതുക്കെ നമ്മുടെ പുറത്തുള്ള കാഴ്ചകൾ കട്ട് ചെയ്യിപ്പിച്ചിട്ട് ആശാൻ പഴയ കാലം നമ്മുടെ സ്വപ്ന ലോകം കാണിച്ചു തുടങ്ങി. അപ്പോൾ നമ്മൾ ഉറങ്ങുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. പക്ഷെ നമ്മൾ ഇങ്ങനെ കഥകളും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ പഴയ കുട്ടിക്കാലമൊക്കെ കണ്ടുകൊണ്ടേയിരിക്കും. കയറി വരുന്നതും എല്ലാം സ്പീഡിലൊക്കെ ഇങ്ങനെ പ്ലേ ചെയ്യുന്ന പോലെ നമുക്ക് കാണാൻ പറ്റും. അപ്പോഴാണ് പെട്ടെന്ന് ഒരു തട്ടി വീടിയോടുകൂടി എൻ്റെ ഷെർപ്പ വന്ന് എന്നെ ഉണർത്തിയത്. അതുവരെ ഞാൻ സ്വപ്ന ലോകത്തായി. ചിലപ്പോൾ ആ ഒരു സ്വപ്ന ലോകം ആയിരിക്കും മരണത്തിലേക്ക് നമ്മളെ കണ്ടിന്യൂസ് കൊണ്ടുപോകുന്നത്, നമുക്ക് അറിയത്തില്ലല്ലോ. നിങ്ങൾ എത്ര നേരം അങ്ങനെ കിടന്നത്? 15 മിനിറ്റ്സ് കിടക്കോ ഇരിക്കുകയായിരുന്നു. കാരണം അവിടെ ഓക്സിജൻ തീർന്നിട്ട് വളരെ സ്ട്രെസ്ഫുൾ ആയിട്ട്. നിങ്ങൾക്ക് അത് 15 മിനിറ്റ്സ് പോലെ ഫീൽ ചെയ്തോ അതോ ഒരുപാട് നേരമായിട്ട് എനിക്ക് തോന്നിയത്? ശരിക്കും 15 മിനിറ്റ്സ് ഉള്ളായിരുന്നു, പക്ഷെ ഒരുപാട് നേരമായിട്ട് തോന്നി. കാരണം ആരുമില്ല, താഴെ ഇങ്ങനെ ആൾക്കാർ ക്ലൈംബ് ചെയ്ത് വരുന്നുണ്ട്, അവരെനിക്ക് ഓക്സിജൻ തരുന്നില്ല, മേളിലുള്ളവർക്ക് കാണാനും പറ്റുന്നില്ല, നമുക്കൊന്നും ചെയ്യാൻ പറ്റും, എനിക്ക് എഴുന്നേക്കാൻ പറ്റുന്നില്ല, സൗണ്ട് ഒന്നും. എനിക്ക് ന്യൂമോണിയ ബാധിച്ചാണല്ലോ ഞാൻ പോകുന്നത്. ഓക്സിജൻ തീർന്നപ്പോൾ വീണ്ടും ആ പ്രശ്നങ്ങളൊക്കെ വന്ന് ചുമ തുടങ്ങി. നമ്മൾ ചുമക്കുന്ന പുറത്ത് കേൾക്കത്തില്ല, നമ്മൾ മാസ്ക് വെച്ചിട്ടുണ്ട്, മാസ്ക് എടുത്തിട്ട് ചുമക്കാൻ പറ്റത്തില്ല, തണുപ്പകത്ത് കയറും. അങ്ങനെയുള്ള ഡിഫിക്കൽട്ടി ഏതെങ്കിലും ഒരു മൊമെന്റിൽ ഇത് വേണ്ടായിരുന്നു ഒന്നും തോന്നിയില്ല. ആ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും മൊമെന്റ് ഇത് വേണ്ടാന്ന് തോന്നി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല, ഒരു മൗണ്ടനും ക്ലൈംബ് ചെയ്യാൻ പറ്റത്തില്ല. പല സമയങ്ങളിലും നമുക്ക് സ്ട്രെസ് ഉണ്ടാകും, പ്രശ്നങ്ങളുണ്ടാകും, പക്ഷെ അത് കംപ്ലീറ്റ് ചെയ്യണം, മുന്നോട്ട് പോകണമെന്നുള്ള ഒരു ജെന്യുവിനായിട്ടുള്ള ഒരു ആഗ്രഹം മനസ്സിലുണ്ടെങ്കിലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അത് നമ്മുടെ കപടമായിട്ടുള്ള ഇതാണെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു പോയിന്റിൽ നമ്മൾ കണ്ടെത്തും തിരിച്ചു പോകാനുള്ളൊരു കാര്യം. ഞാൻ പോയപ്പോൾ എൻ്റെ ഷെർപ്പ അത്ര നല്ല ഷെർപ്പയല്ല, ഒരു ഡീമോട്ടിവേറ്റിംഗ് ഷെർപ്പയായിരുന്നു. അങ്ങനെ മാക്സിമം എന്നെ താഴെ ഇറക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. കാരണം ഞാൻ പൈസ കൊടുത്തല്ലോ കമ്പനിയുടെ, ഞാൻ ഹെൽത്തിയും അല്ല. അവൻ പുള്ളിക്കാരൻ ഡേഞ്ചറാണ്, മേളിലേക്ക് എന്നെ കൊണ്ടുപോകുന്നത്. അപ്പോൾ മാക്സിമം ശ്രമിച്ചു താഴേക്ക് വിടാം. അപ്പോൾ ആ ഡീമോട്ടിവേഷൻ ഫാക്ടറൊക്കെ ഓവർകം ചെയ്തിട്ടാണ് നമ്മൾ മേളിലേക്ക് കയറിയത്. അത് വലിയ ഡിഫിക്കൽട്ടാണ്. കാരണം ആരും നമുക്ക് ചോദിക്കാനൊന്നും ആരുമില്ല, ആ സമയത്ത് നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറയാനോ ഒരു മോട്ടിവേഷൻ തരാൻ ആരുമില്ല. നമ്മുടെ ഒരു സെൽഫ് മോട്ടിവേറ്റിംഗ് പവർ തന്നെയാണ്, അല്ലെങ്കിൽ അതിൽ എത്തണം എന്നുള്ളൊരു അതീവമായിട്ടുള്ളൊരു ലക്ഷ്യമാണ്. അല്ലെങ്കിൽ അതിലോട്ട് പോകുമ്പോൾ നമുക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള പ്രശ്നങ്ങളെ കുറിച്ചുള്ളൊരു ഓർമ്മയില്ലായ്മയാണ് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഈ 2 കാര്യമുണ്ട്. ഒന്ന്, ഈ ഷെർപ്പ കമ്മ്യൂണിറ്റി അവരെങ്ങനെയാണ് ജനറ്റിക്കലി എങ്ങനെയാണ് അവർ ബിൽഡ് ആയിട്ടുള്ളത്? ഇവർ ഓക്സിജൻ ഇല്ലാതെയാണോ ഇതൊക്കെ കയറാൻ മൊത്തം? ഷെർപ്പ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ഏകദേശം 4000 to 5000 മീറ്ററിലാണ് അവർ ജനിച്ചു വളരുന്നത്, മൗണ്ടൻസിൽ തന്നെ. അവിടത്തെ ആൾക്കാരാണ് ഷെർപ്പ എന്ന് പറയുന്നത്, അവരുടെ ജാതി പേരാണ്. നേപ്പാളിൽ മാത്രം, നേപ്പാളിലെ ഈ ഏരിയയിൽ ഈ സോളു കുംബു എന്ന് പറഞ്ഞിട്ടുള്ള റീജിയൻ ഉണ്ട്, അവിടെ എവറസ്റ്റ് ഒക്കെ ഉള്ളത്. അവിടുത്തെ ആൾക്കാരാണ് ഷെർപ്പമാര്. അപ്പൊ അവരുടെ പേര് തന്നെ നല്ല രസമാണ്, ലക്പ, നൂരു, ഷെർപ്പ, നീമ. അവർ ജനിക്കുന്ന ഡേ ആണ് ഫസ്റ്റ് പേരായിട്ട് ഇടുന്നത്. അപ്പൊ ലക്പ എന്ന് പറഞ്ഞാൽ 100 ലക്പമാര് കാണും, അത് ആഴ്ചയിൽ ഏതോ ദിവസമാണ്. നീമ എന്ന് പറഞ്ഞ ആഴ്ചയിൽ ഏതോ ദിവസമാണ്. പെമ്പ എന്ന് പറഞ്ഞ ആഴ്ചയിൽ ഏതോ ദിവസം. നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഇവരെ ഈ പേരെ കാണത്തുള്ളൂ. പിന്നെ ഇവരുടെ കുട്ടികളൊക്കെ ഏകദേശം 12,000 14,000 അടി ഉയരത്തിലുള്ള സ്കൂളിലാണ് പഠിക്കുന്നത്. അവിടുത്തെ ഫുട്ബോൾ കളിച്ചാണ് അവർ വളരുന്നത്. 14,000 അടിയിൽ ഫുട്ബോൾ കളിക്കുന്ന പിള്ളേരാ. അവനെ കിതക്കാതെ അതിന്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, അവിടുത്തെ നാംജ ബസാറി പിള്ളേർ കളിക്കുന്ന ഒരു വീഡിയോ. അപ്പൊ അവര് പിന്നെ അവിടെ കൃഷി ചെയ്തിട്ടാ താമസിക്കുന്നത്. അവർക്ക് ഇത് തൊഴിലായിട്ടുണ്ടാവുമ്പോ തന്നെ വേറെ എന്തൊക്കെ ഉണ്ടാവും? കൃഷി. അവർക്ക് ചെറിയ പൊട്ടറ്റോയും അവരുടെ കൃഷി. അപ്പൊ കൃഷിയിടങ്ങളെല്ലാം താഴെയായിരിക്കും. ഇവര് വീട്ടിൽ നിന്ന് താഴെ ഇറങ്ങണം, മേലോട്ട് കയറണം, വെള്ളം എടുക്കാൻ കയറണം. അവർക്കൊക്കെ ഏറ്റവും ഒരു പ്രശ്നമല്ല. പിന്നെ പ്രകൃതി ഓരോ സ്ഥലത്തുള്ള ആൾക്കാർക്ക് ജനറ്റിക്കലി ചില മാറ്റങ്ങൾ വരുത്തും. കടലിന്റെ സൈഡിലോട്ട് ജീവിക്കുന്നവർക്കാണെങ്കിൽ കുറച്ച് ഉപ്പ് കൂടുതലായാലും കുഴപ്പമില്ലാത്ത അവസ്ഥ വരും. ഹൈ ആൾട്ടിറ്റ്യൂഡിലുള്ളതാണെങ്കിൽ അങ്ങനെ വരുത്തി. ഇവർക്ക് വരുത്തിയ മാറ്റം എന്ന് വെച്ചാൽ ഇവരുടെ ആർട്ടറീസ് നമ്മളെക്കാളും വലുതാണ്. പിന്നെ ഇവര് കുറച്ച് പൊക്കം കുറഞ്ഞ ആൾക്കാരാണ്. അപ്പൊ ഇവരുടെ തലച്ചോറും ഇവരുടെ ഹെർട്ടുമായിട്ടുള്ള ഡിസ്റ്റൻസ് വളരെ കുറവാണ്. കൂടുതൽ ബ്ലഡ് പമ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവർ ഓക്സിജൻ ഇല്ലാതെ തന്നെ ഇവർക്ക് മേളിൽ കയറാൻ പറ്റും. 35 പ്രാവശ്യം 31 പ്രാവശ്യം ഒക്കെ ഓക്സിജൻ ഇല്ലാതെ കയറിയ ഒരാളുണ്ട്, കാമിറിത്ത ഷെർപ്പ എന്ന് പറഞ്ഞിട്ട്. 31 വർഷം, ഒരു പ്രാവശ്യം കയറാൻ പറ്റത്തുള്ളൂ. 31 പ്രാവശ്യം കയറിയ ആൾക്കാരുണ്ട്. അപ്പൊ നമ്മുടെ ഷെർപ്പ, എന്നെ രക്ഷിക്കാൻ വന്ന ഷെർപ്പ അവന്റെ സിലിണ്ടറും മാസ്കും എനിക്ക് തന്നിട്ടാണ് ഞാൻ മേളിലേക്ക് കയറുന്നത്. അവർക്ക് പ്രശ്നമില്ല. കാരണം അവര് വെക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ക്ലയൻസിന് ബുദ്ധിമുട്ടുണ്ടാവരുതല്ലോ. ചിലപ്പോൾ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവാം ഏതെങ്കിലും സാഹചര്യത്തിൽ. അപ്പൊ അത് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി അവർ ഓക്സിജൻ സിലിണ്ടർ വെക്കുന്നത്. അല്ലാതെ അവർക്ക് കയറാം. കാരണം അവര് അവിടുത്തെ പുത്രന്മാരാണ്.
അതിനനുസരിച്ച് ബിൽഡ് ചെയ്ത ഒരു ശരീരം ലങ്സും അതിനനുസരിച്ച് ബിൽഡ് ചെയ്തതല്ല, അവര് അവിടുത്തെ ആളായതുകൊണ്ട് അവരെ നമ്മൾ യൂസ് ചെയ്യുന്നു. നമ്മളിപ്പോഴും ആലോചിക്കുന്ന ഒരു സംഗതിയാണ്, എന്തിനാണ് ഈ ആൾട്ടിറ്റ്യൂഡിൽ അവർ പോയി ജീവിക്കുന്നത്? ജനിച്ചത് അവിടെയാണ്, പക്ഷെ അവർക്ക് മാറാലോ എന്ന് നമ്മളെപ്പോഴും ആലോചിക്കും. അവര് പോകുന്നുണ്ട്. ഇപ്പൊ നമ്മളെ ഇന്ത്യക്കാര് എന്താ പറയാ, പല രാജ്യങ്ങളിലേക്ക് പോകുന്ന പോലെ അവർ യൂറോപ്പിലും അമേരിക്കയിലൊക്കെ പോയിട്ട് കുടിയേറാറുണ്ട്. ഈ ആൽപ്സിലൊക്കെ അവരെയാണ് കൂടുതലായിട്ടും ജോലിക്കാരായിട്ടൊക്കെ വെക്കുന്നത്, യൂറോപ്യൻസ് ഇവരെ കൊണ്ടുപോകുന്നത്. ഇപ്പൊ തന്നെ യുദ്ധം നടന്ന സമയത്ത് ഇറാനിൽ ഒരുപാട് പേരുണ്ടായിരുന്നു, അവർക്ക് ഇങ്ങോട്ട് വരാൻ പറ്റില്ലെന്ന് പറഞ്ഞ ഫ്ലൈറ്റിന്റെ ഒക്കെ പ്രശ്നം ഉണ്ടായിരുന്നു നേപ്പാളിൽ. പിന്നെ അവർക്ക് നമ്മളെക്കാളും കുറച്ചുകൂടി ഈസിയാണ് വിസ കിട്ടാൻ വേണ്ടിയിട്ട്. സിമ്പിൾ ആയിട്ട് അവർക്ക് US വിസയും ഷെങ്കൻ വിസയും ഒക്കെ കിട്ടും. ഇന്ത്യക്കാർ ഇച്ചിരി പാടാനായിട്ടാണ്. ഈ ഓക്സിജൻ വെക്കുമ്പോ എന്താ നമുക്ക് സംഭവിക്കുക? നമുക്ക് എന്ത് ഫീലാ കിട്ടുക? ഓക്സിജൻ വെക്കുമ്പോൾ നമുക്ക് നമ്മുടെ ശരീരത്തിന്റെ ചൂട് തരുന്ന ഓക്സിജൻ ആണല്ലോ. ഓക്സിജൻ ഇല്ലാത്തതുകൊണ്ടാണ് മരിച്ചു കിടക്കുമ്പോൾ നമ്മുടെ ശരീരം തണുക്കുന്നത്. അപ്പോൾ ആ ഒരു ചൂട്, ആ ഒരു ഹീറ്റ് നമ്മുടെ ശരീരത്തിലേക്ക് വരും. അതാണ് ശരിക്കും നമ്മുടെ എനർജി ആയിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നത്. ഭയങ്കര റിലീഫാണ്. ഓക്സിജൻ വെച്ച് കഴിയുമ്പോൾ നമുക്ക് എത്ര അസുഖം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമ്മൾ ചിലപ്പം ആ ഒരു നോർമൽ സ്റ്റേജിലേക്ക് വരും. ഓക്സിജൻ വെക്കുന്നതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ 5000 മീറ്റർ വെച്ച ഓക്സിജൻ വെക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 3000 മീറ്റർ എത്തിയ ഒരു പ്രതീതിയാവും, ഡിസെൻഡ് ചെയ്ത പ്രതീതിയാവും. 8000 മീറ്റർ ഓക്സിജൻ വെച്ചിരിക്കുന്നെങ്കിൽ നമ്മളൊരു 6500 മീറ്ററിൽ എത്തുന്ന ഒരു പ്രതീതിയാവും, ഓക്സിജൻ കൂട്ടുന്നതനുസരിച്ചിട്ട്. അതാണ് ഓക്സിജൻ വരുന്ന ഡിഫറൻസ്. പക്ഷെ അത്രയും നമ്മൾ ഓക്സിജനോട് ഡിപ്പെൻഡഡ് ആയിട്ട് അവിടുന്ന് നമുക്ക് ഓക്സിജൻ പോയി കഴിഞ്ഞാല് അതിനെക്കാട്ടിയും പ്രയാസം. അതാണ് കാര്യം. നമ്മൾ ഓക്സിജൻ വെക്കാതെ നമ്മൾ പോയി കഴിഞ്ഞാൽ ബോഡി അതങ്ങ് അക്സെപ്റ്റ് ആവും, അക്ലമറ്റൈസ് ആവും. ഓക്കെ, ഇവന് ഓക്സിജൻ ഇല്ല, ഞാൻ കുറച്ചുകൂടെ കഷ്ടപ്പെടാന്ന് വിചാരിക്കും. നമ്മളിപ്പോൾ 6500 മീറ്റർ 7000 മീറ്റർ ഒരു ഓക്സിജൻ വെച്ചിട്ട് അവിടെ വെച്ച് തീർന്നാണ്ടല്ലോ, നമ്മൾ ഡബിൾ പ്രശ്നമാണ്. കാരണം ബോഡിക്ക് ഓക്സിജൻ എടുക്കാനും പെട്ടെന്ന് ഇതുവരെ കിട്ടിക്കൊണ്ടിരുന്ന ഓക്സിജൻ എവിടെയും ചോദിക്കുവാൻ ബോഡിക്ക് അതുമായിട്ട് അക്ലമറ്റൈസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. മനസ്സിലായില്ലേ? അതാണ് എനിക്ക് പറ്റിയത്. എനിക്ക് ആ ഒരു ആൾട്ടിറ്റ്യൂഡ് വെച്ച് തീർന്നപ്പം പുറത്തുനിന്ന് എടുക്കാനും പറ്റുന്നില്ല, കാരണം അതുവരെ കിട്ടിക്കൊണ്ടിരിക്കുക എനിക്ക്. അത് ഭയങ്കര ഡേഞ്ചർ ആയിട്ടുള്ള സിറ്റുവേഷൻ. ഇതിൽ ഇപ്പൊ അടുത്ത് നിങ്ങള് ഒരു റീൽ ഇട്ടിരുന്നു ഈ എവറസ്റ്റ് സ്കാമിനെ കുറിച്ച്. ഇപ്പൊ അടുത്ത് വന്ന എത്ര 167 കോടി. അപ്പൊ ഇത് ഭയങ്കരമായിട്ട് അത് നമ്മള് ബാക്കിയുള്ള ആപ്സിനെ കൊടുമുടികളെ കുറിച്ചൊന്നും ഇങ്ങനെ കേൾക്കാറില്ല. എല്ലാരും ഭയങ്കര ഒരു മാർക്കറ്റ് ആണല്ലോ എവറസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എവറസ്റ്റ് കയറാനും അത്ര ചെലവുണ്ട്. അപ്പോൾ ഇത് ഈ സ്കാം ഒക്കെ എങ്ങനെ ഇവിടെ സംഭവിക്കുന്നത്? അവിടെ ഇത് നേപ്പാളിന്റെ ഇത് ഗവൺമെന്റ് കീഴിലല്ലേ സംഭവിക്കുന്നതൊക്കെ? നേപ്പാൾ ഗവൺമെന്റിന് കൺട്രോൾ ഒക്കെ വളരെ കുറവാണ്. അവരിങ്ങനെ പെർമിറ്റ് ഇഷ്യൂ ചെയ്യുന്നേ ഉള്ളൂ. പിന്നെ ഒരു ലൈസൺ ഓഫീസറെ അവര് ബേസ് ക്യാമ്പിൽ വെച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. പ്രൈവറ്റ് വേറെ വർക്ക് ചെയ്യുന്ന ഒരു ഏരിയയാണ് ഇത് മൊത്തം. ബാക്കി മൊത്തം പ്രൈവറ്റ് ചെറുപ്പന്മാരും പ്രൈവറ്റ് കമ്പനികളും ഒക്കെ കൈകാര്യം ചെയ്യുന്നത് കോടീശ്വരന്മാരായിട്ടുള്ള കമ്പനികളാണ്. ഇതെങ്ങനെയാണ് അപ്പൊ ഈ സ്കാം നടന്നത്? സ്കാം നടന്നത് ഇപ്പം നേപ്പാൾ സർക്കാർ തന്നെ അത് പുറത്തു വിട്ടത്. നേപ്പാൾ ഒരു ഏജൻസി തന്നെ പുറത്തു വിട്ടത്. അതെന്ന് പറഞ്ഞാൽ 2021 തൊട്ട് 25 വരെ ഏകദേശം 5 വർഷത്തെ കാര്യം. ഞാൻ പോയ സമയത്തൊക്കെ ഇത് നടന്നിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഇപ്പം നിങ്ങൾ ഏകദേശം 50 to 60, 70 lakhs തന്നിട്ടായിരിക്കും എവറസ്റ്റ് ക്ലൈം ചെയ്യാൻ വേണ്ടി വരുന്നത്. അപ്പോൾ ബേസ് ക്യാമ്പ് ഒക്കെ സെറ്റ് ആയിരിക്കും, കുഴപ്പമൊന്നുമില്ല. അതിന്റെ മേളിലോട്ട് വരുമ്പോൾ ഈ നമ്മുടെ ഷെർപ്പന്മാരാണ് നമുക്ക് ഫുഡ് കുക്ക് ചെയ്ത് കൊണ്ടിരുന്നത്. മറ്റേതൊരു മാസ് കിച്ചണാണ്, വലിയ കിച്ചണിലാണ് കുക്ക് ചെയ്ത് ബേസ് ക്യാമ്പിൽ തരുന്നത്. മറ്റേ ഷെർപ്പയുടെ ടെൻഡി വെച്ചിട്ടായിരിക്കും കുക്ക് ചെയ്ത് നിങ്ങൾക്ക് ഫുഡ് കൊടുത്തു തരുന്നത്. ആ ഫുഡിനകത്ത് ഇവര് ഈ വയറിന് അസുഖം വരാനുള്ള സാധനങ്ങൾ, കൊല്ലാനുള്ള സാധനങ്ങളല്ല, വയറിന് ചെറിയ ചെറിയ അസുഖങ്ങൾ വരികയും ആൾട്ടിറ്റ്യൂഡ് സിക്നസ് പോലെ തോന്നിക്കുന്ന സാധനങ്ങളൊക്കെ ബേക്കിംഗ് സോഡ ഒക്കെ ഇടുമെന്നാണ് പറയുന്നത്. അപ്പൊ നമ്മുടെ വയറിൽ ഗ്യാസ് ഭയങ്കരമായിട്ട് നിറഞ്ഞ് നമുക്ക് ഭയങ്കര അസ്വസ്ഥതയാവും. ഈ ആൾട്ടിറ്റ്യൂഡിൽ ഈ സിംറ്റംസ് ഉണ്ടാവാറുണ്ട്. പക്ഷെ ഇത് നിങ്ങൾ ഉറപ്പാട് സിംറ്റം എന്ന് പറയും. അത് നിങ്ങൾ ഡിസെൻഡ് ചെയ്യിപ്പിക്കും. ഡിസെൻഡ് ചെയ്യിപ്പിച്ചിട്ട് താഴെ ഈ ലുക്ലയിലൊക്കെ ആശുപത്രി ഉണ്ട്. ആ ആശുപത്രി കൊണ്ട് ഇവർക്കെല്ലാം എവറസ്റ്റ് ക്ലൈം ചെയ്യുന്നവരെല്ലാം മസ്റ്റായിട്ട് ഇൻഷുറൻസ് എടുക്കും. ഇൻഷുറൻസ് എന്ന് വെച്ചാൽ ഭയങ്കര ഇൻഷുറൻസ് എടുക്കുന്നത്, ഭയങ്കര 50 ലക്ഷം 60 ലക്ഷം ഒക്കെ കിട്ടുന്ന ഇൻഷുറൻസ് എടുക്കുന്നത്. അപ്പൊ അവിടെ കൊണ്ടുവന്നിട്ട് ഈ ഡോക്ടർമാര് ഫോർജിങ് ഡോക്യുമെന്റ്സ് ഉണ്ടാക്കിയിട്ട് ഇവന് ഈ പ്രശ്നമാണെന്ന് കാണിച്ചിട്ട് ഡോക്യുമെന്റ്സ് ഉണ്ടാക്കിയിട്ട് ആ ഇൻഷുറൻസ് പൈസ ഇൻഷുറൻസ് കമ്പനിയുടെ കയ്യിൽ തട്ടും. പക്ഷേ എനിക്ക് ഇൻഷുറൻസ് കിട്ടുകയാണെങ്കിൽ എനിക്ക് സ്വന്തമല്ലേ കിട്ടുക? അല്ലല്ല, ആശുപത്രിക്കല്ലേ കിട്ടുന്നത്, നമുക്കല്ലേ കിട്ടുന്നത്. ആശുപത്രി എത്ര ചികിത്സിച്ചെന്ന് വെച്ച് കഴിഞ്ഞാല് അവർക്ക് റീഇംബേഴ്സ് ചെയ്യുന്നത്. നമ്മുടെ കയ്യിൽ പൈസ കിട്ടുന്നില്ല, നമ്മുടെ കയ്യിൽ പോകുന്നില്ലല്ലോ. ആ പൈസയാണ് ഈ പറയുന്നത് 167 150 കോടി എന്ന് പറയുന്നത്. അതിങ്ങനെ എത്രയോ നാളെ അവർ ചെയ്തെന്നാ പറയുന്നത്. അപ്പൊ ഈ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്ലൈം ചെയ്യാൻ പോകുന്നതിന്റെ അവസ്ഥയാണ്. ഇവര് പൈസ അടിക്കുന്നുണ്ട്, പക്ഷേ ഈ ക്ലൈം ചെയ്യാൻ പോകുന്നവൻ ജെനുവിനായിട്ട് അവന്റെ വർഷങ്ങളായിട്ടുള്ള അധ്വാനമാണ് പോയിരിക്കുന്നത്. അവന്റെ ഒരു നിമിഷത്തെ അഡൾട്ടറിങ്ങിലൂടെ ആ ഒരു മായം ചേർക്കലിൽ പറ്റിയിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അവന്റെ സ്വപ്നം അവന് സാക്ഷാത്കരിക്കാൻ പറ്റിയില്ല. അവൻ വിചാരിച്ചിരിക്കുന്ന അവന്റെ പ്രശ്നമാണതാ. അതാണ് അതിനകത്തെ കാര്യം. അവനൊരിക്കലും തിരിച്ചറിയുന്നില്ല ഇവൻ തന്നിട്ട്. നമ്മൾ ഒരിക്കലും ഷെർപ്പയെ നമ്മൾ കുറ്റം പറയത്തില്ല, കള്ളത്തരത്തിലും നോക്കത്തില്ല. ഷെർപ്പ ഇസ് ഗോഡ്, മൗണ്ടനിലെ ഗോഡാണ്. അവൻ പറയുന്നത് നമ്മൾ ചെയ്യേണ്ടത്. അതാണ് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്.
കാരണം അത് അവന്റെ നാടാണ്. അപ്പൊ അവൻ നമുക്ക് ചെയ്യുമെന്നുള്ള കാര്യം അപ്പൊ എല്ലാവരും ഇല്ല, വളരെ കുറച്ച് ആൾക്കാരുടെ കാര്യമല്ലേ പറയാം. ഇതെങ്ങനെ പിന്നെ ഒരു ഇത് പിടിച്ചത് എങ്ങനെയാണ് ഈ ഒരു ഇങ്ങനെ നിരന്തരമായിട്ട് ഇൻഷുറൻസ് ഒരേപോലെ തന്നെ ക്ലെയിം ചെയ്യാൻ തുടങ്ങുമ്പോൾ ഇവർ നോക്കത്തില്ലേ, മനസ്സിലായില്ലേ? അങ്ങനെ അവർ പിടിച്ച് ഏതോ ഒരു കേസിൽ നിന്ന് പിടിച്ച് തുമ്പ് പിടിച്ചിട്ടാണ് അവർക്ക് മനസ്സിലായത്. നമ്മളിപ്പോ കിളിമഞ്ചാരോ പറഞ്ഞു, എവറസ്റ്റ് പറഞ്ഞു, ഡനേലി പറഞ്ഞു. നമ്മൾ ബാക്കി 4 ഞാൻ നിങ്ങളെ പോഡ്കാസ്റ്റ് പലതും ഞാൻ കേട്ടിട്ടുണ്ട്, നിങ്ങളെ വീഡിയോസ് നമ്മൾ നിരന്തരം കാണല്ലേ. അപ്പം ഈ ബാക്കിയുള്ള ഈ ഞാൻ അങ്ങനെ കേട്ടിട്ടുണ്ട് ഭയങ്കര എക്സ്പെൻസീവ് ആണ് അന്റാർട്ടിക്കയിലുള്ള കോണ്ടിനെന്റിലുള്ള കൊടുമുടി എന്ന് പറയുന്നത്. അപ്പോൾ ബാക്കി ഏതൊക്കെയാണ്? അതിൻ്റെ ഒരു ടെറൈൻ്റെ ഡിഫറൻസ് എന്താണ് ഇതെന്നൊക്കെ? അന്റാർട്ടിക്ക ആണ് വേറൊരു കൊടുമുടി, മൗണ്ട് വിൻസൺ എന്ന അവിടുത്തെ പീക്കിന് പറയുന്ന പേര്. അന്റാർട്ടിക്കയിലെ കൊടുമുടി മൗണ്ട് വിൻസൺ ഇരിക്കുന്നത്, നമ്മൾ ഈ അന്റാർട്ടിക്കയിലൊക്കെ ടൂർ പോകുമെന്ന് പറയുന്ന ആൾക്കാരുണ്ടല്ലോ, അവരെങ്ങനെയാ പോകുന്നത്? അവർ കപ്പലായിരിക്കും കൂടുതൽ പോകുന്നത്. ചില വിമാനത്തിലും പോകാറുണ്ട് ചെറിയ രീതിയിൽ. എന്താ വെച്ചാൽ അർജന്റീനയിൽ ഉഷായ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, അത് സൗത്തിലുള്ള അവസാന സിറ്റിയാണെന്നാ പറയുന്നത്, ഉഷായ. അവിടുന്ന് കപ്പലെടുത്ത് ഡ്രേക്ക് പാസേജ് ഉണ്ട്, ഡ്രേക്ക് പാസേജ് ക്രോസ് ചെയ്തിട്ടാണ് അന്റാർട്ടിക്കയിലേക്ക് ആൾക്കാർ വരുന്നത്. അത് ഭയങ്കര പ്രക്ഷുബ്ധമായ കടലാണ് ഡ്രേക്ക് പാസേജ്. 7 ദിവസം കൊണ്ട് 6 ദിവസം കൊണ്ട് വന്നിട്ട് അവര് അന്റാർട്ടിക്കയുടെ, ഇത് അന്റാർട്ടിക്കയെങ്കിൽ അന്റാർട്ടിക്കയുടെ സൈഡിൽ വന്ന് ടച്ച് ചെയ്യും. എവിടെ? അന്റാർട്ടിക്ക കോണ്ടിനെന്റിന്റെ സൈഡിലാണ്, അവിടെയാണ് ഈ പറയുന്ന റിസർച്ച് സ്റ്റേഷനുകളൊക്കെ ഉള്ളത്. അവിടെ വന്നിട്ട് ടച്ച് ചെയ്യും. ചില ഇവിടെ ചെറിയ ഐലൻഡുകളൊക്കെ ഉണ്ട്, അതൊക്കെ കറങ്ങിയിട്ട് അവർ തിരിച്ചു പോകും. നമ്മളുടെ ഈ കൊടുമുടി ഇരിക്കുന്നത് അന്റാർട്ടിക്കയുടെ നടുക്ക, എൽസ്വർത്ത് പർവ്വതനിരകൾ എന്ന് പറയും. അപ്പൊ നമുക്ക് കപ്പലിൽ പോകാൻ പറ്റത്തില്ല. നമ്മൾ ഈ ചിലി എന്ന് പറഞ്ഞ രാജ്യത്തിനൊരു വിമാനം, ബോയിങ് 757 വിമാനം നമ്മൾ ചാർട്ടർ ചെയ്യും. ഈ 100-300 പേർക്ക് ഇരിക്കാൻ പറ്റിയ വിമാനം നമ്മൾ ആകെ 60 പേരോ 50 പേരോ ചേർന്ന് എടുക്കും, പ്രൈവറ്റ് ആയിട്ട് എടുക്കും. കമ്പനി വഴി തന്നെ എടുക്കുന്നത്. അതിന് തന്നെ $20,000-30,000 കൊടുക്കണം. എന്നിട്ട് നമ്മള് അന്റാർട്ടിക്ക റൺവേ ഇല്ല, ഐസിന്റെ മണ്ടയ്ക്ക് ഇറക്കുന്നത്. ഇതിപ്പോ ഐസാണ്, ബ്ലൂ ഐസ് റൺവേ എന്ന് പറയും. ബ്ലൂ ഐസിന്റെ മണ്ടയ്ക്ക് വിമാനം ഇറക്കുന്നത്. അവിടെ ഒരു എക്യുപ്മെന്റ്സും ഇല്ല. നമ്മൾ അന്റാർട്ടിക്ക പോകുന്ന സമയത്ത് അവിടെ രാത്രി കാണത്തില്ല, പകല് മാത്രമേ കാണത്തുള്ളൂ. അപ്പോൾ ഏറ്റവും നല്ല സമയം കണ്ടുപിടിച്ച് ഐസ്ലാൻഡിൽ നിന്ന് പൈലറ്റിനെ കൊണ്ടുവന്നിട്ടൊക്കെ ആയിരിക്കും. ഐസ്ലാൻഡിൽ കൂടുതൽ ഗ്ലേഷ്യർ ലാൻഡിങ്ങുകളുണ്ട്, അപ്പോൾ അവരെ കൊണ്ടുവന്നിട്ടായിരിക്കും നമ്മൾ ഈ ഗ്ലേഷ്യറിൽ ഇറക്കുന്നത്. എന്നുവെച്ചാൽ നല്ല ഇപ്പം 6 മണിക്കൂർ പറന്ന് വരണം ചില്ലിന്ന്. പറന്ന് വന്ന് ഇത് ക്ലിയർ വിസിബിലിറ്റി ഇല്ലെങ്കിൽ തിരിച്ച് പറന്നു പോകും, നമ്മുടെ പൈസയും പോകും, മനസ്സിലായില്ലേ? വരുന്ന സമയം വിസിബിലിറ്റി ഉണ്ടാവണം, പൈലറ്റ് ഓക്കെ പറഞ്ഞാൽ മാത്രമേ ഇറക്കത്തുള്ളൂ. കാരണം ഒരു എക്യുപ്മെന്റ്സും ഇല്ലാതാണ് അവിടെ വിമാനം ലാൻഡ് ചെയ്യുന്നത്, വലിയ വിമാനം. അതാണ് ഇതിനകത്ത് ഏറ്റവും ഡിഫിക്കൽട്ടായിട്ട്. എന്നിട്ട് അവിടെ നമ്മൾ ഒരു ബേസ് ക്യാമ്പിലേക്ക് പോകും, യൂണിയൻ ഗ്ലേഷ്യർ ക്യാമ്പ് എന്ന് പറഞ്ഞിട്ട് പോകും. അവിടെ ഏകദേശം ലോകത്തിലെ കോടീശ്വരന്മാരൊക്കെ വരുന്നൊരു ക്യാമ്പാണ്. ഇത് ക്ലൈം ചെയ്യാൻ വേണ്ടി മാത്രമല്ല, ഈ പെൻഗ്വിൻസിനെ കാണാൻ വേണ്ടി വരുന്നവരുണ്ട്, സൗത്ത് പോളിലേക്ക് പോകുന്നവരുണ്ട്, പിന്നെ വേറൊരു അഗ്നിപർവ്വതമുണ്ട്, അത് കയറാൻ വരുന്നവരുണ്ട്. അപ്പം അങ്ങനെ അവർ താമസിക്കുന്ന ഒരു റോയൽ ക്യാമ്പാണ്. അതിനനുസരിച്ചുള്ള സെറ്റപ്പുകളും റിസോർട്ടുകളൊക്കെ അവിടെ ഉണ്ടാവും? ഒന്നുമില്ല, 3 മാസം മാത്രം പ്രവർത്തിക്കും. 3 മാസം മാത്രം പ്രവർത്തിക്കും. പിന്നെ നിങ്ങളുടെ മൂത്രം ഉൾപ്പെടെയുള്ള സാധനം അവർ കളക്ട് ചെയ്തിട്ട് തിരിച്ച് ചിലിയിൽ കൊണ്ടുവരും. അവിടെ ഒന്നും ഉപേക്ഷിക്കത്തില്ല, സീറോ വേസ്റ്റേജ് ആണ്. കാരണം അതുകൊണ്ടൊക്കെ എത്ര പൈസ ആവുന്നത്. 1 ഉം 2 എല്ലാം അവർ കളക്ട് ചെയ്തിട്ട് ഫുള്ള് തിരിച്ച് ചിലിയിൽ കൊണ്ടുവന്നിട്ട് ഡിസ്പോസ് ചെയ്യുന്നത്. ആലോചിച്ച് നോക്കി, ഇത്രയും ആൾക്കാരുടെ 10-500 പേരുടെ. പിന്നെ അവിടുത്തെ ഫുഡ് എന്ന് പറഞ്ഞാൽ ഞാൻ ജീവിതത്തിൽ കഴിച്ചിട്ട് വെച്ചാൽ ഇത്ര ഫ്രഷ് ആയിട്ട് ഫുഡ് കിട്ടുന്ന സ്ഥലം വേറെ ഇല്ല. അവർ ചിലിയിൽ നിന്ന് കൊണ്ടുവരുന്നതാണ് വിമാനത്തിൽ. പക്ഷെ ഫ്രഷ് ആയിട്ടുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസും മീറ്റും, അതും കുക്കിംഗ് 5 സ്റ്റാർ എന്താ പറയുക, കുക്കിംഗ് എന്താ പറയുന്നത്, ഷെഫ്, 5 സ്റ്റാർ ഷെഫുമാർ നമുക്ക് കുക്ക് ചെയ്ത് തരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു ബോർ അടിക്കത്തില്ല. പിന്നെ അത്യാവശ്യം ഒരു ചെറിയ ലൈബ്രറി സെറ്റപ്പ് ഉണ്ട്. എല്ലാ ദിവസവും വൈകിട്ട് ഈ കഥകളൊക്കെ, ഈ മൗണ്ടൻസിന്റെയും ഈ നോർത്ത് സൗത്ത് പോളിന്റെ കഥകളൊക്കെ പറയുന്ന ഒരു സ്ഥലമുണ്ട്. ഇതൊരു ന്യൂട്രൽ ബഡ്ജറ്റ് ആണോ, അതോ എല്ലാവർക്കും ഒരേ ഇതില് എക്സ്പെൻസ് കൂടിയതുണ്ടോ? അന്റാർട്ടിക്കയിൽ പോകണമെങ്കിൽ ഇപ്പം എനിക്ക് തോന്നുന്നത് അന്റാർട്ടിക്കയിലെ മൗണ്ട് വിൻസണിൽ പോകണമെങ്കിൽ അറൌണ്ട് $60,000-65,000 കൊടുക്കണം. മിനിമം. ഏറ്റവും എക്സ്പെൻസീവ് അതാണ് മിനിമം. ഞാൻ പറഞ്ഞത് ഈ 7 സമ്മിറ്റുകൾ ഏറ്റവും എക്സ്പെൻസീവ്. അതുകൊണ്ട് മൗണ്ട് വിൻസൺ ആരും പോകാത്തത്, ഒരു മലയാളി മാത്രമേ പോയിട്ടുള്ളൂ. ആ സമയത്ത് എനിക്കൊരു സ്പോൺസർ കിട്ടിയതുകൊണ്ട് ഭാഗ്യത്തിന് പോകാൻ പറ്റും. എന്നിട്ട് സൗത്ത് പോൾ പോകണമെങ്കിൽ $90,000 കൊടുക്കണം. അങ്ങനെ കൂടുതലാവാൻ കാരണം എന്താ? കൂടുതലെന്ന് വെച്ചാൽ ഈ ഇവിടെ വരണമല്ലോ, നമ്മൾ വരുന്നത് പോലെ തന്നെ ഗ്ലേഷ്യർ ലാൻഡിങ് ചെയ്ത് അവർ വരണം. എന്നിട്ട് അവിടുന്ന് വീണ്ടും ഒരു ചെറിയ വിമാനം എടുത്തിട്ട് പോകണം. സൗത്ത് പോളിലേക്ക് പോകുന്നവർ എന്ത് ചെയ്യുന്നറിയോ, ഡയറക്റ്റ് സൗത്ത് പോളിൽ പോയി ഫ്ലൈറ്റ് ഇറങ്ങത്തില്ല, വളരെ കുറച്ച് പേര് ഇറങ്ങത്തുള്ളൂ. ഇവർ 89 ഡിഗ്രി ലാറ്റിറ്റ്യൂഡിൽ പോയി ഇറങ്ങും. എന്നിട്ട് 1 ഡിഗ്രി ഇവർ സ്കീ ചെയ്യും. അതിനൊരു 6 days എടുക്കും. അതൊക്കെ പഠിച്ചിട്ടല്ലേ ഒരു വരുന്നത്. നമ്മളല്ലേ ഉള്ളൂ മലയാളികളെ പറഞ്ഞ് ഇന്ത്യക്കാരുള്ളൂ പഠിക്കാതെ പോകുന്നത്. ബാക്കി എല്ലാവരും
അപകടമൊക്കെ ഉണ്ടാവുമെങ്കിലും എല്ലാം വിശദമായിട്ട് പഠിച്ചിട്ടായിരിക്കും ഇവർ വരുന്നത്. അവർ സ്കീ ചെയ്ത് 6 days കൊണ്ട് അവർ സൗത്ത് പോളിലെത്തും. അങ്ങനെയാണ് പല ആൾക്കാരും പോകുന്നത്. ഈ 89 90 ഡിഗ്രിക്ക് എത്താൻ എത്ര ദൂരം ഉണ്ടാവും? 60 അതിന് ഏകദേശം 300 കിലോമീറ്റർ ആണ്. എത്രയോ ഒരു ഇതുണ്ട്, നമുക്കത് ഡയറക്ഷൻ ഇതറിയാൻ പറ്റും. നമ്മുടെ ഓരോ ലാറ്റിറ്റ്യൂഡിന്റെ ഇടയ്ക്കത്തെ ഡിസ്റ്റൻസ് അറിയാൻ ഞാൻ മറന്നുപോയി. 300 ഇല്ലെന്ന് തോന്നുന്നു. എത്രയോ 60 കിലോമീറ്റർ ഉണ്ടത്. അത് ഈ എന്നിട്ട് ഈ സൗത്ത് പോളിലെത്തും. അപ്പൊ അതുകൊണ്ടാണ് അതിന് $900,000 കാണിക്കുന്നത്. അവിടെ എന്താ ഉള്ളത് സൗത്ത് പോളിൽ? സൗത്ത് പോൾ എന്ന് വെച്ച് കഴിഞ്ഞാല് ഭൂമിയുടെ സൗത്ത് പോളാണ്. അവിടെ ഒരു വലിയൊരു ഉണ്ട വെച്ചിട്ടുണ്ട്. ഗ്ലോബ് പോലൊരു സാധനം വെച്ചിട്ടുണ്ട്. അതിന് ചുറ്റും ഒരുപാട് രാജ്യങ്ങളുടെ ഫ്ലാഗുകൾ വെച്ചിട്ടുണ്ട്. പിന്നെ സൗത്ത് പോളില് സ്കോട്ട് അമേൺസൺ ഉണ്ടോ, അങ്ങനെ ഉണ്ട്. സ്കോട്ട് എന്ന് പറഞ്ഞ ആളാണ് ആദ്യം സൗത്ത് പോളിൽ എത്തുന്നത്. സ്കോട്ട് അമേൺസൺ ആണെന്ന് തോന്നുന്നു റിസർച്ച് സ്റ്റേഷൻ. അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്തിലെ തന്നെ ഏറ്റവും റിസർച്ച് നടക്കുന്ന സ്റ്റേഷൻ അമേരിക്കയുടെ റഷ്യയുടെയും കയ്യിലാണെന്ന് എനിക്ക് തോന്നുന്നത്. ആ റിസർച്ച് സ്റ്റേഷൻ ഇരിക്കുന്ന സൗത്ത് പോളിലാണ്. അവിടെ പണി ചെയ്യാൻ വലിയ പാടാണ്. കാരണം 6 മാസം രാത്രിയാണ്, 6 മാസം പകല, 24 മണിക്കൂറോടെ ആളുണ്ട്. ആ സ്റ്റേഷൻ അവിടെ ആയിരിക്കുന്നത്, സൗത്ത് പോളിലായിരിക്കുന്നത്. നമ്മൾ അറിയാത്ത പല റിസർച്ചുകൾ അവിടെ നടത്തുന്നുണ്ട് അവര്. അവസാനമായിട്ട് പറയുന്നത് ഇപ്പം ഈ ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അവിടെ ന്യൂക്ലിയർ ഫെസിലിറ്റീസ് വെക്കാനുള്ള ഇത് നടത്തുന്നുണ്ട്. കാരണം അവരുടെ ഫെസിലിറ്റീസ് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഓരോരുത്തർക്കും ഓരോ സ്ഥലം വിധിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് എന്താ ചെയ്യുന്നത് ആർക്കും ഒന്നും അറിയത്തില്ല. അമേരിക്കയൊക്കെ എന്തോ റിസർച്ച് അടിയിൽ ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. അവിടെ മനുഷ്യവാസം ഇല്ല. പക്ഷെ ഇങ്ങനെ വരുന്ന റിസർച്ചേഴ്സ് ഉണ്ട്. അവർ റൗണ്ട് ദ ഇയർ വരും. അവർ റിസർച്ച് ചെയ്തുകൊണ്ടേയിരിക്കും. അതിനുള്ള ഫെസിലിറ്റീസ് അവർക്ക് കിട്ടും. ഭയങ്കര എക്സ്പെൻസീവ് ആണ്. ഇന്ത്യക്ക് 2 റിസർച്ച് സ്റ്റേഷൻ ഉണ്ട് അവിടെ. അങ്ങനെ അന്റാർട്ടിക് ട്രീറ്റി എന്ന് പറഞ്ഞ ട്രീറ്റിയാണ് അന്റാർട്ടിക്കയെ കൺട്രോൾ ചെയ്യുന്നത്. അല്ല, അന്റാർട്ടിക്ക ഒരു രാജ്യത്തിന്റെ കീഴിലല്ല. അതായത് അവിടേക്ക് നമ്മളിപ്പോ പോകുന്നുണ്ടെങ്കിൽ ഇതിന്റെ മൊത്തം കൺട്രോൾ ചെയ്യുന്ന ആരായിരിക്കും? നമ്മുടെ യാത്ര, അതേപോലെ തന്നെ ഇതിന്റെ അവിടുത്തെ നമ്മുടെ ഡെയിലി കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യുന്ന ആരായിരിക്കും? കമ്പനികൾ, പ്രൈവറ്റ് ആയിട്ട്. അന്റാർട്ടിക്ക എന്ന് പറയുന്ന രാജ്യമില്ല. രാജ്യം കോണ്ടിനെന്റ് ആണ്. അത് ആരുടെയും കീഴിലല്ല. എറൗണ്ട് 70 എത്രയോ രാജ്യങ്ങൾ ഒരു ട്രീറ്റി ഒപ്പിട്ടിട്ടുണ്ട്. ആ ട്രീറ്റിയാണ് അതിനെ കൺട്രോൾ, അവിടെ നിയമങ്ങൾ ഉണ്ടാക്കുന്നത്. ആ രാജ്യങ്ങൾക്കൊക്കെ ഏകദേശം ഈ റിസർച്ച് സ്റ്റേഷനുകളുണ്ട്. അതാണ് സൗത്ത് പോൾ ഉള്ളത്. ഇതൊക്കെയാണ് അവിടെ. അപ്പം നമുക്ക് പോകണമെങ്കിൽ ഈ പറയുന്ന യൂണിയൻ ഗ്ലേഷ്യർ ഫുഡ് കിട്ടുന്ന സ്ഥലത്തുനിന്ന് വീണ്ടും ഒരു ചെറിയ വിമാനം എടുത്ത് ഈ വിൻസന്റെ ബേസ് ക്യാമ്പിൽ പോകണം. അവിടെ നിന്ന് വീണ്ടും 10 ദിവസം നമ്മുടെ ഈ ദനാലിയിൽ പോയതുപോലെ വലിച്ചുകൊണ്ട് പോകണം. സ്ലെഡ്ജ് വലിച്ചിട്ട് വേണം പിന്നെ മുകളിലെത്താൻ വേണ്ടി. പിന്നെ ഇത് അന്റാർട്ടിക്ക എന്ന് പറഞ്ഞാൽ ഭയങ്കര തണുപ്പാണ്. അന്റാർട്ടിക്ക ഒരു ഡെസേർട്ടാ ബേസിക്കലി. ഡെസേർട്ട് പ്രസിപ്പിറ്റേഷൻ വളരെ കുറവാണ്. മഞ്ഞ് പെയ്തില്ല, ഐസാ. വല്ലപ്പോഴും മഞ്ഞ് പെയ്താലേ, പക്ഷെ ഭയങ്കരമായിട്ട് ഐസാ. ഭയങ്കര തണുപ്പാണ്. നമ്മൾ വിരൽ ഗ്ലൗസ് ഒക്കെ ഊരി നിന്ന് കഴിഞ്ഞാൽ തന്നെ ഒരു 15 to 30 സെക്കൻഡ്സിലൊക്കെ നമ്മുടെ വിരലൊക്കെ ഫ്രീസ് ആയിപ്പോൾ നമ്മൾ അറിയാതെ തന്നെ ഫ്രീസ് ആയിപ്പോൾ. നമ്മൾ അതിനുള്ള ഡ്രസ്സൊക്കെ ഇട്ടാണ് നിൽക്കുന്നത്. ഏതെങ്കിലും പാർട്ടൊക്കെ എക്സ്പോസ് ആയി കഴിഞ്ഞാൽ വലിയ പാടാണ്. മുഖം പോലും ഫുൾ കവേർഡ്, മുഖമെല്ലാം ഞാൻ മറച്ചിട്ടാക്കി നിൽക്കുന്നത്. ഇല്ല, മുഖത്തെല്ലാം വലിയ പാടുകൾ വീഴും. പക്ഷെ ഇവിടെ ഫെറ്റിലിറ്റീസ് കുറവല്ലേ? ഈ സാധാരണ ഇങ്ങനെ പറയല അന്റാർട്ടിക്ക അത് എക്സ്പെൻസീവ് ആണെങ്കിലും അവിടെ അപകടങ്ങൾ കുറവാണ്. അവിടെ വളരെ കുറച്ച് ടൂറിസ്റ്റുകളല്ലേ വരുന്നുള്ളൂ. മാത്രമല്ല വരുന്ന ഞാൻ പറഞ്ഞു 99.9% ടൂറിസ്റ്റുകളും ഹൈ നെറ്റ് വർത്ത് ടൂറിസ്റ്റുകളാണ് വരുന്നത്. അപ്പോൾ ആ രീതിയിലുള്ള ഫെസിലിറ്റി അവിടെ കൊടുക്കുന്നുണ്ട് ഈ കമ്പനികൾ. അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും പൈസയാവുന്നത്. നേപ്പാളിൽ പോകുന്നത് നമുക്ക് 50 ലക്ഷം ആണെങ്കിൽ 1 കോടി അല്ലെ 1.5 കോടി വരെ കൊടുത്ത് പോകുന്ന എവറസ്റ്റിൽ പോകുന്ന കമ്പനികളുണ്ട്. ഇതെല്ലാം ഓപ്പറേറ്റ് ചെയ്യുന്ന നേപ്പാളിൽ തന്നെയാണ്. ഇപ്പോൾ ചില അമേരിക്കൻ കമ്പനി ആയിരിക്കും, ചിലപ്പോൾ ഓസ്ട്രേലിയൻ കമ്പനി ആയിരിക്കും, ചിലപ്പോൾ നേപ്പാൾ കമ്പനി ആയിരിക്കും. അങ്ങനെ ഡിഫറൻസ് അവിടെ ഇല്ല. അവിടെ അന്റാർട്ടിക് ലോജിസ്റ്റിക്സ് എക്സ്പെഡീഷൻ എന്ന് പറഞ്ഞ ഒറ്റ കമ്പനിയുള്ളൂ, ALE. അവരാണ് എല്ലാം കൺട്രോൾ ചെയ്യുന്നത്. ALE എന്ന് ഒറ്റ കമ്പനി. ബാക്കി കമ്പനിയുള്ള എല്ലാം ഇവർ കൊടുത്തിരിക്കുന്ന, ഇവരുടെ സബ്ബായിട്ട് കൊടുത്തിരിക്കുന്ന, ഇവരാണ് മെയിൻ കമ്പനി. ഒറ്റ റേറ്റേ ഉള്ളൂ. അതുകൊണ്ട് നമുക്കിപ്പം റേറ്റ് കുറഞ്ഞ കമ്പനി സെലക്ട് ചെയ്യാൻ പറ്റത്തില്ല. അവിടെ കോംപ്രമൈസ് ഇല്ല ഇതിനകത്ത്. ഇപ്പം നമ്മൾ റേറ്റ് കുറഞ്ഞ കമ്പനി എന്താ ചെയ്യുന്നത്? നേപ്പാളിൽ അവർ യൂറിൻ കളക്ട് ചെയ്ത് താഴെ കൊണ്ടുവരണമെങ്കിൽ അവരെന്ത് ചെയ്യും? അവർ പിറ്റ് ഒഴിച്ചു കൊടുക്കും, അവിടെ ഒഴിച്ചോളാൻ പറയും. അങ്ങനെ അവർ റേറ്റ് കോംപ്രമൈസ് ചെയ്യുന്നത്. പലയിടത്തും മോശമാണ്. അവിടെ റേറ്റ് കുറയുന്നത്. അപ്പോൾ ഇവർക്ക് ഷെർപ്പയുടെ അളവ് കുറയ്ക്കാം, വേസ്റ്റ് താഴോട്ട് കൊണ്ടുപോകണ്ട. അന്റാർട്ടിക്കയിൽ പറ്റത്തില്ല. ഈ യങ്സ്റ്റേഴ്സ് പൊതുവെ അവിടേക്കൊക്കെ എത്താറുണ്ടോ? അതോ ഈ പറഞ്ഞ പോലെ നല്ലോണം സമ്പാദിച്ചിട്ട് അത് ചെലവാക്കാനാണോ കൂടുതൽ ആൾക്കാർ എത്താറുണ്ട്? ഒരുപാട് യങ്സ്റ്റേഴ്സിനെ കണ്ടിട്ടുണ്ട്. കാരണം അവരൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില വലിയ വലിയ കമ്പനികളുടെ മുതലാളിമാരുടെ മക്കളും സമ്പാദിച്ചിട്ട് വരുന്നവർ വളരെ കുറവാണ്. സ്പോൺസർഷിപ്പ് കിട്ടി വരുന്നവരും വളരെ കുറവാണ്. എന്നെ പോലെയുള്ള 1-2 പേര് കാണും. ബാക്കി എല്ലാവരും ഈ പറയുന്നത് പോലെ വലിയ 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 സ്ഥാനങ്ങളിരിക്കുന്ന, എന്നാൽ അഡ്വഞ്ചർ ഇഷ്ടപ്പെടുന്ന
ആൾക്കാർ ലൈഫ് ത്രട്ടൺ ചെയ്ത് തന്നെ അവരെ പോകുന്നത്. നമ്മൾ ഒരു എക്സ്പെഡീഷന് പോയി കഴിഞ്ഞാൽ 18 days അല്ലെങ്കിൽ 15 days കഴിഞ്ഞാൽ നമ്മുടെ വിമാനം വരത്തുള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും അപകടം ഉണ്ടായാൽ തന്നെ ഹെലികോപ്റ്റർ എന്ന് പറഞ്ഞാൽ അവിടെ ഞാൻ പറഞ്ഞില്ല, ഇൻഡിവിജ്വൽ പ്ലേസിലേക്ക് വരാൻ പറ്റത്തില്ല ഹെലികോപ്റ്റർ, അത്രയും പറക്കത്തില്ല. ഞങ്ങൾ പോയ സമയത്ത് എൻ്റെ കൂടെ റിച്ചാർഡ് എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. അയാൾക്ക് 70 year ആയിരുന്നു അയാളുടെ വയസ്സ്, അമേരിക്കക്കാരനാണ്. അയാൾ വരുന്നതിന് 6 മാസം ഓപ്പൺ ഹാർട്ട് സർജറി ചെയ്തിട്ടാണ് വരുന്നത്. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? കാരണം അത്രയ്ക്ക് ആൾക്കാർ അഡ്വഞ്ചറസ് ആണ്. ലൈഫിന് ഒരു അർത്ഥം എന്ന് പറയുന്നത് അഡ്വഞ്ചർ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യുമ്പോഴാണ് അർത്ഥം എന്നാണ് അവർ വിചാരിച്ചിരിക്കുന്നത്. നമ്മുടെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യാതിരുന്ന ജീവിതം 10 ദിവസം കൂടുതൽ ജീവിക്കുക എന്നുള്ളതാണ്. കംഫർട്ട് ലൈഫ്. കംഫോർട്ട് ലൈഫിൽ നമ്മൾ മരിക്കും, കംഫോർട്ട് ഇല്ലാത്തവർ നമ്മൾ മരിക്കും. അത് അവർക്ക് മനസ്സിലാക്കി കഴിഞ്ഞു. ഇല്ലെങ്കിൽ ഒരിക്കലും 70 വയസ്സുള്ള മനുഷ്യൻ എവറസ്റ്റ് കയറി ക്ലൈംബ് ചെയ്തതാണ്. അവിടെ ലാസ്റ്റ് സമ്മിറ്റാണ്, 7 സമ്മിറ്റിൽ. അയാളോട് പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇയാളൊക്കെ ഇങ്ങനത്തെ ആൾക്കാരാണ് നമുക്ക് പ്രചോദനമാവുന്നത്. ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുമ്പോൾ നിങ്ങളത് കേട്ടു, പക്ഷെ ഞാൻ ഇയാളുടെ ഇടപെട്ട ആളാണ്. ഇയാളുടെ നടപ്പും ഇയാളുടെ ചേഷ്ടകളും ഇയാളുടെ രീതികളും എല്ലാം കണ്ട ഒരു മനുഷ്യനാണ്. അപ്പോൾ എനിക്ക് എന്തുമാത്രം ഇൻസ്പയർഡ് ആയി കാണും അയാൾ. അപ്പോൾ നമുക്കൊരു വയ്യാതിരിക്കുമ്പോഴോ നമുക്ക് മടി പിടിക്കുമ്പോഴോ ബെസ്റ്റ് ഇവരെ കുറിച്ച് ഓർത്താൽ മതി, നമുക്ക് ആ ഒരു മോട്ടിവേഷൻ വരും. ശരിക്കും ഇങ്ങനെ പറയും, ഒരാൾ റിട്ടയർമെന്റ് ആവുന്നതോട് കൂടിയിട്ട് അയാൾ വാർദ്ധക്യത്തിലേക്ക് എത്തി. നമ്മൾ എന്നാണോ റിട്ടയർമെന്റ് നമ്മളെ മെന്റലി നമ്മൾ തീരുമാനിക്കുന്നത് അന്ന് നമ്മൾ വയസ്സായി, അല്ലെങ്കിൽ നമ്മൾ വയസ്സാവില്ല. കണ്ടിന്യൂസ് ആയിട്ട് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ നമ്മൾ ചെറുപ്പമായിട്ടായിരിക്കും. കാരണം ബ്രെയിൻ പുതിയ എന്തെങ്കിലും കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുമ്പോൾ അത് റീവെയർ ചെയ്ത് അതിനകത്ത് പുതിയ ന്യൂറൽ നെറ്റ്വർക്ക്സ് ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുമെന്നാണ് ശാസ്ത്രം പറയുന്നത്. അപ്പോൾ നിങ്ങൾ ബേസിക്കലി ചെറുപ്പമായിക്കൊണ്ടിരിക്കുകയാണ്. ചില ആൾക്കാർ 30ാമത്തെ വയസ്സിൽ തന്നെ പ്രായമാവും, ചില ആൾക്കാർ 90ാമത്തെ വയസ്സിലും പ്രായമാകത്തില്ല. അവരോട് സംസാരിക്കുമ്പോൾ മനസ്സിലാവും അവർക്ക് അപ്പോഴും അടങ്ങാത്ത ആഗ്രഹങ്ങളും അടങ്ങാത്ത ചോദ്യങ്ങളും ഉത്തരങ്ങളും കിട്ടാനുള്ള ദാഹമൊക്കെ ആയിരിക്കും. അങ്ങനെയുള്ളൊരു ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ 90 വയസ്സ് വരെ ജീവിച്ചിട്ട് കാര്യമൊന്നുമില്ല, അതല്ല കാര്യം. പക്ഷേ 90 വയസ്സ് വരെ നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് ചോദ്യം. ചിലപ്പോൾ 30ാമത്തെ വയസ്സ് വരെ നിങ്ങൾ സൂപ്പറായിട്ട് നിങ്ങൾ എക്സ്പ്ലോർ ചെയ്തെല്ലാം ജീവിച്ചു, പിന്നെ നിങ്ങൾ മരിച്ചുപോയി. നിങ്ങളുടെ ലൈഫിൽ ചെയ്യാനുള്ള കാര്യം ചെയ്താൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആയി കഴിഞ്ഞു. പക്ഷേ 90 വയസ്സ് വരെ നിങ്ങളൊന്നും ചെയ്തില്ലെങ്കിലോ, നിങ്ങളുടെ ലൈഫ് അത്രയും എക്സ്പെൻഡ് ചെയ്ത് ഒരു 60 വയസ്സ് അധികം ജീവിച്ചു എന്നുള്ളതല്ലാതെ വേറൊന്നും ഇല്ലെങ്കിലോ. അപ്പോൾ ഉള്ള സമയം വളരെ കുറവാണല്ലോ. ഉള്ള സമയം നിങ്ങളുടെ അഡ്വഞ്ചർ മല കയറലൊന്നും അല്ല. ചിലർക്കിപ്പോൾ സിനിമയാണെങ്കിൽ സിനിമ എടുക്കുന്നതായിരിക്കും അഡ്വഞ്ചർ. അതിനുള്ള പൈസക്കാരെ സ്പോൺസറെ കണ്ടുപിടിക്കുക, അതായിരിക്കും അഡ്വഞ്ചർ. അതിനുവേണ്ടി പുറകെ പോവുക. അതിനിടയ്ക്ക് മരിച്ചോട്ടെ. മരണമാണല്ലോ ഏറ്റവും വലിയ ഭയം. മരണഭയം ഇല്ലാതാക്കുക എന്നുള്ളതാണ് ഇതിനകത്ത് നമ്മൾ ചെയ്യേണ്ടത്. കാരണം മരണം എപ്പോൾ വേണമെങ്കിലും നമുക്ക് പിടികൂടാം. മരണത്തെ മുന്നിൽ നിർത്തിയാണ് നമുക്ക് എല്ലാ ഭീകരതയും പേടിയും നമുക്ക് ഉണ്ടാക്കുന്നത്. അൾട്ടിമേറ്റ് ഭയം മരണമാണ്. ആ ഒരു ഭീതി ഇല്ലാതൊരാൾക്ക് മാത്രമേ നമുക്ക് ലൈഫിൽ വിജയിക്കാൻ പറ്റത്തുള്ളൂ. ഈ റിച്ചാർഡിൻ്റെ കാര്യം തന്നെ എടുത്താൽ മതി. അയാൾ മരണഭീതി ഉണ്ട്, അയാൾ ഉറപ്പായിട്ടും പറയേണ്ട ആവശ്യമുണ്ടോ? 60ാമത്തെ വയസ്സിൽ എവറസ്റ്റ് ഞങ്ങൾ ക്ലൈംബ് ചെയ്തപ്പോൾ അഷ്മിത എന്ന് പറഞ്ഞ ലേഡി ഉണ്ടായിരുന്നു. അപ്പോൾ പുള്ളിക്കാരിക്ക് എവറസ്റ്റ് സബ്മിറ്റ് ചെയ്യുന്നതിൻ്റെ 100 മീറ്റർ താഴെ വെച്ചിട്ട് കാഴ്ചശക്തി പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടു. 8748 മീറ്റർ വരെ എത്തി. എൻ്റെ കൂടെ എൻ്റെ ടീമിലുണ്ടായിരുന്നു. വെറും 100 മീറ്റർ ബാക്കിയുള്ളായിരുന്നു ക്ലൈംബ് ചെയ്യാൻ. അപ്പോൾ പുള്ളിക്കാർക്ക് ഹൈ ആൾട്ടിറ്റ്യൂഡ് സെറിബ്രൽ എഡീമ വന്നിട്ട് ഓക്സിജൻ ഇല്ലാതെ എവറസ്റ്റിൻ്റെ മുകളിൽ എത്തുന്ന ആദ്യത്തെ ഇന്ത്യക്കാരി ആവാൻ വേണ്ടിയിട്ടാണ് പുള്ളിക്കാരി വന്നത്. എന്നിട്ട് പുള്ളിക്കാരി ഡിസെൻഡ് ചെയ്ത് താഴെ വന്ന് ബേസ് ക്യാമ്പിൽ നിന്ന് കരച്ചിലായിരുന്നു. എത്രയോ നാൾ കരഞ്ഞ് ഭയങ്കര ഡിപ്രഷനൊക്കെ ആയിട്ട് വീണ്ടും നെക്സ്റ്റ് ഇയർ, അടുത്ത വർഷം വീണ്ടും നമുക്ക് ഈ ഭ്രാന്ത് വരും. നെക്സ്റ്റ് ഇയർ വീണ്ടും പുള്ളിക്കാരി ഇതേ സ്ഥലത്ത് വന്നപ്പോൾ വീണ്ടും കാഴ്ച പോയി. എന്നിട്ട് പുള്ളിക്കാരി ഓക്സിജൻ വെച്ച് സബ്മിറ്റ് ചെയ്തു. ആൾക്കാർ അങ്ങനെയും ചെയ്യുന്നവരുണ്ട്. എന്തിനാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരവില്ല. എന്തോ നമ്മളെ ഗൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങളുടെ മനസ്സിൽ അങ്ങനെ ഒരു തോന്നൽ ഉണ്ടാകുകയാണെങ്കിൽ അത് ചെയ്തേക്കണം. ഇത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ തോന്നൽ വരുന്നത്. അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ ഈ തോന്നലിൻ്റെ ആവശ്യമില്ലല്ലോ. ഇപ്പം എന്നെ വിളിച്ചു, ഞാൻ നിങ്ങളോട് സംസാരിച്ചു, നിങ്ങളുടെ മനസ്സിലേക്ക് ഇത് വന്നു. ഇപ്പം എന്നെ വിളിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇതിനെല്ലാവരും കാരണമുണ്ട്. അപ്പം നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും തോന്നാൻ വേണ്ടി ആയിരിക്കാം. ബേസിക്കലി ഞാൻ വിശ്വസിക്കുന്നത് നമ്മളുടെ മനസ്സിൽ ഒരു തോന്നൽ, ലോകത്ത് എന്തുമാത്രം പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ ഉണ്ട്, ബില്യൺസ് ഉണ്ടല്ലോ. എന്തുകൊണ്ട് ഒരു ചിന്ത മാത്രം നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നത്? ആ ചിന്ത നിങ്ങളെ തേടി വരുന്നതാണ്. നിങ്ങൾ വിചാരിക്കും നിങ്ങൾ ആ ചിന്ത തേടി പോകുന്നത്. ഇപ്പോൾ സിനിമയാവാൻ ആഗ്രഹം ഉണ്ടല്ലോ, ആ സിനിമ നിങ്ങൾ അങ്ങോട്ട് തേടി പോകുന്നില്ല, അത് നിങ്ങളെ തേടി വരുന്നതാണ്. അപ്പോൾ അത് സമയമായി അത് ചെയ്യാൻ. അതാണ് എൻ്റെ ഒരു മനസ്സിൻ്റെ ചിന്താഗതി. അങ്ങനെയാണ് ഇവിടെ വരെ എത്തിയത്. നമുക്ക് അടുത്ത ചിന്ത ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കും. ഇത് ഈ ലേണിംഗ് അവസാനിക്കാതിരിക്കുക, ലക്ഷ്യങ്ങൾ അവസാനിക്കാതിരിക്കുക, അതങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. അതെ. ഇപ്പം ഇതിൽ
ഞാൻ സാധാരണ എനിക്ക് ഭയങ്കര നമ്മളിങ്ങനെ ഇന്നലെ ഇരുന്നിങ്ങനെ നോക്കുമ്പോൾ ഇപ്പോൾ 7 കൊടുമുടിയുണ്ടല്ലോ, അപ്പോൾ അതിൽ പല നിലക്കും പല ആളുകൾ അതിനെ ഈസിയസ്റ്റ് ഡെഡ്ലിയസ്റ്റ് എന്നിങ്ങനെ പറഞ്ഞ് ഇങ്ങനെ റാങ്ക് ഇടും. അപ്പോൾ നിങ്ങളോട് അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് ഈസിയസ്റ്റ്, അവിടെ നിന്ന് ഇങ്ങനെ ഏറ്റവും ടഫസ്റ്റ്, നിങ്ങൾ കയറിയതിൽ ഏറ്റവും ഡേഞ്ചറസ് ആയത് ഏതാണ്? ഏറ്റവും കയറിയത് ദനാലിയും എവറസ്റ്റും ആണ്. ഏറ്റവും ഡെഡ്ലിയസ്റ്റ് എനിക്ക് ഞാൻ കയറിയതില്ല. ഏറ്റവും ഈസിയായിട്ട് തോന്നിയിട്ടുള്ള ഒന്ന് ആസ്ട്രേലിയയിലെ കോസിയോസ്കോയും 2 കിളിമഞ്ചാരോയാണ്. ഓക്കെ, അത് രണ്ടും അത്ര ഡേഞ്ചറസ് അല്ല. കിളിമഞ്ചാരോ പീക്കാണ്, പക്ഷെ ട്രക്കിംഗ് പീക്കാണ്. പിന്നെ ആഫ്രിക്കക്കാർ ഭയങ്കര ഹെൽപ്ഫുൾ ആയതുകൊണ്ട് അവർ നമ്മളെ ഹെൽപ്പ് ചെയ്യും ഭയങ്കരമായിട്ടും. വയ്യാങ്കിൽ നമ്മളെ തൂക്കിക്കൊണ്ട് പോകും. പല മലയാളികളും തൂക്കി മേളിൽ കയറ്റിയ കഥ എനിക്കറിയാം. അവർ ഈ പറയുന്ന നാട്ടിൽ പോവാണെന്ന് പറഞ്ഞിട്ട് പത്രത്തിലൊക്കെ ന്യൂസ് കൊടുത്തിട്ടായിരിക്കും പോകുന്നത്. അപ്പോൾ അവർ കയറാതിരിക്കാൻ പറ്റത്തില്ല. സ്പോൺസർമാരുണ്ടെങ്കിൽ നമ്മൾ കയറി പറ്റും. നമ്മൾ ഭയങ്കര ബൗണ്ടഡ് ആവും. അതാണ് ഇതിനകത്തൊരു ഡേഞ്ചർ. നമ്മളിപ്പോൾ നമ്മുടെ ജീവൻ പണയം വെച്ച് നമ്മൾ കയറാൻ നോക്കും, ഇല്ലേ അടുത്ത സ്പോൺസർഷിപ്പ് കിട്ടത്തില്ല. പക്ഷെ കിളിമഞ്ചാറിൽ അവർ പൊക്കും നമ്മളെ. കാരണം അവർ ഭയങ്കര സ്നേഹവും കുറച്ച് പൈസ കിട്ടാൻ വേണ്ടി ചെയ്യുന്നവർ നമ്മളെ അങ്ങ് പ്രീതിപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കും. അപ്പോൾ അങ്ങനെ കയറിയവരുണ്ട്. ഇതിൽ ഈ സ്പോൺസർഷിപ്പ് എങ്ങനെ വർക്ക് ചെയ്യുന്നത്? ലൈക്ക് ഇത് ഇപ്പോൾ സാധാരണ നമ്മളൊരു സാധനം ആഡായിട്ടാണല്ലോ. ഇപ്പോൾ ഒരു കമ്പനി ഉണ്ടെങ്കിൽ ആ കമ്പനിയുടെ ആഡായിട്ട് ഇപ്പോൾ ഞാൻ പല മൗണ്ടനേഴ്സിനെ കണ്ടിട്ടുണ്ട്, മൗണ്ടൻ ഡ്യൂണിൻ്റെ ടീഷർട്ട്സ് ഒക്കെ ഭയങ്കര മാർക്കറ്റിംഗ് അതാണല്ലോ. ഓരൊക്കെ എങ്ങനെയാണല്ലോ അഡ്വഞ്ചറിനാണല്ലോ ഒരു മാർക്കറ്റ്. അപ്പോൾ ഈ സാധാരണ സ്പോൺസർഷിപ്പ് ഇങ്ങനെയാണോ വർക്ക് ചെയ്യുക? അതോ ജസ്റ്റ് ആളുകൾ ഈ ഫിലാന്ത്രോപ്പിസ്റ്റുകൾ ഓക്കെ നിങ്ങളുടെ അഡ്വഞ്ചർ നടക്കട്ടെ എന്നുള്ള നിലക്ക് തരുന്നതായിരിക്കുമോ? എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് സ്പോൺസർഷിപ്പാണ് നമ്മുടെ, ഞാൻ ഫിസിക്കൽ മെന്റൽ സൈക്കോളജിക്കൽ സ്ട്രഗിൾ പറഞ്ഞില്ലയോ, അതിന്റെ മേളിൽ നിൽക്കുന്ന സ്ട്രഗിളാണ് ഈ സ്പോൺസറെ ഫിനാൻഷ്യൽ സ്ട്രഗിൾ. ഇതില്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. നമ്മളിതെല്ലാം പ്ലാൻ ചെയ്ത് നോക്കി, എല്ലാം സീസണിലാണ് ക്ലൈമ്പിങ്. അതിന് മുമ്പ് പൈസ വന്നില്ലെങ്കിലോ മൊത്തം പരിപാടികളും പൊളിയും. അപ്പം ഇത് കണ്ടെത്തുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. പ്രത്യേകിച്ച് നമ്മൾ കേരളത്തിലെ സിനാരിയോ പറയുകയാണെങ്കിൽ കേരളത്തിലെ സ്പോൺസർമാരെ കണ്ടെത്താൻ വലിയ പാടാണ്. കാരണം ആൾക്കാർക്ക് പലർക്കും നമ്മൾ എന്താ ചെയ്യുന്നത് മനസ്സിലാകത്തില്ല. ആൾക്കാർ ക്രിക്കറ്റ് ഫുട്ബോൾ മതി, കാരണം അതാകുമ്പോൾ ടി വിയിൽ കണ്ട് കൈയടിക്കാമല്ലോ, ഇതാരും കാണുന്നില്ലല്ലോ. അപ്പോൾ നമ്മളിങ്ങനെ ഒരാളെ ഈ 20 മിനിറ്റ്സ് നമ്മളെ മുന്നിൽ ഒരാളെ കിട്ടിയാൽ നമുക്ക് കൺവിൻസ് ചെയ്യാൻ പറ്റും. അതിന് ഡിസിഷൻ മേക്കറായിട്ടുള്ള ആളെ കിട്ടണം. നമ്മൾ അപ്രോച്ച് ചെയ്യുമ്പോൾ എല്ലാ മാനേജർമാരും താഴെ എന്നുള്ളതായിരിക്കും, ബോട്ടം അപ്പ് ആയിരിക്കും. ബോട്ടം അപ്പ് അപ്രോച്ച് നടക്കത്തില്ല, ടോപ്പ് ഡൗൺ ചെയ്യണം, എന്നാലേ കിട്ടത്തുള്ളൂ. പല ആൾക്കാരും ഈ സ്പോൺസർമാരെ കണ്ടുപിടിക്കുന്നത് അവരുടെ പേഴ്സണലായിട്ടുള്ള ഒരു നെറ്റ്വർക്ക് ഉപയോഗിച്ചിട്ടാണ് കണ്ടുപിടിക്കുന്നത്. ഇപ്പം ഞാൻ എവറസ്റ്റിൽ പോകുന്നതിന് മുമ്പ് ഞാൻ ഒരു ദിവസം മിനിമം 5-10 മെയിൽ അയക്കുമായിരുന്നു. നമ്മൾ ഒരു സോർട്ട് ചെയ്ത് പല കമ്പനികൾക്കും പല വ്യക്തികൾക്കും ഒരാൾ റിപ്ലൈ ചെയ്തിട്ടില്ല. പക്ഷെ അവർ തന്നെ വേറെ ആൾക്കാർ സ്പോൺസർഷിപ്പ് കൊടുക്കുക. കാരണം ഇപ്പോൾ ചിലപ്പോൾ നേവിയിലെ ഉദ്യോഗസ്ഥനായിരിക്കും അച്ഛൻ. അപ്പം കാമ്യ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പുള്ളിക്കാരി 16ാമത്തെ വയസ്സിൽ ഈ 7 സമ്മിറ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. കാമ്യ കാർത്തിക എന്ന് പറഞ്ഞിട്ട് 16ാമത്തെ വയസ്സിൽ. അപ്പം അവരുടെ പൈസ അല്ലല്ലോ അത്. അവരുടെ അച്ഛൻ നേവിയിൽ വർക്ക് ചെയ്യുന്ന ഉദ്യോഗസ്ഥനാണ്, ഫോഴ്സിലാണ്. അപ്പോൾ അവർ ആ ഒരു ഇത് ഉപയോഗിച്ചു, കണക്ടിവിറ്റി ഉപയോഗിച്ചു. അവസാനിക്കുന്ന ബിസ്ലറിയൊക്കെ അവരെ സ്പോൺസർ ചെയ്തത്. നമ്മളൊക്കെ എത്ര അയച്ചു കഴിഞ്ഞാലും ബിസ്ലറിയുടെ മാനേജർ ആ മെയിലെടുത്ത് ചവിറ്റോട്ടെ എറിയും. അപ്പോൾ ഇതിൻ്റെ മോളിൽ നിന്നുള്ള സാധനം നമുക്ക് ആ ഒരു ഇത് വേണം, എന്താ പറയുക, കോൺടാക്റ്റ് വേണം. കോൺടാക്റ്റിൻ്റെ സിമ്പിളായിട്ട് കാര്യം നടക്കും. കാരണം ഇതിനുള്ള പൈസ കമ്പനികളുടെ ഉണ്ട്. നമുക്കവിടെ എത്താൻ പറ്റത്തില്ല, നമ്മളെ അവർക്ക് അറിയത്തില്ല, നമ്മളെ എങ്ങനെ യൂസ് ചെയ്യാൻ പറ്റുമെന്ന് അറിയത്തില്ല. ബേസിക്കലി നമ്മൾ തിരിച്ചു കൊടുക്കുന്ന വെച്ച് കഴിഞ്ഞാൽ അവർക്കൊരു പ്രൊമോഷൻ എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങൾ. അത് ഏതൊക്കെ വഴിയിലൂടെ കൊടുക്കുന്നു? അവരുടെ നമ്മൾ അവരുടെ ലോഗോ നമ്മൾ ജാക്കറ്റിലൊക്കെ ചെയ്യും. പിന്നെ പത്രസമ്മേളനം നടത്തുമ്പോൾ അവരുടെ ലോഗോ ആയിരിക്കും നമ്മൾ പറയുന്നത്. പിന്നെ അവരുടെ ഫ്ലാഗ് നമ്മൾ ഇതിൻ്റെ മുകളിൽ കൊണ്ട് ഹോയിസ്റ്റ് ചെയ്യും. പിന്നെ അവരുടെ ആഡ് ഉണ്ടെങ്കിൽ നമ്മൾ അഭിനയിക്കും. അങ്ങനെ സാധനങ്ങളാണ് ചെയ്യുന്നത്, അംബാസഡർ. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. ഇപ്പം ഉദാഹരണം പറഞ്ഞാൽ ഏതെങ്കിലും ഒരു കമ്പനി, ഇപ്പം പറയട്ടെ എന്തൊരു കോൾഗേറ്റ് കമ്പനി ആയിക്കോട്ടെ, ബ്രിട്ടാനിയ ആയിക്കോട്ടെ, നമ്മളെ സ്പോൺസർ ചെയ്യാന്ന് വെച്ചോ, അവർക്ക് ശരിക്കും ഒരു പ്രിവിലേജാണ്. ഇപ്പം ആ ബ്രിട്ടാനിയയുടെ മുതലാളിക്ക് ഒരു ഇതുപോലുള്ള ചെറിയൊരു വട്ടം ഉണ്ടെങ്കിൽ അവർക്ക് ഒരു പ്രിവിലേജ്, ബ്രിട്ടാനിയയുടെ ബാനറിൽ ഒരാൾ എവറസ്റ്റ് ക്ലൈംബ് ചെയ്യുമെന്ന് പറയുന്നത് അവർക്ക് പൈസ ഒന്നും പ്രശ്നമല്ല. പക്ഷെ അങ്ങനത്തെ ആളെ കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം. കേരളത്തിൽ നമ്മൾ അങ്ങനെ പോയി കഴിഞ്ഞാൽ അൾട്ടിമേറ്റ്ലി മുകളിലെത്തുമ്പം ആൾക്കാർ ഇതിനകത്ത് കൈപിടിയും. കാരണം അവർക്ക് അത്രയും പൈസ ഇതിനകത്ത് ഫണ്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ആൾക്കാർ ഇപ്പോഴും സിനിമ എടുക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു ക്രേസിന്റെ പുറത്ത് സിനിമക്ക് ഫണ്ട് ചെയ്യുന്നത്. സിനിമ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് എങ്ങനെയും തിരിച്ചു കിട്ടും. ബ്ലാക്ക് വൈറ്റ് ആക്കാം, വൈറ്റ് ബ്ലാക്ക് ആക്കാം. ഇതിനകത്ത് അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ലല്ലോ. പല CSR ഫണ്ടുകൾ റൂട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് എനിക്കറിയാം. കാരണം അവരിപ്പം CSR ഫണ്ടുകൾ 30 ലക്ഷം രൂപ അല്ലെങ്കിൽ 20 ലക്ഷം രൂപ ഒരു കോഴ്സിന് കൊടുത്തെന്ന് വെച്ചോ, അവർ പറയും 50% നിങ്ങൾ തിരിച്ചെനിക്ക് തരണം. മനസ്സിലായോ? അപ്പോൾ നമുക്ക് ഈ മൗണ്ടനറിങ്ങിൽ അന്നിപ്പോൾ 30 ലക്ഷം രൂപ തരുന്നെങ്കിൽ നമുക്ക് ആ 30 ലക്ഷം രൂപ ചിലവാകും. 15 തിരിച്ചു കൊടുക്കാൻ പറ്റത്തില്ല. മനസ്സിലായില്ലേ? തമിഴ്നാട്ടിൽ പലരും അങ്ങനെ ചെയ്യുന്നുണ്ട്.
ഓക്കെ. CSR ഫണ്ടുകളൊക്കെ മേടിച്ചിട്ട് യാത്ര ചെയ്യുന്നുണ്ട്. പക്ഷെ അതിന്റെ ഒരു ഭാഗം അവർ തിരിച്ചു കൊടുക്കും ഈ തരുന്ന വ്യക്തിക്ക്. എങ്ങനെ റിട്ടേൺ ചെയ്യും? എങ്ങനെ അപ്പം ആ പൈസ ബ്ലാക്കിൽ റിട്ടേൺ ചെയ്യും. CSR ഫണ്ടെല്ലാം ഒറിജിനലാണ് നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത്. ഇങ്ങനെയാണല്ലോ അവർ റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പോൾ CSR നമുക്ക് കിട്ടത്തില്ല. കാരണം നമുക്കത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ചെയ്യുന്നത്. പിന്നെ ഗവൺമെന്റിന് നമ്മൾ ഹെൽപ്പ് ചെയ്യാൻ ഫിനാൻഷ്യലി പാടാണ്. ഇപ്പം ഞാൻ പോയി ഗവൺമെന്റിനോട് ചോദിച്ചു, അടുത്തൊരാൾ ചോദിക്കും എനിക്ക് തരാൻ. അപ്പോൾ ഗവൺമെന്റ് എങ്ങനെയാണ് ഇയാൾക്ക് ഒരു ഡിഫറൻഷിയേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുക? ചെയ്യാൻ പറ്റുന്ന കാര്യം നമ്മുടെ പേഴ്സണൽ കോൺടാക്ട് അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും കോൺടാക്ട് ഉപയോഗിച്ചിട്ട് നമ്മൾ ആൾക്കാരെ ഫോക്കസ് ചെയ്ത് അതിൻ്റെ ആളെ കണ്ട് പറഞ്ഞ് അപ്പോഴത്തേനൊരു സമയമാകും. ഞാൻ പറഞ്ഞതിൽ ഭാഗ്യം എനിക്കൊരു സ്പോൺസറെ കിട്ടിയതുകൊണ്ടാണ് എനിക്ക് അവസാനത്തെ ഈ അന്റാർട്ടിക്കൊക്കെ ചെയ്യാൻ പറ്റും. ഇപ്പോഴും എവറസ്റ്റിൽ പോയതിൻ്റെ 40 lakhs-ന്റെ 20 lakhs ഇപ്പോഴും എനിക്ക് കടമുണ്ട്. അതിങ്ങനെ പലിശ അടച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വർണ്ണപ്പണയൊക്കെ എല്ലാ മാസവും വർഷവും പുതുക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് മൗണ്ടനറിയുടെ അവസ്ഥ. പക്ഷെ നമ്മളത് നോക്കിയിരുന്നിട്ട് കാര്യമില്ല. നമ്മൾ അടുത്ത ലക്ഷ്യം മുന്നിൽ വെച്ച് പൊക്കോണ്ടായിരിക്കണം. ഇതിൽ നമ്മളൊരു ഓഡിയൻസ് കുറച്ച് യൂത്താണ്. അപ്പോൾ നമ്മളിടയിൽ കാണുന്ന ഒരു ട്രെൻഡ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്തിരുന്നല്ലോ. അതായത് ഒരു 5 കൊല്ലം മുമ്പൊക്കെ നമ്മൾ യാത്ര തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഹിമാലയം എന്ന് പറഞ്ഞാൽ തന്നെ ഒരു പുതിയ ഫ്രോണ്ടിയറാണ്. അപ്പോൾ നമ്മൾ ഈ സ്ഥലങ്ങൾ കാണാം, കശ്മീർ കാണാം, സോനാമർഗ്, ഗുൽമർഗ്, പഹൽഗാം, അല്ലെങ്കിൽ മണാലി, കസോൾ എന്നൊക്കെ പറയുന്ന നമുക്ക് പുതിയ സ്ഥലങ്ങളായിരുന്നു. കാര്യമായിരുന്നു അവിടെ പോവാ. നമ്മുടെ നാട്ടിൽ നിന്ന് എനിക്ക് പേഴ്സണലി അനുഭവം ഉണ്ടായിരുന്നു. എൻ്റെ നാട്ടിലൊരു ചെറിയ ലോക്കൽ ന്യൂസ് ഉണ്ട്. അപ്പോൾ ഹാഫിസ് യാത്രയിലാണെന്ന് പറഞ്ഞിട്ട് പോസ്റ്റർ വരെ ഇറക്കിയത്. അപ്പോൾ നമ്മളെ നാട്ടിലുള്ള ആളുകൾക്ക് നമ്മളെ നാട്ടിൽ നിന്ന് ഒരാൾ അവിടേക്ക് പോയി എന്ന് പറയുന്നത് ഭയങ്കര, ഒറ്റയ്ക്ക് പോയി എന്നൊക്കെ പറയുന്നത് ഭയങ്കര സംഭവമായിരുന്നു. പക്ഷെ ഇപ്പം അത് ഭയങ്കരമായിട്ട് മാറി. ഈ ഒരു പോസ്റ്റ് കോവിഡ് സിനാരിയോ എന്ന് പറയുന്നത് എല്ലാവരും എല്ലായിടത്തും എത്തി. അപ്പോൾ ആളുകൾക്ക് പുതിയ ഫ്രോണ്ടിയേഴ്സ് അവർ തിരഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ഇപ്പം നമ്മുടെ നാട്ടിൽ കാണുന്ന ഒരു ട്രെൻഡും കൾച്ചറും എന്നൊക്കെ പറയുന്നത് കുറേ ട്രക്കുകൾ ഓപ്പൺ ആവുക. ട്രാവൽ കമ്പനീസ് തന്നെ ഒരുപാട് ട്രക്ക് പാക്കേജസുകൾ ഈ തുടങ്ങിക്കൊണ്ടിരിക്കുക. കുറേ ആളുകൾ അത് പോവുക, അത് സ്റ്റോറി ഇടുക, അത് ഭയങ്കരമായിട്ട് ആളുകളുടെ ഇടയിൽ വൈറലാവുക. ഇവിടെ ഈ സൺസെറ്റ് കാണണം, ഈ സൺറൈസ് കാണണം എന്ന് കോലത്തിലുള്ള സാധനങ്ങൾ. അപ്പോൾ പക്ഷെ ഇതിൽ എപ്പോഴും നമ്മൾ ഇപ്പോൾ ഇത് പറഞ്ഞല്ലോ, ഈ മൗണ്ടനിയറിങ് കോഴ്സ് കഴിഞ്ഞിട്ടാണ് നിങ്ങൾ ഈ പണിക്ക് ഇറങ്ങുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ ജസ്റ്റ് ഹുഡിങ് സാധനങ്ങളൊക്കെ ഇട്ടിട്ടായിരിക്കും ഈ പരിപാടിക്ക് ഇറങ്ങുക. അപ്പോൾ ഒരു ലാക്ക് ഓഫ് എഡ്യൂക്കേഷൻ സ്പിരിറ്റിൽ മാത്രമാണ് ചിലപ്പോൾ ഇതിലൊക്കെ നമ്മൾ കയറി പോവുക. അപ്പോൾ അത് പല അപകടങ്ങളും വിളിച്ചു വരുത്തുന്നുണ്ടോ? അപ്പോൾ അവിടെ എന്താണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? ഇത് മൗണ്ടനിയറിങ് അല്ല, അതൊരു ട്രക്കിംഗ് ആണ്. പക്ഷേ അത്ര ഡേഞ്ചറസ് അല്ലെങ്കിലും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടല്ലോ. അപ്പോൾ അവിടെ നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? ട്രക്കിംഗ് എന്ന് പറഞ്ഞാൽ ഏത് ആൾട്ടിറ്റ്യൂഡ് വരെ പോകുന്നത് നമ്മൾ നോക്കണം. അതിപ്പം ചിലപ്പോൾ 2000 മീറ്റർ ആയിരിക്കും. കേരളത്തിൽ അഗസ്ത്യയോടൊക്കെ 1800 മീറ്റർ സംതിങ്ങേ ഉള്ളൂ. അതും നല്ല ട്രക്കിംഗ് ആണ്, 3 days ട്രക്കിംഗ് ആണ്. അപ്പോൾ ഇതിനകത്ത് പോകുമ്പം ഒന്നെങ്കിൽ കമ്പനി വഴി ആയിരിക്കുമല്ലോ പോകുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഒറ്റയ്ക്കായിരിക്കും പോകുന്നത്. ഒറ്റയ്ക്കാണ് പോകണമെങ്കിൽ നമ്മൾ നല്ലപോലെ വെൽ റിസർച്ച് ചെയ്യണം. നമ്മൾ എല്ലാ പോയിന്റും ഈ റൂട്ടുകളെ കുറിച്ച് പഠിച്ചിരിക്കണം, കാലാവസ്ഥയെക്കുറിച്ച് പഠിച്ചിരിക്കണം, എവിടെയാണ് ഭക്ഷണം കിട്ടുന്നത്, ഇവിടുന്ന് എവിടെയാണ്, എത്ര ദൂരം, അടുത്ത സ്ഥലത്തെത്തണം, എത്ര ദൂരം, എല്ലാം പഠിച്ചിരിക്കണം. അല്ല നിങ്ങളിപ്പോൾ ട്രെയിനിലെ യാത്ര ചെയ്യാൻ ട്രെയിനിനകത്തിരുന്ന് പഠിച്ചാൽ മതി. മനസ്സിലായില്ലേ? അപ്പം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. ഇത് ഇത്ര ഹൈറ്റാണ്, ഇന്ന് ഇത്ര വഴികളുണ്ട് പുറത്ത് എക്സിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മനസ്സിലാവും. പിന്നെ ഒറ്റയ്ക്കാണ് പ്രത്യേകിച്ച് യാത്ര ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ അത്യാവശ്യം മിനിമം ഒരു 3 ദിവസം സർവൈവ് ചെയ്യാനുള്ള കുറച്ച് സാധനങ്ങൾ കൈ കരുതണം. വെള്ളം നമുക്ക് അവിടെ നിന്ന് എടുക്കാമെന്ന് വെക്കാം. പക്ഷേ ഭക്ഷണം ഡ്രൈ ഫ്രൂട്ട്സോ ഒരു 3 ദിവസം ഡ്രൈ ഫ്രൂട്ട്സ്, നമ്മുടെ ബദാമോ ഈന്തപ്പഴമോ, അങ്ങനെ നമ്മൾ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. അങ്ങനത്തെ എന്തെങ്കിലും സാധനം എപ്പോഴും കയ്യിൽ കരുതണം. ഒറ്റയ്ക്കാണെന്ന് ഞാൻ പറയുന്നതിൻ്റെ കാരണം വെച്ചാൽ ഒറ്റയ്ക്കാകുമ്പോഴാണ് നമ്മൾ പെട്ടുപോകാനുള്ള സാധ്യത വളരെ കൂടുന്നത്. 3-4 പേരുണ്ടെങ്കിൽ നമുക്ക് ആ ടെൻഷൻ വരത്തില്ല. 3-4 പേർ ഐഡിയ വരും, നമുക്ക് ഇങ്ങനെ എസ്കേപ്പ് ചെയ്യാൻ പറ്റും അവിടുന്ന്. പിന്നെ ഈ ഒറ്റപ്പെട്ടു പോകുന്നത് മാത്രമല്ല, അപകടങ്ങളുണ്ടാവാം ഈ ട്രക്കിംഗ് റൂട്ട്സ്. അപ്പോൾ അതിനെക്കുറിച്ച് സീസണിലായിട്ട് ഇപ്പം നമ്മളിപ്പം ഈ ഹിമാചലിലൊക്കെ മഴ പെയ്യുന്ന സീസണിലാണ് പോകുന്നെങ്കിൽ മണ്ണിടിച്ചിട്ടുണ്ടാവാം. അപ്പോൾ ആ സമയത്ത് നമ്മൾ പോകരുത്. ഇതിനെല്ലാം സീസൺ ഉണ്ടല്ലോ. KGL ആണെങ്കിലും എല്ലാത്തിനും ഒരു സീസണുണ്ട്. KGL ജൂൺ ജൂലൈ ആണ്, ആ സമയത്ത് പോവുക. പിന്നെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ മൗണ്ടനറിങ് എന്ന് പറയുന്നത് ഒരു സോളോ പരിപാടിയല്ല, അല്ലെങ്കിൽ ട്രക്കിംഗ് എന്ന് പറയുന്ന ഒരു സോളോ ചെയ്യരുത്. സോളോ പോകുന്ന ഒരുപാട് ട്രാവലേഴ്സ് ഉണ്ട്. പക്ഷേ അവർ സോളോ പോകുമ്പം ചിലപ്പോൾ അവരെ തന്നെ തിരിച്ചറിയുമായിരിക്കും, അവർക്ക് എന്തെങ്കിലും കണ്ടെത്താൻ പറ്റുമെന്നുള്ളതല്ലാതെ ഹാപ്പിനെസ് ഇൻക്രീസസ് വെൻ ഇറ്റ് ഗെറ്റ് ഷെയർഡ്. അതാണ് എൻ്റെ ഒരു തിയറി. നമ്മളത് ഷെയർ ചെയ്യുമ്പോഴേ ഒരു സാധനം കണ്ട് അടുത്തവൻ്റെ മുഖത്തോട്ട് നോക്കുമ്പോഴാണ് ശരിക്കും നമ്മുടെ ഹാപ്പിനെസ് കൂടുന്നത്. അല്ലേ? എനിക്കങ്ങനെയാണ്. എനിക്ക് ഒറ്റയ്ക്ക് പോയി എൻജോയ് ചെയ്യാൻ പറ്റത്തില്ല. ഒറ്റയ്ക്ക് പോയി ഫോട്ടോ എടുത്ത് തിരിച്ചു വരിക എന്ന് പറയുന്നത് എനിക്ക് ചിന്തിക്കാൻ പറ്റുന്ന കാര്യമാണ്. നമുക്കൊന്നുമില്ല ഹാപ്പിനെസ്. ആ ഒരു മൊമെന്റ് എൻജോയ് ചെയ്യണം. ചിലരുണ്ട് ഒറ്റയ്ക്ക് ഇരുന്നൊരു സൂര്യ ഉദയം അസ്തമയം എൻജോയ് ചെയ്യുന്ന ആൾക്കാർ. അപ്പോൾ ഒറ്റയ്ക്ക് പോകുന്നവർ വളരെ ശ്രദ്ധിക്കണം. അല്ലാതെ പോകുന്നവരാണെങ്കിൽ ഗ്രൂപ്പ് ഫോം ചെയ്യുമ്പോൾ തന്നെ കമ്പനി വഴിയാണ് പോകുന്നെങ്കിൽ നല്ല കമ്പനി അപ്രോച്ച് ചെയ്യുക. വലിയ റേറ്റ് വ്യത്യാസമൊന്നും ഉണ്ടാകത്തില്ല. എന്നിട്ട് കമ്പനിയുടെ എല്ലാ ഡീറ്റെയിൽസും മേടിക്കുക.
എവറിത്തിങ്. റേറ്റ് പോട്ടെ, അല്ലാതെ ഇറ്റിനറിയും അവരുടെ എന്തെങ്കിലും ഇൻഷുറൻസിൻ്റെ കാര്യങ്ങളും എല്ലാം എടുക്കുക. ഇൻഷുറൻസിന് റേറ്റ് വളരെ കുറവായിരിക്കും, കാരണം നമുക്ക് പൈസ പ്രശ്നമാണല്ലോ. അപ്പോൾ അപകടം ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ റേറ്റ് ആയിരിക്കും അവർ മേടിക്കുന്നത്. അപ്പോൾ ഇൻഷുറൻസ് ചെറിയ തുച്ഛമായ തുക കൊടുത്തിട്ട് അത് ഇൻഷുറൻസ് എടുക്കാൻ പറ്റുമെങ്കിൽ എടുക്കുക. ഇന്ത്യയിൽ ചെറിയ 4000 മീറ്റർ 5000 മീറ്റർ ഇൻഷുറൻസ് എടുക്കാം. അപ്പോൾ എല്ലാവരും ഇൻഷുറൻസും കട്ട് ചെയ്ത് കളയും. ഈവൻ ഞാൻ പോലും ചിലപ്പോൾ EBC പോകുമ്പോൾ ഇൻഷുറൻസ് കട്ട് ചെയ്ത് കളയും. അത് നമുക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ട്, നമുക്കൊന്നും പറ്റത്തില്ല. പക്ഷേ അത് ചെയ്യുക, അതിനുള്ള ഫണ്ടും കൂടെ ചെയ്യുക. കാരണം വിദേശീയരൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട്. പിന്നെ ഈ എന്താ പറയുക, എപ്പോഴും കൊണ്ടുപോകാൻ പറ്റത്തില്ലെങ്കിൽ അത്യാവശ്യം സർവൈവ് ചെയ്യാനുള്ള ടൂൾസൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മുടെ കയ്യിൽ വെക്കുക. ചെറിയൊരു കത്തി, പിന്നെ ലൈറ്റർ, നമുക്ക് തീ ഉണ്ടാക്കാനുള്ള ലൈറ്റർ, പിന്നെ സർവൈവൽ ടെക്നിക്സൊക്കെ അത്യാവശ്യം ഒന്ന് പഠിച്ച് വെക്കുക. ഇത് ഇങ്ങനത്തെ യാത്ര ചെയ്യുന്നവരോടത്താണ് ഞാൻ പറയുന്നത്. പിന്നെ എപ്പോഴും രാത്രി പെട്ട് കഴിഞ്ഞാൽ ഉറങ്ങാൻ പറ്റുന്ന രീതിയിൽ, ഇപ്പോൾ തണുപ്പാണെങ്കിൽ ഒരു സ്ലീപ്പിംഗ് ബാഗ്, നമ്മളിപ്പം നമ്മുടെ ഈ നമ്മുടെ സൗത്തിലാണെങ്കിൽ ഒരു ഷെൽട്ടർ ഉണ്ടാക്കാൻ പറ്റിയ ഒരു സാധനം, ടെൻ്റെന്ന് പറയത്തില്ല, ഒരു ചെറിയൊരു ഷീറ്റ് മതി. ആ ഷീറ്റ് നമ്മുടെ കയ്യിൽ വെക്കുക. രാത്രി സർവൈവ് ചെയ്യണമല്ലോ, ഇതൊക്കെ ചെയ്യാം. പിന്നെ അപകടം ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെ പുറത്തു വരാം എന്നുള്ളതാണ് ചോദ്യം, അല്ലേ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കാര്യം ചെയ്ത് നമുക്ക് നടന്നു വരാൻ പറ്റുമെങ്കിൽ അതിനുള്ള കോർഡിനേറ്റ്സ് ഒക്കെ നമുക്ക് മനസ്സിലാക്കണം. അതിനുവേണ്ടി ഒരു കോമ്പസ് നമ്മുടെ കയ്യിൽ വെക്കണം. പക്ഷെ ഇതൊക്കെ ഇങ്ങനെ പറയുമെങ്കിലും പോകുന്നവരിതൊന്നും നോക്കിയിട്ടില്ല. അല്ല, എടുത്തുചാട്ടമാണല്ലോ. എടുത്തുചാട്ടമാണ് ശരിക്കും അവരാക്കി മാറ്റുന്നത്. ഒറ്റ മൈൻഡാണ്. ഒറ്റ മൈൻഡായിട്ട് പറഞ്ഞാൽ ഞാൻ ഒറ്റ കാര്യം പറയുന്നുള്ളൂ, നിങ്ങൾ ഗ്രൂപ്പായിട്ട് പോവുക. അപ്പോൾ ഒറ്റ മൈൻഡ് മാറി കിട്ടും. അതിനകത്ത് ഡിസിഷൻ മേക്കിംഗ് ഉണ്ടാവും. ഒരാൾ തെറ്റ് പറഞ്ഞാലും ബാക്കി രണ്ടുപേർ പറയണം അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്ന് പറഞ്ഞ് മാറ്റും. ഒറ്റയ്ക്ക് പോവാതിരിക്കുക, മനസ്സിലായില്ലേ? ആ എൻജോയ്മെൻറ്റ് മാറ്റുക. ട്രക്കിങ്ങിൽ നിങ്ങളുടെ ഹാപ്പിനെസ്സും കൂടും, നിങ്ങൾക്ക് അപകടം ഉണ്ടാവത്തില്ല. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ഹൈ ആൾട്ടിറ്റ്യൂഡിൽ പോകുമ്പോൾ നിങ്ങൾ മയക്കുമരുന്ന് കഞ്ചാവ് ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല. എനിക്കറിയാം, പല എൻ്റെ സുഹൃത്തുക്കളും പല കുട്ടികളും ഞാൻ കണ്ടിട്ടുണ്ട്. അവർ ഹൈ ആൾട്ടിറ്റ്യൂഡ് വന്ന് എവറസ്റ്റിൻ്റെ ബേസ് ക്യാമ്പിൽ വരെ വന്ന് എൻ്റെ കഞ്ചാവ് വേണമെന്ന് ചോദിച്ച മലയാളികളുണ്ട്. കഞ്ചാവും മറ്റേ സിഗരറ്റ് വലിച്ച് ഗോരക്ഷേം എന്ന് പറഞ്ഞ സ്ഥലത്ത് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. ഞാൻ ഈ എവറസ്റ്റ് ക്ലൈംബ് ചെയ്യുന്ന സമയത്തെ ഞാൻ അസുഖം മാറിയില്ല, നമ്മുടെ നാംജെ ബസാറും തിരിച്ച് ബേസ് ക്യാമ്പിലേക്ക് പോവുക. ഈ മെയ് 10-ാം തീയതി എനിക്ക് എത്തണം. അപ്പം ഞാൻ 9-ാം തീയതി എത്താനുള്ള പ്ലാൻ ചെയ്യുന്നത്. അപ്പം ഈ ഗോരക്ഷേം ലാസ്റ്റ് പോയിന്റ് ബേസ് ക്യാമ്പിൽ തൊട്ട് മുമ്പ് അവിടെ അങ്ങോട്ട് പോകാൻ പറ്റിയില്ല, കാരണം അവിടെ ഭയങ്കരമായിട്ട് മഞ്ഞ് മൂടിയിട്ട് വഴി മാറുന്നു. അപ്പം ഞാൻ അവിടെ ഒരു ഗ്രാമത്തിൽ താമസിച്ചു ഗോരക്ഷേമിൽ. അപ്പം എനിക്ക് റൂമില്ല, അവിടെ ഫുള്ളായി. അപ്പം ഒരു മലയാളിയെ ഫുഡ് കഴിക്കുന്നപ്പോൾ ഞാൻ കണ്ടുമുട്ടി. അപ്പം അദ്ദേഹത്തിൻ്റെ റൂമിൽ കിടന്നോളാൻ പറഞ്ഞു. അപ്പം അഡ്ജസ്റ്റ് ചെയ്ത് കിടക്കുക. രാത്രി എഴുന്നേറ്റ് എൻ്റെ അടുത്ത് ചോദിച്ചു, ഞാൻ ഒരു സാധനം റെഡിയാക്കുന്നുണ്ട്, വേണമെന്ന്. സുഹൃത്തെ, ഞാൻ മേളിലേക്ക് പോവാണ്, ഞാൻ പുറത്ത് നിന്നു. അവൻ മരിച്ചു, ഞാൻ കണ്ടു. ഞാൻ പറഞ്ഞു, അതൊരിക്കലും ഹൈ ആൾട്ടിറ്റ്യൂഡ് ചെയ്യാൻ പോരും. അത് നിങ്ങൾക്ക് ഭയങ്കരമായിട്ടും പ്രശ്നം ഉണ്ടാക്കും. ഹൈ ആൾട്ടിറ്റ്യൂഡ് സിംറ്റംസ് പെട്ടെന്നാക്കും നിങ്ങളുടെ ശരീരത്തിലേക്ക്. സ്മോക്കിംഗ് ഇറ്റ്സെൽഫ് നോട്ട് ഗുഡ് ഇൻ ദ മൗണ്ടൻസ്. പിന്നെ പ്രത്യേകിച്ച് ഇത് പറയുന്ന കഞ്ചാവ്, മയക്കുമരുന്ന്, MDMA, ചിലർ ബോൾ കൊണ്ടുവരും, വായിൽ ബോൾ, രാഷ് ബോളോ, എനിക്കറിയാം മലയാളികളുടെ കാര്യം പറയുന്നത്. ഇതൊന്നും യൂസ് ചെയ്യാൻ പോകരുത്. നിങ്ങൾ താഴെ വന്നിട്ട് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളതിൻ്റെ വിഷയമല്ല. ആ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ കുറച്ച് നേരത്തേക്ക് നിങ്ങൾ മയക്കത്തിലായിരിക്കും. അപ്പോഴായിരിക്കും ഈ പാത്തിൽ നിന്ന് വ്യതിചലിച്ച് പോകുന്നതും നിങ്ങൾ കുഴിയിൽ വീണ് മരിക്കുന്നതും. ചെറിയൊരു കാലിൻ്റെ ഒരു വ്യത്യാസം വന്നാൽ മതിയല്ലോ, സാധാരണ സ്ഥലത്ത് നടന്നു പോകുന്ന പോലെ അല്ലല്ലോ. ഇതിനവിടെ പ്രശ്നങ്ങളൊന്നുമില്ല, ലിമിറ്റേഷൻസ് അല്ലെങ്കിൽ ഇവർ സ്റ്റോപ്പ് ചെയ്യുന്നില്ല, ഇഷ്ടം പോലെ അവിടെ കിട്ടും. അങ്ങനെ നേപ്പാൾ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇത് പാവങ്ങളുടെ സ്ഥലമാണ്. നിങ്ങൾ അന്വേഷിച്ച് പോയി കഴിഞ്ഞാൽ ഇതെല്ലായിടവും കിട്ടും. മലയാളികൾ പ്രത്യേകിച്ച് അന്വേഷിച്ച് പോകുന്നവരാണ്. അത് ചെയ്യരുത്. അങ്ങനെയാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല. ഈ ഇങ്ങനെ ട്രക്ക് ചെയ്യാൻ പൂതിയുള്ള ട്രക്ക് ചെയ്യുന്നവരും കുറവായിരിക്കും, പക്ഷേ എല്ലാവർക്കും പൂതി ഉണ്ടാവും ഇതൊക്കെ കണ്ടിട്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊരു ബിഗിനേഴ്സിനുള്ള എന്തെങ്കിലും സെലക്ഷൻസ് ഉണ്ടോ? നിങ്ങൾ ഞാൻ മനസ്സിലാക്കി നിങ്ങൾ ഞാൻ അങ്ങനെ വീഡിയോയിൽ കണ്ട പോലെയല്ല, നിങ്ങൾ അത്യാവശ്യം അതിനെക്കാട്ടി ഫിറ്റാണ്, അതിനെക്കാട്ടി വലിപ്പമുണ്ട്. അപ്പോൾ നിങ്ങൾ ജിമ്മിൽ പോലില്ലല്ലോ, പക്ഷെ നിങ്ങൾ ഈ യാത്രക്കിടയിൽ ചെറിയ ട്രക്കുകളും ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് നല്ല ധാരണ ഉണ്ടാവും വിചാരിക്കുന്നു. അപ്പോൾ ഒരു ബിഗിനേഴ്സിന് പറ്റിയ കുറച്ച് സ്പോട്ടുകൾ എന്തൊക്കെയായിരിക്കും ട്രക്കിന്? ബിഗിനേഴ്സ് കേരളത്തിലാണെങ്കിൽ നമുക്ക് വയനാട് ബാണാസുരയുണ്ട്, പിന്നെ അഗസ്ത്യാർ കൂടമുണ്ട് തിരുവനന്തപുരത്ത്, പിന്നെ അത്യാവശ്യം ഫോറസ്റ്റ് വാക്കുകളുണ്ട്, പിന്നെ വെള്ളഗവിയുണ്ട് കൊടൈക്കനാലിൽ. അത്യാവശ്യം ട്രക്കുകളൊക്കെ പോവുക. ഒരു 6 മാസമൊക്കെ കേരളത്തിനകത്തൊക്കെ ട്രക്ക് ചെയ്യുക. അത് കഴിഞ്ഞ് പതുക്കെ ഒരു വർഷം കഴിയുമ്പോൾ നോർത്ത് ഇന്ത്യയിലേക്ക് വരിക. നോർത്ത് ഇന്ത്യയിലേക്ക് അത്യാവശ്യം സർപ്പാസ് ട്രക്ക് വേണമെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് പീക്കുണ്ട് ഹിമാചലിൽ, മണാലിയിൽ. അതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യുക.
അപ്പോൾ 2 വർഷം കഴിയുമല്ലോ. അത് കഴിഞ്ഞിട്ട് 3-ാമത്തെ വർഷം പറ്റുമെങ്കിൽ മൗണ്ടനറിങ് കോഴ്സ് എടുക്കുക. 28 ദിവസം കാര്യമല്ലേ ഉള്ളൂ, 30,000 രൂപ സ്വരൂപിച്ച് വെച്ചാൽ മതി. 4-ാമത്തെ വർഷം തൊട്ട് നിങ്ങൾ കുറച്ച് പ്രോ ആവും. കാരണം നിങ്ങൾ ആ കേരളത്തിൽ നിന്ന് വളർന്ന് നോർത്ത് ഇന്ത്യ ആയി, പിന്നെ മൗണ്ടനറിങ് കോഴ്സ് പഠിച്ചു, പിന്നെ നിങ്ങൾക്ക് തന്നെ ഡിസിഷൻസ് എടുക്കാം, പോകണോ വേണ്ടായോ. അപ്പോഴത്തെ നിങ്ങൾക്ക് കുറച്ച് സുഹൃത്തുക്കളെ കിട്ടും. ഒരേ വൈബിലുള്ള ക്ലൈംബിങ് സുഹൃത്തുക്കളെ കിട്ടുക എന്നുള്ളതാണ് പാട്. കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭയങ്കര കംഫർട്ടബിളാണ്. കാരണം നിങ്ങൾ ചിന്തിക്കുന്നതല്ലായിരിക്കും ചിന്തിക്കുന്നത്. നിങ്ങൾക്ക് ഇപ്പം പോകുന്ന വഴിക്ക് ഒരു റെസ്റ്റ് ചെയ്യണമെന്ന് തോന്നിക്കും, അപ്പം തന്നെ ടെൻറ്റ് പിച്ച് ചെയ്യുന്നു, റെസ്റ്റ് ചെയ്യുന്നു. മറ്റവന് അങ്ങനത്തെ ഉള്ള വൈബുള്ളവരെ കിട്ടണമെങ്കിൽ ഇങ്ങനെ യാത്ര ചെയ്യണം, അപ്പോഴേ ഒരാളെ കിട്ടത്തുള്ളൂ. ഒറ്റയ്ക്ക് ഞാൻ പറഞ്ഞില്ല, ഒറ്റയ്ക്ക് പോകുന്നത് ഭയങ്കര ഡിസാസ്ട്രസ് ആണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഫ്രണ്ട്സിന് നിങ്ങൾക്ക് ഇതിൽ കിട്ടിയിട്ടുണ്ടോ ഏതെങ്കിലും? ഞാൻ ഹൈ ക്ലൈംബിങ് ഞാൻ പോകുന്നത്, ഞാൻ ട്രക്കിങ്ങിനൊക്കെ പോകുന്ന സമയത്ത് കൂട്ടുകാരൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അവരൊന്നും ഇപ്പം ഇല്ല, അവരൊക്കെ പരിപാടി നിർത്തി. അപ്പം ഞാൻ ക്ലൈംബിങ്ങിലേക്ക് വന്നല്ലോ. ക്ലൈംബിങ്ങിനകത്ത് നമുക്ക് അങ്ങനെ പറയാൻ പറ്റത്തില്ല, നമുക്ക് സുഹൃത്തുക്കളെ കിട്ടത്തില്ല. പക്ഷേ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ ഒരു ടീമിൻ്റെ കൂടെ ആയിരിക്കും ജോയിൻ ചെയ്യുന്നത്. ആ ടീമിനകത്തും നമുക്ക് ചിലപ്പം ആ ഒരു യാത്രയ്ക്ക് ആ സുഹൃത്തുക്കളെ കിട്ടും, വിദേശീയരെയൊക്കെ. അത് കണ്ടിന്യൂസ് ചെയ്യുന്നത് വളരെ കുറവാണ്, അവരെ പരിപാടിയും നിർത്തും. പക്ഷെ എന്തായാലും ഞാൻ ഗൈഡിനെ ഹയർ ചെയ്യും, ഏത് യാത്രയാണെങ്കിലും. കാരണം ആ ഗൈഡ് എന്ന് പറഞ്ഞാൽ ലോക്കലായിട്ട് അവന് അവിടുത്തെ കാര്യങ്ങൾ അറിയാം. അപ്പോൾ അത് ഹയർ ചെയ്യും. അത്രത്താണ് ഈ മൗണ്ടൈനിങ്. നമ്മൾ ഇത്രയും നേരം സംസാരിച്ച മുഴുവൻ നമ്മളെ മൗണ്ടൈനിങ്ങുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ യാത്രയായിട്ട് ബന്ധപ്പെട്ട അതർ ദാൻ ദിസ് നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യാറുള്ളത് ലൈഫിൽ? ഈ ജോലിയും മൗണ്ടൈനിങ് ഇതൊക്കെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ ഫ്രീ ടൈമുകൾ നിങ്ങൾ എങ്ങനെയാണ്? ഞാൻ സെക്രട്ടേറിയറ്റിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. ഇപ്പോൾ 2.5 വർഷമായിട്ട് ലീവിലാണ്. കാരണം മെയിനായിട്ടും ക്ലൈംബിങ്ങിനൊക്കെ പോകും, വിദേശ രാജ്യങ്ങളിലൊക്കെ പോകും, പെർമിഷനൊക്കെ എടുക്കേണ്ടവർ സെക്രട്ടേറിയറ്റിലാണ്. അതുകൊണ്ട് നമ്മൾ ലീവ് എടുത്തിരിക്കുകയാണ്, ആർക്കും ബുദ്ധിമുട്ടില്ല. ഫ്രീ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പെഡീഷൻസ് പ്ലാൻ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് എൻ്റെ പദ്ധതി. പ്ലാനിങ് ആണ് മെയിൻ പരിപാടി. സ്വപ്നം കാണല്, റീഡിങ് നടക്കണോ ഇതിന്? റീഡിങ് വളരെ കുറവാണ് ഞാൻ. പക്ഷേ ഇതുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിൾസ് വായിക്കാറുണ്ട്, നിരന്തരം കാര്യങ്ങൾ അപ്ഡേറ്റഡ് ആയിരിക്കും. പക്ഷേ വേറെ ബുക്കുകളൊക്കെ റീഡ് ചെയ്യുന്നത് വളരെ മോശമാണ് ഞാൻ. പിന്നെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി എല്ലാ ദിവസവും എനിക്ക് ഗെയിമുണ്ട്, ബാസ്കറ്റ് ബോൾ കളിക്കും നാട്ടിലുണ്ടെങ്കിൽ. പിന്നെ അത്യാവശ്യം സ്ട്രെച്ചിങ് എക്സസൈസുകളൊക്കെ എല്ലാ ദിവസവും ചെയ്യും. പിന്നെ ചെറിയ ട്രെക്കിംഗ് മാസത്തിൽ അങ്ങനെ 2-3 ട്രെക്കിങ്ങിന് പോകും. അതാണ് ഞാൻ മെയിൻറ്റെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ജിമ്മിൽ പോയൊരു ബോഡി ആക്കാൻ ഞാൻ ചെയ്തിട്ടില്ല ഇതുവരെ, ജിമ്മിൽ പോയിട്ടില്ല. നാട്ടിലെങ്ങനെ ഇതിനൊരു കമ്മ്യൂണിറ്റി ഫോം ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ? ഐ മീൻ നാട്ടിൽ അത്യാവശ്യം ട്രെക്കിങ് ആൾക്കാരുണ്ട്, പക്ഷെ പല ആൾക്കാരാണ് അതിനെ കൺട്രോൾ ചെയ്യുന്നത്, പല രീതിയിലാണ്. പിന്നെ ഇപ്പോൾ നമുക്കൊരു കമ്പനിയുണ്ട്, സ്വന്തമായിട്ടൊരു കമ്പനിയുണ്ട്. അപ്പോൾ അതിനകത്ത് കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് ആൾക്കാർ വരുന്നുണ്ട്. എവറസ്റ്റ് ബേസ് ക്യാമ്പ്, കിളിമഞ്ചാരോ, എൽബ്രൂസ് ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ ജോയിൻ ചെയ്യുമ്പോൾ തന്നെ നമ്മളൊരു 3 മാസം 4 മാസം ട്രെയിനിങ് ഷെഡ്യൂൾ കൊടുക്കും. അപ്പോൾ അതനുസരിച്ച് പ്രിപ്പയർ ചെയ്തിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ കുറച്ചും കൂടെ അവർക്ക് ഈസി ആവും, സീരിയസ് ആയിട്ട് ചെയ്യുന്നവരാണ്. ട്രക്കിങ്ങിന് ഈ പറയുന്ന സാധനങ്ങളൊന്നും വേണ്ട. ട്രക്കിങ് ഹൈക്കിങ്ങിനെ നമുക്ക് ക്ലൈംബിങ്ങുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. ട്രക്കിങ് ഇന്ന് രാത്രി വിചാരിച്ച് നാളെ പോകാൻ പറ്റും, പകുതി ആയി കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചിറങ്ങി വരാമല്ലോ. റൂട്ട് കൃത്യമായിട്ട് ഫോളോ ചെയ്ത് അങ്ങ് പോയാൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ല. പിന്നെ നമ്മുടെ കേരളത്തിൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പല ട്രക്കിംഗ് റൂട്ടുകളും അല്ലെങ്കിൽ കർണാടകയിലാണെങ്കിലും ഫോറസ്റ്റിൻ്റെ കീഴിലാണ്. അപ്പോൾ നമുക്ക് പാസ് കിട്ടാൻ പാടാണ്. ഇപ്പോൾ അഗസ്ത്യാർ റോഡം തന്നെ ആൾക്കാർ പോകണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പോകാൻ പെട്ടെന്ന് പറ്റത്തില്ല, കിട്ടാൻ വലിയ പാടാണ്, റെസ്ട്രിക്റ്റഡ് ആണ്. ഇപ്പം മറ്റേ ആ കുട്ടി പോയി കുടുങ്ങിയത് പിന്നെ ഇപ്പം കർണാടകയിലും ഭയങ്കര റെസ്ട്രിക്റ്റഡ് ആയിട്ടുണ്ട്. ഇപ്പം എല്ലാ ട്രക്കുകളും 150 പേര് 100 പേര് വെച്ച് കുറച്ചിട്ടുണ്ട്. പക്ഷെ നോർത്ത് ഇന്ത്യയിൽ അങ്ങനെയല്ല, അങ്ങനെ പ്രത്യേകിച്ച് ഇതൊന്നും റെസ്ട്രിക്ഷൻ ഇല്ല. നിങ്ങൾ പോയി കഴിഞ്ഞാൽ നാളെ നിങ്ങൾക്ക് കയറാം, ചെറിയൊരു പാസ് എടുത്ത് കയറിയാൽ മതി. നമ്മളന്ന് ചന്ദ്രശേഖര പോയ സമയത്ത് ചെറിയൊരു ബ്ലോക്കേഡ് വന്ന് പിന്നെ കയറി നോക്കുമ്പോൾ ഫുൾ ആൾക്കാർ, കാല് കുത്താൻ സ്ഥലമില്ലാത്ത രീതിയിൽ ഫുള്ളാണ്. അങ്ങനെയുണ്ട്. പിന്നെ ഈ ട്രക്കിങ്ങിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ സമയത്തും ഓരോ സീസണിലും ഡിഫറെന്റ് ആണ്. മഞ്ഞ് സമയത്ത് പോകുന്ന പോലെയല്ല മഴ സമയത്ത് പോകുന്നത്. അപ്പം നിങ്ങൾക്ക് ഒരു സ്ഥലത്ത് തന്നെ 3-4 പ്രാവശ്യമൊക്കെ പോവാം. 3-4 തരത്തിലുള്ള എക്സ്പീരിയൻസ് ആയിരിക്കും. അങ്ങനെ ഇതിൽ ഈ ലക്ഷ്യങ്ങൾ പുതുക്കിക്കൊണ്ടേ ഇരിക്കുമല്ലോ. അപ്പോൾ 7 സമ്മിറ്റ് കഴിഞ്ഞു, ഇനി എന്താണ് മൗണ്ടനേഴ്സിന്റെ ഒരുപാട് ലക്ഷ്യങ്ങൾ നമ്മളിങ്ങനെ കാണാനില്ല. അപ്പോൾ എന്താണ് നിങ്ങളുടെ ഒരു നെക്സ്റ്റ് പ്ലാൻ? അടുത്ത പ്ലാൻ എന്ന് വെച്ചാൽ വലിയ പ്ലാനാണ്. ഒന്ന് സൗത്ത് പോളിലും നോർത്ത് പോളിലും പോകണം. നോർത്ത് പോളിൽ റഷ്യ വഴിയായിരിക്കും പോകാൻ ഉദ്ദേശിക്കുന്നത്. സൗത്ത് പോളിൽ ഈ പറയുന്ന യൂണിയൻ ഗ്ലേഷ്യർ ക്യാമ്പിൽ പോയിട്ട് അവിടുന്ന് ലാസ്റ്റ് ഡിഗ്രി സ്കീ ചെയ്ത് പോകണം. അതിനുശേഷം എവറി കൺട്രിയിൽ ഹയസ്റ്റ് പീക്സ് ക്ലൈംബ് ചെയ്യുക എന്നുള്ളതാണ് പ്രൊജക്ട്. ഏകദേശം 11-12 കൺട്രികൾ, 195 കൺട്രീസിലെ പീക്സ് ക്ലൈംബ് ചെയ്യണം എന്നാണ് പ്രൊജക്ട്. അതിനൊരു 5 വർഷം സമയമെടുക്കും എൻ്റെ ഒരു പ്ലാൻ അനുസരിച്ച്. അതിന് ഞാൻ കൊടുത്തിരിക്കുന്ന പേര് വേൾഡ് പീസ് പ്രൊജക്ട് എന്നാണ് പേരിട്ടിരിക്കുന്നത്. ലോക സമാധാനത്തിന് വേണ്ടി നമ്മുടെ ദേശീയ പതാക, ഇപ്പോൾ ഇന്ത്യ പ്രൊജക്റ്റാണ്, ഞാൻ ഇന്ത്യയുടെ ദേശീയ പതാക കൊണ്ടുപോകും. ഖത്തർ സ്പോൺസർ ഉണ്ടെങ്കിൽ ഖത്തറിന്റെ ദേശീയ പതാക കൊണ്ടുപോകും. നമുക്ക് സ്പോൺസറെ കിട്ടിയാൽ എത്രത്തോളം ഈ പീസ് പ്രൊജക്ട് ഇപ്പോഴത്തെ കാലത്ത് പോസിബിൾ ഇപ്പോഴാണല്ലോ അതിന്റെ ഒരു എന്താ പറയുക സാധ്യതയുള്ളത്. കോൺഫ്ലിക്റ്റ് ഓരോ രാജ്യങ്ങളിലും പോയി നമ്മൾ
ഒരു സിമ്പിളാവുകയാണ് ചെയ്യുന്നത്. സമാധാനമാണ് വേണ്ടതെന്നുള്ളത്. ഇതിനെങ്ങനെ ഗവൺമെന്റ് ഏറ്റെടുക്കുന്നുണ്ടോ? ഐ മീൻ നിങ്ങളെ പ്രൊജക്ടുകളാണെങ്കിലും ഞാൻ പല രാജ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കാറുണ്ട്. ഖത്തറുമായിട്ടും UAE ആയിട്ടും സൗദി ആയിട്ടൊക്കെ കണക്ട് ചെയ്യുന്നുണ്ട്. ഏതെങ്കിലും രാജ്യത്തിൽ അവരുടെ ബോർഡുകളൊക്കെ ഉണ്ട്. അപ്പോൾ അവരെയൊക്കെ കണക്ട് ചെയ്യാൻ വേണ്ടി ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നാട്ടിലിപ്പം വിദേശത്ത് അറിയാവുന്ന സുഹൃത്തുക്കൾ വഴിയും എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ ഞാൻ പറയാം, ലക്കിൻ്റെ ഫാക്ടർ ഉണ്ടെങ്കിൽ സിമ്പിളായിട്ട് കിട്ടും. നമ്മൾ പൈസ കൈ വെച്ചിട്ടല്ല ഇത് ചെയ്യുന്നത്. ഇപ്പോൾ എവറസ്റ്റ് ചെയ്യാൻ 40 ലക്ഷമാണെങ്കിൽ 7 സബ്മിറ്റ് ചെയ്യാൻ 2.5 കോടി രൂപ വേണം. ഞാനത് ചെയ്തു. ഞാൻ പറഞ്ഞു, നമ്മൾ ആഗ്രഹിച്ച ഒരു കാര്യത്തിൻ്റെ പുറകെ പോവുകയാണെങ്കിൽ ബാക്കി നമ്മളെ തേടി വന്നോളൂ. ആ ആഗ്രഹം നമ്മളെ തേടി വന്നതാണ്. അപ്പോൾ നമ്മൾ ആഗ്രഹത്തിൻ്റെ പുറകെ തന്നെ നിൽക്കണം. അപ്പോൾ ഇതും ഏകദേശം 10-12 കോടി രൂപ ചിലവാകും. അതും നമുക്ക് സമയം കൃത്യമായിട്ട് വരും. അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് നമ്മളെടുത്ത് ചാടണം. ചാടി നീന്തി തുടങ്ങിയാൽ മാത്രമേ നമുക്ക് സഹായം വരും. നമ്മൾ ചാടാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ എല്ലാ കാലത്തും അവിടെ നിൽക്കത്തേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ ഈ വർഷം തന്നെ ഇപ്പം ഞാൻ നാളെ EBC എത്തും. പിന്നെ ജൂണിൽ എനിക്ക് എൽബ്രൂസ് ഉണ്ട്, ഒരു ടീമുണ്ട്. പിന്നെ ഓഗസ്റ്റിൽ കിളിമഞ്ചാരൊക്കെ ഒരു ടീമുണ്ട്. ഓഗസ്റ്റ് തന്നെ മസായിമാരൊക്കെ ഒരു ടീമുണ്ട്. അത് കഴിഞ്ഞിട്ട് പതുക്കെ ഞാൻ എൻ്റെ എക്സ്പെഡീഷനായിട്ട് മുന്നോട്ട് പോകാമെന്ന് വിചാരിക്കുകയാണ്. ആഫ്രിക്ക ആദ്യം കവർ ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. സ്പോൺസർമാരെ തപ്പുന്നുണ്ട്, ഇതുവരെ കിട്ടിയിട്ടില്ല. കിട്ടുന്ന സമയമാകുമ്പോൾ കിട്ടും. അതാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അതാകുമ്പോൾ ഞാൻ പറഞ്ഞൊരു ഇൻഫിനിറ്റ് ആയിട്ടുള്ള ലക്ഷ്യമാണ്. നമുക്ക് ഏകദേശം കുറച്ചാൾ മുന്നോട്ട് കൊണ്ടുപോകാം. അപ്പോൾ അത് കഴിയുമ്പോൾ നമുക്ക് പുതിയ ലക്ഷ്യങ്ങൾ മുന്നിൽ വെക്കാം. എന്നാലും നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ഇനി അങ്ങനെ ഒരു ഫുൾ കൺട്രി ചെയ്തതിന് ശേഷം നമുക്ക് ഇനി ഇരിക്കാം ഒരുപാട് കഥകളായിട്ട്. ഉറപ്പായിട്ടും. ഓക്കെ, ഇൻഷാല്ലാ. താങ്ക് യു. വന്നതിൽ നന്ദി. നമുക്ക് തീരെ പ്രതീക്ഷയില്ല നിങ്ങൾ ഇവിടെ എത്തും എന്നുള്ളത്. പെട്ടെന്നാണ് നിങ്ങളെ മെസ്സേജ് വരുന്നത്. ഞാൻ കുറേ ആയിട്ട് നിങ്ങളെ ഫോളോ ചെയ്യുന്നുണ്ട്, നിങ്ങളെ പ്രോഗ്രാംസ് കാണലില്ല, നിങ്ങളെ വീഡിയോസ് കാണലില്ല. പെട്ടെന്നാണല്ലോ എനിക്ക് നിങ്ങൾ മെസ്സേജ് അയക്കുന്നത് ഞാൻ ഇവിടെ എത്തുന്നത്. അപ്പൊ നമുക്കൊരു ഭയങ്കര ബേജാറായി, എങ്ങനെയാണ് നമ്മളിപ്പോ എക്സാമിന്റെ ടൈമിലാണ്. പക്ഷെ നമുക്കിത് ക്യാൻസൽ ചെയ്യാൻ ഒരു വകുപ്പില്ല. നമുക്ക് ഒരിക്കലും കഴിയില്ല. ഇങ്ങനെ വന്ന് കിട്ടിയല്ലേ. ഇനി നിങ്ങൾ എവിടെയൊക്കെ ആയിരിക്കും അറിയില്ലല്ലോ. അപ്പോൾ വന്നതിൽ നന്ദി. ഇനിയും നമുക്ക് ഈ കഥകളായിട്ട് ഇരിക്കാം. താങ്ക് യു.